പുതിയ വലിയ മേഖലകളിൽ ജോലി എടുക്കാൻ പോകുന്ന കുട്ടികളെ അവരങ്ങനെ ഒരുപാട് വളരെ നല്ലൊരു ഗ്രൂപ്പാണ് ഇന്ന് നിങ്ങളെ അഭിമുഖീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിനൊക്കെ മുന്നേയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം എനിക്ക് വളരെ ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയത്. അപ്പം ആദ്യം ഷീയുടെ പേരിൽ ഞാൻ നമ്മുടെ യങ് ആൻഡ് ഡൈനമിക് പ്രിൻസിപ്പൽ പ്രൊഫസർ ജയപ്രകാശിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ വളരെ കുറച്ച് കാലമായിട്ട് ഞങ്ങൾ പ്രിൻസിപ്പൽ എന്നുള്ള പോസ്റ്റിൽ ഞങ്ങളെ കൂടെ വന്നിട്ടില്ലെങ്കിലും പക്ഷെ ഒരുപാട് കാലം ഞങ്ങളെ കൂടെ വളരെ നല്ലൊരു അധ്യാപകനായിട്ട് ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പം ഈ ഒരു പ്രോഗ്രാമിൽ വളരെ ചുരുങ്ങിയ വേളയിൽ തന്നെ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചുകൊണ്ട് വന്ന സാറിനെ വളരെ സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നീട് എഞ്ചിനീയറിംഗ് മേഖലയെ പറ്റി പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് ബ്രാഞ്ചുകളും കാര്യങ്ങളും, ഇതിനൊക്കെ പറ്റി ഒരുപാട് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിനൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരൊറ്റ ഒരു ബുക്ക് ഓഫ് റെഫറൻസ് നമ്മൾ വിളിക്കും, അത് മാത്രമേ ഉള്ളൂ നവാസ് സാർ. കാരണം നവാസ് സാർ ഈ ഒരു മേഖലയിൽ ഒരു അധികാരി തന്നെയാണ്. എത്രയോ കാലങ്ങളായി സാർ ഈ ഒരു മേഖലയെ പറ്റി, അതായത് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം തുടങ്ങാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വളരെ ആധികാരികതയോടുകൂടിയുള്ള ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തി വരുന്ന ഒരാളാണ് നവാസ് സാർ. നവാസ് സാറെ പറ്റി പറയുകയാണെങ്കിൽ, സാറിന് നിങ്ങൾ ഇപ്പോഴും ഇന്റർനെറ്റിൽ സാറിന്റെ പേര് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും സാറിന്റെ പേര് കിടക്കുന്നത് റിട്ടയർഡ് പ്രൊഫസർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ എന്നായിരിക്കാം. പക്ഷെ സാർ ഇന്ന് ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളാണ്. ഇതിനേക്കാളൊക്കെ ഉപരി സാറിന്റെ ടെക്സ്റ്റ് ബുക്ക്, സാറിന്റെ ഇലക്ട്രോണിക് ലാബ് മാനുവൽസും ടെക്സ്റ്റ് ബുക്സും KTUവിന്റെ കീഴിൽ എഴുതിയിരിക്കുന്ന ബുക്കുകളും മിക്കവാറും ഇലക്ട്രോണിക്സ് മേഖലയിലെ ഏതൊരു കുട്ടിയും ഉപയോഗിച്ചിട്ടുണ്ടാവും. സാറിനെ പറ്റി എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറാണ് ഇന്ന് മുഖ്യ പ്രഭാഷണം ചെയ്യുന്നത്. ഡോക്ടർ നവാസ്, വെൽക്കം യു സർ. താങ്ക് യു. സാറോടൊപ്പം തന്നെ ഈ വേദി പങ്കിടുന്നത് ഒന്ന് നമ്മുടെ പ്ലേസ്മെന്റ് ഓഫീസർ ഡോക്ടർ സജേഷ് കുമാർ യു ആണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പ്ലേസ്മെന്റുകൾ നടന്നു. പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലികൾ, അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ കുട്ടികൾ ജോലിയിൽ പ്രവേശിക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പ്ലേസ്മെന്റ് മേഖലയിൽ നമ്മൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രത്യേകിച്ച് വലിയൊരു മാറ്റങ്ങളൊന്നും എത്രയോ കൊല്ലങ്ങളായിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു സജേഷ് സാറിന്റെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്രയധികം പ്ലേസ്മെന്റ്, അതായത് ഇത്തവണ നമ്മളെ കോളേജിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനെ ബമ്പർ ക്രോപ്പ് തന്നെ വേണമെങ്കിൽ വിളിക്കും. അത്രയധികം പ്ലേസ്മെന്റുകളാണ് നമ്മളെ കോളേജുകളിൽ എത്തിയിരിക്കുന്നത്. പ്ലേസ്മെന്റുകളെ പറ്റി സംസാരിക്കാനും എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ പ്ലേസ്മെന്റ് ഇന്റർവ്യൂകളിലേക്ക് കയറി ചെല്ലാൻ പറ്റും, എങ്ങനെ നമ്മുടെ റിക്രൂട്ടേഴ്സിനെ ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെ കമ്പനികൾ വരുന്നു, എത്രത്തോളം കമ്പനികൾ വരുന്നു, ഇതിനൊക്കെ പറ്റി പറയാൻ നമ്മളെ കൂട്ടത്തിൽ വേറെ ആരും ഇതിനും ഐഡിയൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ സജേഷ് സാറിനെയാണ് ഇതിനു വേണ്ടി നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഞ്ചിനീയറിംഗ് മേഖലയെ പറ്റി പറയുമ്പോൾ വേറൊരു വലിയ കടമ്പയാണ് ഈ അഡ്മിഷൻ പ്രൊസീജിയർ. ഞാനും ഒരു അമ്മയാണ്, എനിക്കും എന്റെ മോനും ഏതാണ്ട് ഇതേ ഒരു അവസരത്തിലൂടെ കടന്നു പോയത്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം, എൻട്രൻസ് എഴുതി റാങ്ക് വരുന്നു, ഏത് കോളേജ് നല്ലത്, ഏത് കോളേജിൽ ചേർക്കണം, ഏത് കോളേജ് ചേർക്കണ്ട, എങ്ങനെ അഡ്മിഷനിലേക്ക് കയറി പറ്റും, എന്താണ് അതിന്റെ പ്രൊസീജിയർ. ഒരുപാട് ഓൺലൈൻ പ്രൊസീജിയറുകളുണ്ട്. ഈ പ്രൊസീജിയറുകളെ പറ്റി പറഞ്ഞു വരുമ്പം നമുക്ക് എന്തുകൊണ്ടും നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നുകൊണ്ട് ഈ പ്രൊസീജിയറുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ് ഇതിന് ഏറ്റവും ഉത്തമം എന്നുള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലെ ബിനീഷ് സാറിനെയാണ് ഇന്ന് ഞങ്ങൾ അതിനുവേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. ബിനീഷ് സാർ ഈ മേഖലയിൽ എത്രയോ ആൾക്കാർ, വളരെ വളരെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് പോലും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. മാത്രമല്ല കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് അഡ്മിഷൻ പ്രൊസീജിയറും എത്രയോ കൊല്ലങ്ങളായി കൈകാര്യം ചെയ്യുന്ന സാറാണ്. സാറിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിനീഷ് സാർ. പിന്നെ എഞ്ചിനീയറിംഗ് പഠിച്ച് എങ്ങനെ പല ജോലിയിൽ എത്തിയ കുട്ടികൾ, അങ്ങനെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ പഠിച്ച് പല മേഖലകളിൽ നമുക്ക് ഇന്ന് IIM ശരണ്യ മാഡമുണ്ട്, അതേമാതിരി ലിയാന ഷഹീർ, ഓൾ ഇന്ത്യ ഗേറ്റ്, അതായത് ഞങ്ങൾ എങ്ങനെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ പറ്റും, അങ്ങനെ പല മേഖലകളെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ആളുകളും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അവരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നില്ല. അതേപോലെ നമ്മുടെ അലുമിനി, അതായത് ഇപ്പോൾ വളരെ സീനിയർ പൊസിഷനുകൾ റിക്രൂട്ടേഴ്സ് ആയിട്ടും എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി റിസർച്ച് ഭാഗങ്ങളിലൊക്കെ ഇരിക്കും ഒരുപാട് പേരും, ഡയന മാം, രചന, എന്റർപ്രണറിയൽ ജേർണിയിലിരിക്കുന്ന അഞ്ജല, മാനേജറിയൽ പൊസിഷനിലിരിക്കുന്ന ശാലീന, അങ്ങനെയുള്ള കുറച്ച് പേരും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ ഭാവിയെ പ്ലാൻ ചെയ്യണതിന് ഹെൽപ്പ് ചെയ്യാനുമായിട്ട് ഒരുപാട് പേര് ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഞാൻ ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരെയും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ പ്രോഗ്രാമിൽ വളരെ എന്താ പറയാ, വളരെ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ഈ പ്രോഗ്രാമിന് വന്ന് എത്തിച്ചേർന്നിരിക്കുന്ന കുറെ പേരുണ്ട്. അതായത് നമ്മളെ കുട്ടികൾ, അതായത് ഇനി ഭാവി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓരോ ബെഞ്ചിലും കസേലയിലും വന്നിരിക്കേണ്ട കുട്ടികൾ, ആ കുട്ടികളെയും ഞാൻ വളരെ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്കും ഒരു പാരന്റ് എന്നുള്ള നിലയ്ക്കും നിങ്ങളുടെ എല്ലാ
മനസ്സിലുള്ള ചോദ്യങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിശ്വാസത്തോടുകൂടെ നിങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം ഷീയുടെ വോളണ്ടിയേഴ്സിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ഓവർ ടു യു, ഐശ്വര്യ. Thank you, ma'am. Now I would like to invite the Principal, Government College of Engineering, Kannur, Dr. Jaiprakash P., also an alumnus of GCEK, to address the audience. Over to you, sir. Thank you. I think I am audible. Yes, sir. Okay. So good evening to all. I think we all are waiting for our expert lectures. എനിക്ക് തോന്നുന്ന ഒരു ഈ ഈവനിങ്ങിൽ ഇത്രയും ആൾക്കാർ ഇവിടെ എത്തിപ്പെട്ടത്, എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ ഓഡിയൻസ് ഓൾമോസ്റ്റ് 60 അടുത്തുണ്ട്. എല്ലാവരും എത്തിപ്പെട്ടത് ഈ ഒരു ഒബ്ജക്റ്റീവോടെ ആയിരിക്കും. കോളേജിൽ ഷീ പ്രോഗ്രാം തുടങ്ങിയത് എനിക്കൊന്ന് വന്ദന മാം ഓൾറെഡി നല്ല വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു സ്കീം വന്നിട്ട് കുറച്ച് കാലമായെങ്കിലും ഇതിന്റെ പ്രോഗ്രാംസിനെ പറ്റി ഡീറ്റെയിൽഡ് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ശരിക്കും. അപ്പൊ ഇഗ്നൈറ്റ് എന്നുള്ള പേര് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അതിന്റെ ഫുൾ ഫോം ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇത് നടക്കുന്നുണ്ടെങ്കിലും അപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ നെയിം ആയിട്ടുണ്ട്. ഏതായാലും സോ ഐ തിങ്ക് നമ്മുടെ കുട്ടികളിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരിലും എത്തേണ്ട ഒരു പ്രോഗ്രാമാണ്. ഈ നമ്പർ ശരിക്കും കൂടിയിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കാം. ശരിക്കും ഗേൾസ് ഇൻ ടു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ബ്രോഡൻ ചെയ്യേണ്ടത് ഗേൾസ് മാത്രമല്ല. എനിക്ക് തോന്നുന്നു ഇതിൽ എല്ലാവർക്കും ഇൻവൈറ്റേഷൻ ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ എനിക്കൊന്ന് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും ഇതൊരു വൈഡ് ഇൻഫർമേഷൻ പോകേണ്ട ഒരു ആവശ്യമാണ്. ശരിക്കും എഞ്ചിനീയറിംഗിന് ഞാൻ എഞ്ചിനീയറിംഗിലൊക്കെ വരുന്ന സമയത്ത് എന്താണ് സിവിൽ എഞ്ചിനീയറിംഗ്, എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ എന്താണ് മെക്കാനിക്കൽ എന്ന് അറിയാതെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്ന ശേഷമാണ് അതിനെപ്പറ്റി അറിഞ്ഞത്. എനിക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ പലപ്പോഴും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള റിസോഴ്സ് അന്ന് ഉണ്ടായിരുന്നില്ല. ഇന്ന് നമുക്ക് ഇൻഫർമേഷന് വേണ്ടി വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരുപാട് സോഴ്സസ് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അതിൽ ഒതന്റിക് ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ അല്ലെ എനിക്ക് വേണ്ടുന്നത് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ കുറച്ച് ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള നല്ല എക്സ്പേർട്സ് ആണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും ഈ ഒരു എഫേർട്ടിന് ഞാൻ ആദ്യം തന്നെ ഇതിന്റെ ഓർഗനൈസേഴ്സിന് ഒരു ബിഗ് കൺഗ്രാജുലേഷൻസ്. ഇതൊരു എഫേർട്ട് എടുത്തതിന് എനിക്കൊന്ന് എല്ലാവർക്കും വളണ്ടിയേഴ്സിനും ഇതിന്റെ ഓർഗനൈസേഴ്സിനും വന്ദന മിഷനും ഒരു ശരിക്കും പറഞ്ഞ ഒരു ഗുഡ് എഫേർട്ടാണ് എടുത്തിട്ടുള്ളത്. ഐ റിയലി അപ്രീഷിയേറ്റ്. പിന്നെ ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ എക്സ്പേർട്സ് നവാസ് സാർ നമുക്ക് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് റിട്ടയർഡ് ആയ പ്രൊഫസർ. കേരളത്തിലെ എനിക്ക് തോന്നുന്ന ഒരു ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഒരുപാട് ക്ലാസ്സുകൾ ഈ ഏരിയയിൽ തന്നെ എടുത്തിട്ടുണ്ട് സാറ്. അപ്പൊ ഇതിന്റെ ഒരു അതോറിറ്റി എന്ന് പറയാം. അപ്പോൾ വി ആർ വെരി ലക്കി ടു ഹാവ് യു സർ. ദെൻ ഓവറോൾ എനിക്ക് ബാക്കി പാർട്ടിസിപ്പൻസിന് അധികം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്തിപ്പെടാനുള്ള ഡ്രീം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ദിസ് എ ഗുഡ് ചാൻസ് ടു നോ അബൌട്ട് ദാറ്റ്. ഒരു എല്ലാവിധ ഡൗട്ടും ഇവിടെ പരമാവധി ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇനിയും ഫ്യൂച്ചറിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ കോളേജിന്റെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് വരുന്ന ഫോൺ കോൾ. ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച അല്ലെങ്കിൽ അഡ്മിഷൻ ഞാൻ കുറച്ച് ഫോൺ കോളെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ട് ബാക്കി ഓഫീസിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരുപാട് കോൾ വരുന്നത് നിങ്ങളുടെ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി, അവിടുത്തെ അഡ്മിഷൻ, നമുക്ക് പല സ്കീമുണ്ടല്ലോ, അപ്പോൾ സെൽഫ് ഫൈനാൻസിങ് അഡ്മിഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല സൈറ്റിലും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും കൂടുതൽ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരുന്നുണ്ട്. നമുക്കൊരു ഇതുപോലെയുള്ള സീറ്റ് ഉണ്ടോ, മാനേജ്മെന്റ് കോട്ട ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ ആ ഇൻഫർമേഷൻ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് അറിയില്ലേ എന്ന് എനിക്ക് അന്നേരം ഒരു സംശയം തോന്നിയിട്ടുണ്ട്. ഇത് ജനങ്ങൾക്ക് ഇത് അറിയുന്നില്ലല്ലോ എന്നുള്ളത്. ശരിക്കും അതൊരു റിയാലിറ്റിയാണ്. നമ്മുടെ നാട്ടുകാർക്ക് പലപ്പോഴും പല ഇൻഫർമേഷനും എത്തുന്നില്ല. നമ്മുടെ കുട്ടികളുടെ ഇടയിലും തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഇങ്ങനെയുള്ള സംരംഭങ്ങൾ വളരെ ഗുണം ചെയ്യും തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. ഒരു ടീച്ചിങ്ങിന്റെ ഇടയിൽ തന്നെ ഞാൻ 1-2 സ്കൂളുകളിൽ പോയിട്ട് ഇതുപോലെയുള്ള അറ്റ്ലീസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്നേരം സ്കൂൾ കുട്ടികളുടെ ഒരു ഫീഡ്ബാക്ക് കിട്ടിയത് പലപ്പോഴും അവരിപ്പോഴാണ് അറിഞ്ഞത് എന്താണ് എഞ്ചിനീയറിംഗ് എന്നുള്ളത്. അപ്പൊ അത്രയും ഇൻഫർമേഷൻ കുറവുള്ളൊരു ഏരിയ ആണ്. ശരിക്കും നമ്മൾ ഒരു ക്രീം ലെയർ കുട്ടികൾ അറിയുന്നുണ്ടാവാം, പക്ഷെ കുറച്ച് ഉള്ളോട്ടുള്ള സ്കൂളിൽ നമ്മൾ പറയുന്ന പോലെ ഇന്റീരിയർ വില്ലേജ് സ്കൂളുകളിലൊക്കെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ വളരെ കുറവാണ്. അപ്പോൾ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ എവിടെ നിന്നും അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ശരിക്കും പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ യൂസ്ഫുൾ ആയ ഇൻഫർമേഷൻ കുട്ടികൾക്ക് എത്തും. ഞാനും കണ്ടത് നമ്മുടെ കുട്ടികളിൽ
പലർക്കും നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ പഠിക്കാനുള്ള താല്പര്യമുണ്ട്, പക്ഷെ എന്താണെന്ന് അറിയാതെ അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ ഒരു കൺഫ്യൂഷനാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഡയറക്ഷൻ കിട്ടും. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് അവിടെ പ്രധാനം. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുടെ എക്സ്പേർട്ട് പറഞ്ഞു തരും. നല്ല എഞ്ചിനീയറിംഗിന് അത്ര വലിയ മാത്സ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കുറെ പേരൊക്കെ അങ്ങനെയാണ് പേടിക്കുന്നത്, എഞ്ചിനീയറിംഗിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പാസ്സാകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ആറ്റിറ്റ്യൂഡ്, നല്ലൊരു എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആ ബേസിക് മാത്തമാറ്റിക്സും ബേസിക് സയൻസും ഒക്കെ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇഷ്യൂ അല്ല, എഞ്ചിനീയറിംഗ് പാസ്സാക്കി എടുക്കുക എന്നുള്ളത്, പാസ്സായി വരിക എന്നുള്ളത്. അപ്പോൾ അത് വേണ്ടുന്നത് അതാണ്, നല്ലൊരു ഡിറ്റർമിനേഷൻ. അതാണ് എൻ്റെ സൈഡിൽ നിന്നുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത്. ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒന്നുകൂടി ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ ഓർഗനൈസേഷന് അഭിനന്ദനങ്ങൾ. പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും, നമ്മുടെ നവാസ് സാർ അടക്കമുള്ള നവാസ് സാർ, സജേഷ് സാർ, ബിനീഷ് സാർ, ഇവരൊക്കെ കോളേജിന്റെ പാർട്ടായ ആൾക്കാരാണ്. എല്ലാവരെയും ഇതിനു വേണ്ടി നന്ദി പറയുന്നു. പ്രിൻസിപ്പൽ എന്ന രീതിയിൽ പ്രോഗ്രാമിനേക്ക് വേണ്ടി I think I conclude with this word. Thank you. Thank you, sir. Thank you, sir. Next, I would like to welcome Dr. K. Nawaz, Principal, Ilahia College of Engineering and Technology, Mulavur Muvattupuzha, to give the keynote session. He also worked as a professor in GCEK, Department of Electronics and Communication Engineering. He will speak about various branches of engineering. I welcome you, sir. Over to you. Honorable Principal Dr. Jayaprakash, ഈ ഷീയുടെ എല്ലാമായ പ്രൊഫസർ ഡോക്ടർ വന്ദന, സജേഷ്, ബിനീഷ്, പ്രിയങ്കത, എൻ്റെ പഴയ സുഹൃത്തുക്കളെയൊക്കെ വീണ്ടും ഒരിക്കൽ സന്ധിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വളരെ കുറച്ച് സമയം മാത്രമേ സംസാരിക്കുന്നുള്ളൂ, കാരണം നീണ്ടൊരു പരിപാടി ആയതുകൊണ്ട് സമയത്തെക്കുറിച്ച് ഞാൻ വളരെയധികം ബോധവാനാണ്. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ഫോർമാലിറ്റി ആയിട്ടല്ല, വളരെ സന്തോഷം അറിയിക്കുന്നത്. കാരണം വളരെ ഉത്കൃഷ്ടം, അതേപോലെ തന്നെ ഉദാത്തമായ ഒരു പരിപാടിയാണിത്. കാരണം പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി എന്ന നിലയിൽ ഡോക്ടർ വന്ദനയുടെ ബ്രെയിൻ ചൈൽഡായി ഉത്ഭവം കൊണ്ട ഒരു നല്ല പ്രോഗ്രാമാണിത്. ഇതിപ്പോൾ ഇന്ന് 4ാം വർഷത്തിൽ കടക്കുന്നു. വീണ്ടും അതിനോട് ചേർന്ന് എൻ്റെയും ഒരു പങ്ക് വഹിക്കാൻ സാധിച്ചു, വളരെയധികം സന്തോഷമുണ്ട്. ഏതായാലും ഞാൻ കൂടുതൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടെങ്കിൽ കൂടി ഞാൻ വളരെ ചുരുക്കിക്കൊണ്ട് നേരെ എൻ്റെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. വേരിയസ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് എന്നാണ് എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്ക്. നമുക്കറിയാം ഒരുപാട് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ, അല്ലെങ്കിൽ ധാരാളം വ്യത്യസ്തങ്ങളായ ബ്രാഞ്ചുകൾ. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് എന്നും നാം അഡ്വൈസ് ചെയ്യുന്നത്? ഇതാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് സീറ്റുകൾ അതിനുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ധാരാളം സീറ്റുകളൊക്കെ പലപ്പോഴും വാക്കൻ്റായി കിടക്കുന്നു എന്നൊക്കെ പത്രങ്ങളിൽ നമുക്ക് കേൾക്കാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം എഞ്ചിനീയേഴ്സിന് ആവശ്യമായി വന്നതുകൊണ്ട് തന്നെയാണ് അത്രയും സീറ്റുകൾ ഉണ്ടായത്. പിന്നെ കാലാനുസൃതമായ പല മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ആ സീറ്റുകൾ ചില ബ്രാഞ്ചുകൾക്ക് ഡിമാൻഡ് വരികയും ചില സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയും പിന്നെ അനവധി മറ്റു കോഴ്സുകളൊക്കെ നാട്ടിൽ വരികയൊക്കെ ചെയ്തപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ്. എന്നാൽ എന്നും എപ്പോഴും എഞ്ചിനീയറിംഗിൽ നല്ല രീതിയിൽ പഠിച്ച അഥവാ താല്പര്യത്തോടു പഠിച്ച ഒരു വിദ്യാർത്ഥിനിക്ക് ഒരു ജോലി ഉറപ്പാണ്. അതാണ് എഞ്ചിനീയറിംഗ് നൽകുന്ന ഒരു ഉറപ്പ്. അതുകൊണ്ട് ആ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നാം ശരിക്കും മനസ്സിലാക്കിയെടുക്കണം. കാരണം ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഒരുപാട് മേഖലകളിലേക്ക്, ആ മേഖലകൾ വളരെ വ്യത്യസ്തമാണ്. സയന്റിസ്റ്റ്, അധ്യാപകൻ, ചിലപ്പോൾ ബാങ്ക് എംപ്ലോയി, ടെക്നോക്രാറ്റ്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത മേഖലകളിൽ, ഫോർ എക്സാമ്പിൾ ഫുഡ് ടെക്നോളജി ഒക്കെ പോലെ കാര്യങ്ങൾ വരുമ്പോൾ അതിൽ ഒരു അനവധി തരത്തിലുള്ള ജോബ് ടൈറ്റിലുകൾ അതിലുണ്ടാകും. അത് എണ്ണിയാൽ തീരാത്ത അത്ര വിധം ജോബ് ടൈറ്റിലുകൾ അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകൾ ഉള്ളത് കൊണ്ട് എപ്പോഴും എഞ്ചിനീയറിംഗ് ഒരു പ്രോസ്പെക്റ്റീവ് കരിയറായി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. ഈ വർഷം 2023
കീം പ്രോസ്പെക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് 54 ബ്രാഞ്ചുകളായി കാണാം. പക്ഷെ 54 അല്ല, അതിൽ കൂടുതലുണ്ടാകും. കാരണം AICT അതിന്റെ സെൻട്രൽ ബോഡിയാണല്ലോ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ യൂണിവേഴ്സിറ്റി, അവർ നൽകുന്ന അംഗീകാരത്തിനനുസരിച്ച് പുതിയ ബ്രാഞ്ചുകൾ ഏതാണ്ട് നിലവിൽ വന്നിട്ടുണ്ട്. അത് പ്രോസ്പെക്ട്സിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ നടക്കുന്ന സമയത്ത് അതെല്ലാം നിങ്ങൾക്ക് കാണാനാവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പ്രോസ്പെക്ടസ് മാത്രമല്ല, ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് പല കോളേജുകളിലും പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ടുണ്ടാകും. അതുകൊണ്ട് 54 കൂടുതൽ ബ്രാഞ്ചുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. കാരണം അതിന്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഏതൊക്കെ കോളേജുകളിൽ അത് കൊടുക്കണം എന്നുള്ള സ്ക്രൂട്ടിനിയും അതിന്റെ NOCയും ഒക്കെ കിട്ടിക്കഴിഞ്ഞു. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഫ്രം യൂണിവേഴ്സിറ്റി എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതായി അത് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നടപടി മാത്രമേ ഉള്ളൂ. എങ്കിലും ഇപ്പോൾ തന്നെ പല കോളേജുകളും ഒക്കെ അത് ഏതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അന്വേഷിച്ചാൽ മനസ്സിലാവും. അപ്പൊ അതാണ്. അതിൽ തന്നെ 2 ടൈപ്പ് ബ്രാഞ്ചുകളാണ് പലപ്പോഴും കാണുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രാഞ്ചുകളും ഇപ്പോൾ പ്രത്യേകിച്ച് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകളും. പണ്ട് കാലങ്ങളിൽ ട്രഡീഷണൽ ബ്രാഞ്ചുകളായ ചില സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ പോലുള്ള കോഴ്സുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പല സംശയങ്ങളുണ്ട്. ഈ ട്രഡീഷണൽ ബ്രാഞ്ച് എടുക്കണോ അതോ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ട്രഡീഷണൽ ആകുമ്പോൾ എന്നും എപ്പോഴും വാല്യുബിൾ ആയിട്ടുള്ള, എന്നും ഏത് കമ്പനിയിലും സാധ്യത, അല്ലെങ്കിൽ കമ്പനി എന്ന് ഞാൻ ഉദ്ദേശിച്ച് കമ്പനി മാത്രമല്ല, ഫേമുകൾ, സ്ഥാപനങ്ങൾ, എവിടെയും എപ്പോഴും ധാരാളമായി ആവശ്യം വരുന്ന ഒന്നാണല്ലോ ഈ പറഞ്ഞ ബ്രാഞ്ചുകൾ. എന്നാൽ സ്പെഷ്യലൈസ്ഡ് എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പെട്രോളിയം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ മാത്രമേ അവർ വിളിക്കൂ. മറ്റേതാകുമ്പോൾ എല്ലായിടത്തും വിളിക്കും. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ശരിക്കും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ട്രഡീഷണൽ അഥവാ പരമ്പരാഗത ബ്രാഞ്ചുകൾ വേണോ അതെങ്കിൽ ഇതുപോലെ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകൾ എടുക്കണമോ എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി. എന്നാൽ ഏറ്റവും പ്രധാനമായത് ബഹുമാന്യനായ പ്രിൻസിപ്പൽ പറഞ്ഞ പോലെ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ്, ആപ്റ്റിറ്റ്യൂഡാണ്. ഓരോരുത്തർക്കും അതിനൊരു താല്പര്യമുണ്ട്. ആ താല്പര്യം അനുസരിച്ചാണ് നമുക്ക് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ, ഉദാഹരണത്തിന് എല്ലാവരും നോക്കുന്നത് ഇന്ന് ജോലി കിട്ടാൻ സാധ്യതയുള്ള ബ്രാഞ്ച് ഏതാണ്, അല്ലെങ്കിൽ വീടിന് അടുത്തുള്ള ബ്രാഞ്ച് ഏതാണ്, കൂട്ടുകാരൻ പോകുന്ന ബ്രാഞ്ച് ഏതാണ്, അല്ലെങ്കിൽ കൂട്ടുകാരി എവിടെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല പരിഗണിക്കേണ്ടത്. അതൊക്കെ പരിഗണിക്കേണ്ട കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടത് തനിക്ക് ആ ബ്രാഞ്ച് അണങ്ങുമോ, ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് അഭിരുചി ഉണ്ടോ എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഒന്ന്, നമുക്ക് സ്വയം തന്നെ നമ്മൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ച സബ്ജക്റ്റുകൾ, സിലബസുകൾ, അതുപോലുള്ള കോഴ്സുകളിലൊക്കെ നമുക്ക് താല്പര്യമുള്ള ചില സബ്ജക്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പഠിക്കാൻ പോകുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിനെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും PDF ആയി അതിന്റെ സിലബസ് ഇന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിലൂടെ ഒരു കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് നമുക്ക് പറ്റുമോ. അതിലൂടെ മുഴുവൻ എല്ലാ കോഴ്സുകളും, ഇലക്ടീവ് കോഴ്സുകൾ, സ്പെഷ്യൽ കോഴ്സുകൾ, അങ്ങനെയുള്ള കോഴ്സുകളെല്ലാം തന്നെ അതിലൂടെ നമുക്കൊന്ന് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് തീരുമാനിക്കണം ഇത് നമുക്ക് പറ്റുമോ ഇല്ലയോ. അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഓടിപ്പോകല്ല വേണ്ട. ശരിക്കും ഈ 2-2.5-3 മാസം, സെപ്റ്റംബർ 15 വരെ സമയമുണ്ട്. അല്ലെങ്കിൽ സമയമുണ്ട് എന്ന് പറഞ്ഞത് ഓപ്ഷൻ രജിസ്ട്രേഷന് മുമ്പ് കഴിയും. അതുകൊണ്ട് ഈ സമയത്തിലൊക്കെ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒരു തീരുമാനം എടുക്കേണ്ടത്. എഞ്ചിനീയറിംഗ് കോളേജ് ചേർന്നതിന് ശേഷം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, അയ്യോ എനിക്ക് ഈ ബ്രാഞ്ചല്ല, മറ്റേ ബ്രാഞ്ചായിരുന്നു നല്ലത്. അത് ആദ്യമേ തിരഞ്ഞെടുക്കണം, ശരിക്കും അന്വേഷിക്കണം. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ തുടർന്ന് പഠിക്കുകയും ചെയ്യാം. അതുകൊണ്ട് സിലബസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു. അതുപോലെ ധാരാളം വെബ്സൈറ്റുകളുണ്ട്, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. വളരെ ജെന്യൂൻ ആയിട്ടുള്ള, ക്രെഡിബിൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ വിവരമുള്ളവരോട് ചോദിക്കുക. വിവരമുള്ളവരെന്ന് പറയുമ്പോൾ ഈവൻ ഒരു അധ്യാപകൻ, അല്ലെങ്കിൽ ആ കോളേജുകളിലുള്ള അധ്യാപകർ, അല്ലെങ്കിൽ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ ആ ഫീൽഡിൽ പിന്നീട് സക്സസ്ഫുൾ ആയ ആളുകൾ, ഇതിനോടൊക്കെ ചോദിക്കുക. ഇപ്പൊ സിവിൽ എഞ്ചിനീയറോട് ചോദിച്ചാൽ സിവിൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറഞ്ഞു തരും. ഇലക്ട്രിക്കൽ എഞ്ചിനീയറോട് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിനെ കുറിച്ച് പറഞ്ഞു തരും. എന്നാൽ ജനറൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ അവ തമ്മിൽ താരതമ്യപ്പെടുത്തിയൊക്കെ പറയാനൊക്കെ അവർക്ക് സാധിക്കും. അതുകൊണ്ട് ആരോടും മറ്റുള്ള ചോദിച്ചുകൊണ്ടിരിക്കണം. ചോദിച്ച് വേണം നമ്മൾ തീരുമാനമെടുക്കാൻ. അന്വേഷണം വേണം. പിന്നെ ധാരാളം പുസ്തകങ്ങൾ കിട്ടും, സ്പെഷ്യൽ എഡിഷൻസ് കിട്ടും. പത്രം നിരന്തരമായി വായിക്കണം. കാരണം വിദ്യാഭ്യാസ പേജുകൾ വളരെ വ്യക്തമായി ഇതെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും കീമിന്റെ ഒക്കെ കാര്യങ്ങൾ പലപ്പോഴും കുട്ടികൾ മറന്നു പോകാറുണ്ട്, അറിയാതെ പോകാറുണ്ട്. കീമിന്റെ വെബ്സൈറ്റുകൾ രണ്ടും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ നിരന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ വെബ്സൈറ്റുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഓതന്റിക് സൈറ്റുകളാണ്. ഓതന്റിക് സൈറ്റുകളാണ് എന്നറിയണമെങ്കിൽ അതിനും കോളേജുകളെ കുറിച്ച് വിശദമായ ഈ ഗവൺമെന്റ് സൈറ്റുകൾ വേറെയുണ്ട്. നോ യുവർ കോളേജ് എന്നൊക്കെ പറഞ്ഞ് IHRD സെൻട്രൽ IHRD അഥവാ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ കീഴിൽ വരുന്ന IHRD ഹ്യൂമൻ റിസോഴ്സ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിന് കീഴിൽ അവർ തന്നെ തയ്യാറാക്കിയ ക്രെഡിബിൾ ആയിട്ടുള്ള മുഴുവൻ വിവരങ്ങളും ഇട്ടിരിക്കുന്ന സൈറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ പോയി നോക്കുക. ഞാൻ സ്വല്പം വേഗതയിലാണ് സംസാരിക്കുന്നത് എനിക്കറിയാം. പക്ഷേ വളരെ കുറച്ച് ഏതാനും സ്ലൈഡുകളേ ഉള്ളൂ.
കാരണം 54 ബ്രാഞ്ചുകളും ഓരോ ബ്രാഞ്ചിനെ കുറിച്ച് പറയാൻ നമുക്ക് സമയം കിട്ടില്ല, ഒരുപാട് സമയം വേണം. അതുകൊണ്ട് അതിനാകത്തുകയായി മാത്രം പറയാൻ ഉദ്ദേശിക്കുന്നു. എന്തായാലും സാധാരണയായി ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്ന് ഏറ്റവും എളുപ്പമുള്ള, പഠിക്കാൻ എളുപ്പമുള്ള കോഴ്സ് ഏതാണെന്നാണ്. കാരണം അത് ഒരു പൊതുവായ ഒരു രീതിയാണ്. കാരണം ഏറ്റവും എളുപ്പ വഴി തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ന് പ്രത്യേകിച്ചും യുവതലമുറ. അതുകൊണ്ട് എളുപ്പമുള്ള വഴി, ഏറ്റവും എളുപ്പമുള്ള ബ്രാഞ്ച്, അല്ലെങ്കിൽ ചില ബ്രാഞ്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ബ്രാഞ്ചാണ്, അതുകൊണ്ട് ഞാൻ അതിൽ ചേരുന്നില്ല ഇതിൽ ചേരുന്നു എന്നൊക്കെ പറയാറുള്ളത് പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ സത്യത്തിൽ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ഒരു കോഴ്സ്, ഒരു ബ്രാഞ്ച് എടുത്ത് പഠിച്ചാൽ അത് പിന്നെ ഏറ്റവും എളുപ്പമായി മാറും. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിലോ, ഇഷ്ടമില്ലാത്ത വിഷയം പഠിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായി മാറും. അതുകൊണ്ട് അവരെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുകയാണ് എളുപ്പമാകാനുള്ള ഒരു വഴി. എന്നാൽ പിന്നെ അതുപോലെ തന്നെ ഈ 54-ലേറെ ഉള്ള ഈ ബ്രാഞ്ചുകളൊക്കെ തന്നെ അതിന് ചില പാരൻസിന്റെ ഒരു കൺസേണാണ്, ചിലവ് കൂടുമോ, ഈ ബ്രാഞ്ചിന് കൂടുതൽ ചിലവുണ്ടോ, ആ ബ്രാഞ്ചിനാണ് കൂടുതൽ ചിലവ് കുറവ്, അങ്ങനെയൊന്നുമില്ല. എല്ലാ ബ്രാഞ്ചുകൾക്കും ചിലവൊക്കെ ഒരുപോലെ തന്നെയാണ്. കാരണം ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ചിലവുകളൊന്നും കാര്യമായിട്ടൊന്നും വരാനില്ല. അതുപോലെ എല്ലാ ബ്രാഞ്ചുകളും ആർക്കും ജോയിൻ ചെയ്യാം, ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്നൊന്നുമില്ല. ചിലർ പറയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഭയങ്കര ശാരീരിക അധ്വാനം ആവശ്യമുള്ള ഒരു ബ്രാഞ്ചാണ്, അതുകൊണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എനിക്ക് പറ്റില്ല. അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട മറ്റനേകം ബ്രാഞ്ചുകളുണ്ട്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എനിക്ക് പറ്റില്ല എന്നൊക്കെ പെൺകുട്ടികൾ വിചാരിക്കണ്ട. മനസ്സിലായില്ല? അത് ശരിക്കും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് വലിയ മെഷീനും മാത്രമല്ല മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറയുന്നത്, അതുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പൊ അതെന്താണ് എന്ന് വിശദമായി പഠിച്ചാൽ മാത്രമേ അത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എല്ലാ ബ്രാഞ്ചുകളും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ പറ്റിയ ബ്രാഞ്ച് ഏതാണ് എന്ന് ചില അമ്മമാർ ചോദിക്കുന്നത് എന്റെ അനുഭവത്തിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും എല്ലാത്തിനും പറ്റും. എന്നാൽ ബയോളജി മാത്രം എടുത്ത് പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ബയോമാത്സ് ഒക്കെ എടുത്ത് പഠിച്ച് ബയോളജി അതുപോലെ MBBS കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ചിലപ്പോൾ മറ്റേതെങ്കിലും മെഡിസിനെ പോകാൻ താല്പര്യമുണ്ട്, MBBS തന്നെ വേണം, BDS ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകളുണ്ട്. അവർക്ക് പലപ്പോഴും അവസാനം എഞ്ചിനീയറിംഗ് തന്നെ ആവാം എന്ന് അവസാനം തീരുമാനിക്കും. കാരണം MBBS കിട്ടുന്നില്ല, കുറച്ച് സീറ്റ് കുറവുള്ള MBBS കോളേജുകൾ അഥവാ മെഡിക്കൽ കോളേജുകൾ കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ ആ ഒരു താല്പര്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എഞ്ചിനീയറിംഗ് എന്നത് ബയോളജി സൈഡിൽ ഉള്ള കുറെ കോഴ്സുകളുണ്ട്. അത് നമുക്ക് ഇത് വഴിയെ പരിചയപ്പെടാം. ഇനി ചിലർക്ക് ചോദിക്കും മാത്സ് താല്പര്യമില്ല, എനിക്ക് ഏത് കോഴ്സാണ് പറ്റിയത് എന്ന് ചോദിക്കും. ശരിക്കും അങ്ങനെ ചോദ്യം വലിയ പ്രസക്തിയൊന്നുമില്ല. എന്താണെന്ന് അറിയാമോ? എഞ്ചിനീയേഴ്സിന്റെ ഭാഷയാണ് മാത്സ്. അതുകൊണ്ട് മാത്സ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. അതിനോട് ഒരു അനാത്തിമ അല്ലെങ്കിൽ അവേർഷൻ, വെറുപ്പുള്ള ആരും എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യം മാത്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്സിന്റെ ഇന്റൻസിറ്റി കുറവാണ് ചില ബ്രാഞ്ചുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇവ ഡയറി ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ കുറവാണെന്ന് പറയാം. അല്ലെങ്കിൽ അതുപോലുള്ള ഫുഡ് ടെക്നോളജിയിലേക്കാണെങ്കിൽ മാത്സ് ഒക്കെ ഇതിൽ കുറയും എന്ന് പറയാം. എന്നല്ലാതെ മാത്സ് എഞ്ചിനീയറിംഗിന്റെ അടിസ്ഥാനമാണ്, ഫൗണ്ടേഷനാണ്. അതുകൊണ്ട് മാത്സിനോട് താല്പര്യം എന്തായാലും പൊതുവെ ഉണ്ടാകണം. വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ അത്. നമുക്കറിയാലോ, ട്രഡീഷണൽ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് പരമ്പരാഗത ബ്രാഞ്ചുകൾ പണ്ട് മുതലേ സിവിലായിരുന്നു, അതുപോലെ ഇലക്ട്രിക്കലും മെക്കാനിക്കലും ആയിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ബ്രാഞ്ചുകൾ കൂടുതൽ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ചേർക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അങ്ങനെയായി. കുറെ കാലങ്ങളോളം ഈ 5 ബ്രാഞ്ചുകളായിരുന്നു ഉണ്ടായത്. പക്ഷെ പിന്നീട് ഓരോ ബ്രാഞ്ചുകളിൽ നിന്നും പുതിയ ഓഫ് ഷൂട്ടുകൾ, പുതിയ ബ്രാഞ്ചുകൾ ഉത്ഭവിച്ചു. അതിൽ നിന്ന് വീണ്ടും പുതിയ ഓഫ് ഷൂട്ടുകൾ വന്നു, അതോ കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് വന്നു. അങ്ങനെയാണ് വന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആദ്യം ഉണ്ടായത് എങ്കിൽ അതിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആയി, പിന്നീട് അതിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ആയി, അതിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയി, ഇനിയിപ്പോൾ അതിൽ നിന്ന് മെഷീൻ ലേണിംഗ് ആയി. ഇങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലാണ് അതിന്റെ വളർച്ച. ഏതായാലും ട്രഡീഷണൽ ബ്രാഞ്ചുകൾ തിരഞ്ഞെടുത്താൽ അതിന് ധാരാളം സീറ്റുകളുണ്ട്. രാജ്യത്താകമാനം ഒരുപാട് സീറ്റുകളുണ്ട്. എന്നാൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എടുക്കുമ്പോഴും അത് ഇത്തിരി കുറയും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കുന്ന വേവലാതിപ്പെടേണ്ടതില്ല. ഇഷ്ടമുള്ള കോഴ്സ്, ഇഷ്ടപ്പെട്ട കോഴ്സ് എടുത്ത് പഠിക്കുക തന്നെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസും അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ്? ഇൻഫർമേഷൻ ടെക്നോളജി അതുമായി വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഒന്നാണ്. സൈബർ സെക്യൂരിറ്റി, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ചില കോഴ്സുകൾ. കഴിഞ്ഞ വർഷം 7 ബ്രാഞ്ചുകളാണ് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിൽ വന്നത്. ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പല കോമ്പിനേഷനുകൾക്കും നമുക്ക് കാണാം. കമ്പ്യൂട്ടർ സയൻസ്, അതിൽ തന്നെ സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പ്രത്യേകം പറയാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ മാത്രമുള്ള കോഴ്സ്. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഡാറ്റാ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്. സത്യത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും മെഷീൻ ലേണിംഗ് സൈബർ സെക്യൂരിറ്റിയും ഈ 4 കാര്യങ്ങളും കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്നുണ്ട്. വളരെ കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആകാൻ വേണ്ടി മാത്രമാണ് സൈബർ സെക്യൂരിറ്റി വന്നത്.
എന്നാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡാറ്റാ സയൻസും മെഷീൻ ലേണിങ്ങും ഏതാണ്ട് ഒന്ന് തന്നെയാണെന്ന് പറയാം. കാരണം ഡാറ്റാ സയൻസിനെ കുറിച്ച് നമുക്കറിയാം, ഒരുപാട് ഡാറ്റ, ട്രില്യൺസ് ഓഫ് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, അത് ഏത് ഡാറ്റ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം ലാഭിക്കാൻ വേണ്ടി അതൊക്കെ ഒഴിവാക്കുകയാണ്. ആ ഡാറ്റാ സയൻസിൽ നിന്ന് അതിനെ നമ്മൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു സബ്സെറ്റാണ് മെഷീൻ ലേണിംഗ്. കാരണം മെഷീൻ ലേണിംഗ് ഉപയോഗിച്ചിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കോമ്പിനേഷനിൽ കണ്ട് ഭയപ്പെടേണ്ട, കമ്പ്യൂട്ടർ സയൻസ് ഇതെല്ലാം ഉണ്ട്. ഇനി അതെല്ലാം കുറച്ചുകൂടി താല്പര്യപൂർവ്വം AI എന്നോട് ഒരു ചാമുണ്ട്, കുറെ അധികം ആൾക്കാർ പറഞ്ഞു കേൾക്കുന്നുവെങ്കിൽ AI എടുക്കാം, മെഷീൻ ലേണിംഗ് അതും എടുക്കാം. ഇനി അതിന്റെ കോമ്പിനേഷൻ ഏതെടുത്താലും അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ഓൾ കമ്പ്യൂട്ടർ സയൻസ്. എന്നാൽ സൈബർ സെക്യൂരിറ്റി കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഉള്ളതാണെങ്കിലും ഈ പറഞ്ഞ മൂന്നെണ്ണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗിൽ സ്വല്പം വ്യത്യാസമുണ്ട്. കാരണം അത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയെ കുറിച്ച്, സൈബർ സെക്യൂരിറ്റിയെ കുറിച്ച്, നെറ്റ്വർക്ക് സെക്യൂരിറ്റിയെ കുറിച്ചൊക്കെ പഠിപ്പിക്കപ്പെടുന്ന മറ്റൊരു ഇതാണ്. അതിനെക്കുറിച്ചുള്ള കുറച്ചുകൂടി വിശദീകരണങ്ങൾ ഞാൻ പിന്നീട് പറയാം. ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസുമായി വളരെ അടുത്ത ബന്ധമാണ്. കാരണം ഇവിടെ കുറച്ചുകൂടി ഇലക്ട്രോണിക്സ് കൂടി പഠിക്കും. കാരണം കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്നത് ഡാറ്റ മാനിപ്പുലേഷൻ ആണെങ്കിൽ, ഇൻഫർമേഷൻ സയൻസിൽ ഡാറ്റ മാനിപ്പുലേഷനോടൊപ്പം അതിന്റെ സിഗ്നലും കൂടി പഠിക്കുന്നു. സിഗ്നലിനെ കുറിച്ചും കൂടി പഠിക്കുന്നത് ഞാൻ പിന്നീട് ഓടിച്ചെന്ന് പറയാം. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗില് അതിന്റെ ആകത്തുക, കണ്ടന്റ്, അതിന്റെ ഉള്ളിലുള്ളത് എന്ന് പറയുന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കുക. അതോടൊപ്പം തന്നെ അതിൽ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെറിയ കമ്പ്യൂട്ടറും മിനി കമ്പ്യൂട്ടർ മുതൽ പേഴ്സണൽ കമ്പ്യൂട്ടറും സൂപ്പർ കമ്പ്യൂട്ടറുകളും മെയിൻ ഫ്രെയിമുകളൊക്കെ ഉണ്ടാക്കുക. ഇതൊക്കെയാണ് അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. സിലബസിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ, കമ്പ്യൂട്ടർ ഗ്രാഫിക്സും ഡാറ്റ മൈനിങ്ങും എല്ലാം വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിങ്ങും അതുപോലുള്ളതൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഉപരിപഠനത്തിൽ ഈ പറഞ്ഞതിലൊക്കെ ആകാം. സൈബർ സെക്യൂരിറ്റിയിലോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസോ മെഷീൻ ലേണിംഗിലോ അല്ലെങ്കിൽ ഡീപ്പ് ലേണിംഗിലോ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിലോ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോ ഒക്കെ ഹയർ സ്റ്റഡീസ് PGക്ക് പോകാൻ പറ്റും. ഇനി കമ്പ്യൂട്ടർ സയൻസ് ഹയർ സ്റ്റഡീസ് എടുക്കണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ബിടെക് വേണമെന്നില്ല. എംടെക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെങ്കിൽ ഇലക്ട്രോണിക്സുകാർക്കും ഇലക്ട്രിക്കലുകാർക്കും ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ബിടെക് പഠിക്കും. പലരും ചോദിക്കാറുണ്ട്, ഒരു റോബോട്ടിക്സ് പഠിക്കാൻ ഏത് ബ്രാഞ്ച് എടുക്കണം? അങ്ങനെയൊന്നുമില്ല. മെക്കാനിക്കൽ പഠിച്ചവനും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവനും ഇലക്ട്രോണിക്സ് പഠിച്ചവനും ഇലക്ട്രിക്കൽ പഠിച്ചവനും ഒക്കെ തന്നെ റോബോട്ടിക്സിൽ PGക്ക് പോകാം. അതുകൊണ്ട് അത്തരം സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്നുകൂടി കൂട്ടത്തിൽ പറയാം. ജോബോ കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്ത ഏരിയ ഇല്ല എന്ന് പറയാം. സൈബർ സെക്യൂരിറ്റി മേഖല, കമ്പ്യൂട്ടേഷൻ സിസ്റ്റം, മൾട്ടിനാഷണൽ കമ്പനികൾ, ചെറിയ ചെറിയ കമ്പനികൾ, വലിയ കമ്പനികളൊക്കെ ആയി എത്രയോ സ്ഥാപനങ്ങളാണ് കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയന്റിസ്റ്റുകൾക്ക്, കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിന് സാധ്യത ഉള്ളത്. അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് പലപ്പോഴും കമ്പ്യൂട്ടർ സയൻസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്നാൽ കുറച്ച് കൂടുതൽ ആ സിഗ്നലുകളെ കുറിച്ച്, അഥവാ ആ ഡാറ്റ എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. ഡാറ്റ എന്ന് പറയുന്നത് അതിന്റെ മാനിപ്പുലേഷൻ ഒക്കെയാണ് പലപ്പോഴും, അതിന്റെ സ്പീഡ്, അതിന്റെ മാനേജ്മെന്റ് ഒക്കെ ആണെങ്കിൽ, അല്ല അതിന്റെ കമ്പ്യൂട്ടേഷനും അതിന്റെ സ്റ്റോറേജും ഒക്കെ ആണെങ്കിൽ, ഇവിടെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ആ ഡാറ്റ കേടുകൂടാതെ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം വരാതെ, നോയ്സ് വരാതെ, പ്രശ്നങ്ങൾ ഉണ്ടാവാതെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കണം. അതുപോലെ സിലബസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ സിഗ്നൽ പ്രോസസ്സിംഗ് കുറച്ച് ഇലക്ട്രോണിക് എക്സ്ട്രാ അതിനോടൊപ്പം പഠിക്കുന്നുണ്ട്. ഹയർ സ്റ്റഡീസിന് ഈ നേരത്തെ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ ഇവിടെ പോകാം. കമ്പ്യൂട്ടർ സയൻസ് PGക്ക് പോകാം, ഇൻഫർമേഷൻ സെക്യൂരിറ്റി PGക്ക് പോകാം, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോകാം, കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് പോകാം. ഇതൊക്കെ ഹയർ സ്റ്റഡീസിന് ഒരുപാട് സാധ്യതകളുണ്ട്. ജോബുകളും അതുപോലെ തന്നെ. എന്നാൽ ഇവിടെ പ്രത്യേകിച്ചും ഒരുപക്ഷെ ഇൻഫർമേഷൻ ടെക്നോളജി ജോബ് സാധ്യതകൾ സ്പെസിഫിക്കലി നമുക്ക് ഈ സിഗ്നൽ കമ്പ്യൂട്ടേഷൻ മാത്രമല്ല നടക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സെക്യൂരിറ്റി ആസ്പെക്ട്സ് ഉള്ളത് കൊണ്ട് ആ മേഖലകളും കേബിൾ നെറ്റ്വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചും ഇൻഫർമേഷൻ ടെക്നോളജി എഞ്ചിനീയേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ്. അതിന്റെ കൺട്രോൾ, അതിന്റെ ഡാറ്റ സ്റ്റോറേജ്, മാനിപ്പുലേഷൻസ്, മാനേജ്മെന്റ്, അതിന്റെ അസസ്മെന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ. നേരത്തെ പറഞ്ഞു ഞാൻ ഡാറ്റാ സയൻസ്, അതിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഒക്കെ ഉണ്ട്. എന്നാൽ സൈബർ സെക്യൂരിറ്റി സ്വല്പം അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യം പറഞ്ഞതിന്റെയൊക്കെ കണ്ടന്റ് ഇതാണ്. ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും ഏതാണ്ട് ഒരു ഹെഡിങ്ങിൽ തന്നെയാണ് എഴുതുന്നത്. ഒരുപാട് ഡാറ്റ ഉണ്ട്, അതുകൊണ്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിന് പുതിയ മാത്തമാറ്റിക്കൽ മോഡൽസ് ഉപയോഗിക്കുന്നു. ഇതാണ് അതിന്റെ വഴി. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഒരുപാട് കോഴ്സുകൾ അതിലുണ്ട്. അത് കൂടാതെ കുറച്ചുകൂടി അതിനുവേണ്ടി AI അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ്, അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഡാറ്റാ സയൻസ് ഒക്കെ കുറച്ച് കൂടുതൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില കോഴ്സുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഹയർ സ്റ്റഡീസ് വേണമെങ്കിൽ ഇപ്പോൾ മെഷീൻ ലേണിംഗ് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ ഡീപ്പ് ലേണിംഗ്, ഡീപ്പ് ഫേക്ക് ഒക്കെ വരും. ഒരു പക്ഷേ ഡീപ്പ് ഫേക്കിലൊക്കെ PG വരാൻ സാധ്യതയുണ്ട്. കമ്പ്യൂട്ടേഷൻ നേരത്തെ പറഞ്ഞ കോഴ്സുകളൊക്കെ തന്നെ ഇവിടെയും കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് പോകുന്നവർക്ക് തന്നെ ഈ കോഴ്സുകളും ഹയർ സ്റ്റഡീസ് പോകാനാവും. ജോബുകൾ പറയേണ്ടതില്ല, നേരത്തെ പറഞ്ഞത് തന്നെ. ഇനി അഡീഷണലി ബാങ്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ, അത് ഇൻഷുറൻസ് മേഖലയിലൊക്കെ ഈ ഡാറ്റ
മാനേജ്മെന്റ് കൂടുതലായതുകൊണ്ട് അവിടെയും ജോലി സാധ്യത ഉണ്ടെന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ഈ പറഞ്ഞതൊക്കെ തന്നെ ഈ ഓരോ പേജിലും നമ്മുടെ PPTയുടെ ഓരോ പേജിലും ഓരോ സ്ലൈഡിലും നമുക്ക് ഉൾപ്പെടുത്താൻ വളരെ കുറച്ച് സാധിക്കുന്നുള്ളൂ മാത്രമാണ് ഇത്രയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം ജോബുകളൊന്നും ഇതൊന്നുമല്ല, ആയിരക്കണക്കിന് ജോബുകളുണ്ട്. അതിന് സാധ്യതയുള്ള മേഖല മാത്രമാണ് ഞാൻ പറയുന്നത്. സൈബർ സെക്യൂരിറ്റി ഇന്ന് വളരെയധികം ജോബ് സാധ്യതകളുള്ളതാണ്. കാരണം ഇന്ന് വളരെയധികം, ഒരുപക്ഷെ AIയേക്കാളും ഇന്ന് കൂടുതൽ ഡിമാൻഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിക്കാണ്. കാരണം അനവധി സൈബർ ക്രൈംസ്, അതിൻ്റെ ഫോറൻസിക്സ്, ഇൻഫർമേഷൻ ഫോറൻസിക്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അതിന് മുന്നിലുള്ള അഡ്വാൻസ് ടൂൾസ്, പുതിയ ടൂൾസുകളിൽ ട്രെയിൻ ചെയ്യപ്പെടുന്ന ആളുകൾ, സൈബർ സെക്യൂരിറ്റി ന്യൂ ടൂൾസ്. അപ്പോൾ ഡാറ്റ സെക്യൂർ ആക്കുക എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. അഥവാ വെബ്സൈറ്റ് ആയാലും മൊബൈൽ ഫോണിലുള്ള ആൻഡ്രോയിഡ് അതുപോലെ പ്ലേ സ്റ്റോറിലുള്ളത് ഇതെല്ലാം തന്നെ സെക്യൂർ ആക്കണമല്ലോ. അപ്പോൾ അതിനൊക്കെ വെവ്വേറെ ടൂളുകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിപ്പിക്കുക. അതിൽ തന്നെ ഹയർ സ്റ്റഡീസും ഉണ്ട്. ഇതിലും ഇതുപോലെ തന്നെ ജോബ് സാധ്യതകൾക്ക് ഏതാണ്ട് അതുപോലെയാണ്. ഞാൻ ഒഴിവാക്കാം. അപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചാണ് കൂടുതൽ ഞാൻ സംസാരിച്ചത്. ഇനിയുള്ള കുറച്ചേ പറയും. കാരണം കമ്പ്യൂട്ടർ സയൻസിലാണ് ഒരുപാട് ബ്രാഞ്ചുകൾ വന്നു, ആളുകൾ കുറച്ച് സംശയങ്ങൾ വന്നു. ഇതൊക്കെ വന്നത് അതുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് സമയമെടുത്ത് എന്ന് പറഞ്ഞത്. ഇനി കുറച്ചൊരു ഓട്ടപ്രദർശനമായി പെട്ടെന്ന് പറയാം. ഇലക്ട്രോണിക്സിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതാണ് ഒരു ബ്രാഞ്ച്. അതുപോലെ റോബോട്ടിക്സ് അതിൻ്റെ ഒരു ഓഫ്ഷൂട്ടാണ്, ഒരു ബ്രാഞ്ചാണ്. ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ അതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതെല്ലാം ഉദാഹരണങ്ങൾ മാത്രമാണ്, ഇലക്ട്രോണിക്സിന്റെ ഓഫ്ഷൂട്ടുകളാണ്. കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കുമ്പോൾ അതിൽ എല്ലാ വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഒപ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ടെലിവിഷൻ കമ്മ്യൂണിക്കേഷൻ, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഇലക്ട്രോണിക് ഹാർഡ്വെയറിനും പ്രാധാന്യം കൊടുക്കുന്നു. റോബോട്ടിക്സ് വളരെ അതിൽ മെക്കാനിക്കൽ ആസ്പെക്ട്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, എല്ലാം കൂടി ചേർന്ന ഒന്നാണ് റോബോട്ടിക്സ്. അതിൽ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻകാരും പഠിക്കുന്നത് ഏതാണ്ട് പകുതിയോളം സെയിമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്ട്രുമെന്റേഷനിലേക്ക്, അഥവാ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, അത് ഞാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒഴിവാക്കുന്നു. ഓയിൽ ഫീൽഡുകളും അതുപോലെ NTPC പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ധാരാളം ആക്ച്വേറ്റേഴ്സ്, അതുപോലെ വാൽവുകൾ, ഇതൊക്കെ ഉണ്ടല്ലോ. അവിടേക്കാണ് അവരെ സാധ്യത. അഥവാ അത് ഓയിൽ റിഗുകൾ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പ്രത്യേകിച്ചും IoTയുടെ കാലമായതുകൊണ്ട് കാറുകളൊക്കെ നിങ്ങൾക്കറിയാം, ഒരുപാട് സെൻസേഴ്സും ആക്ച്വേറ്റേഴ്സും ഉള്ള ഒന്നാണ് നമ്മുടെ ഇന്നത്തെ കാറുകൾ. അപ്പോൾ ഓട്ടോമൊബൈൽ രംഗത്തും ഇൻസ്ട്രുമെന്റേഷൻകാർക്ക് ആവശ്യമുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗുകാർ മാത്രമല്ല ഓട്ടോമൊബൈൽ രംഗത്ത് വർക്ക് ചെയ്യുന്നത്, അവിടെ ഇൻസ്ട്രുമെന്റേഷൻകാരും വർക്ക് ചെയ്യും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ സാധ്യത കുറച്ച് പരന്ന വായന നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാവും. അതുപോലെ തന്നെ മെഡിക്കൽ രംഗത്തുള്ള ഇലക്ട്രോണിക്സിന്റെ ആപ്ലിക്കേഷൻ ബയോമെഡിക്കൽ. ഇന്ന് ഡോക്ടർമാർക്ക് അവർക്ക് ധാരാളം ഒരുപാട് മെഷീനുകൾ, സ്റ്റെതസ്കോപ്പ് അടക്കം ഇലക്ട്രോണിക്സ് ആണ്, അഥവാ ഇലക്ട്രോണിക് ആണ്. അതുപോലെ കാത്ത് ലാബ്, അതുപോലെ കാത്ത് ലാബ് ഹൃദയശാസ്ത്രജ്ഞർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണത്. അതുപോലെ തന്നെ വേറെയും ഉണ്ടല്ലോ, മെഡിക്കൽ അസിസ്റ്റന്റ്, ലാബ് ടെക്നീഷ്യൻസ് ഒക്കെ ഉപയോഗിക്കുന്ന എത്രയോ ഇൻസ്ട്രുമെന്റ്സ്, അതെല്ലാം ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ചില ഹൈ ബഡ്ജറ്റ് ഹോസ്പിറ്റലുകളിൽ ബയോമെഡിക്കൽ വിങ്ങുകളുണ്ട്. കാരണം ഡോക്ടർമാരുടെ സംവിധാനങ്ങൾ, അവരെ ഓപ്പറേഷൻ, സർജറി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യാനും ആ എക്യുപ്മെന്റിലൊക്കെ റെഡി ആയിരിക്കും. കാരണം ഒരു സർജറി റൂം എന്ന് പറയുന്നത് അതിനകത്ത് ഒട്ടനവധി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബയോമെഡിക്കൽ രംഗത്ത് കേവലം എഞ്ചിനീയർ മാത്രമല്ല, അവിടെ എന്റർപ്രണേഴ്സ് ആവാം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആകാം. ഇതെല്ലാം വളരെ വിശദമായി സംസാരിക്കേണ്ട കാര്യം. ഓരോ ടോപ്പിക്കും അരമണിക്കൂറോളം സംസാരിക്കാനുണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേവലം ഈ രംഗത്തൊക്കെ തന്നെ വെറും ടെക്നോക്രാറ്റ്സോ എഞ്ചിനീയേഴ്സോ സയന്റിസ്റ്റുമാരോ മാത്രമല്ല, എന്റർപ്രണേഴ്സ് ഒക്കെ ആവാൻ പറ്റും. ഹെൽത്ത് അപ്പോളോ ഒക്കെ ചെയ്യുന്നത്, ISRO ചെയ്യുന്നതൊക്കെ അറിയാം. ടെലിഹെൽത്ത്, ടെലിമെഡിസിൻ, ഈ രംഗത്തൊക്കെ എഞ്ചിനീയേഴ്സിന് ഒരുപാട് സാധ്യതകളുണ്ട്. അതുപോലെ മെക്കാനിക്കൽ ബ്രാഞ്ചിൽ ഓട്ടോമൊബൈൽ, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ്, അതിൽ മെറ്റലർജി, പ്രൊഡക്ഷൻ, ഇതൊക്കെ മെക്കാനിക്കലിന്റെ ഉപവിഭാഗങ്ങളാണ്. അതിന്റെ മദർ ബ്രാഞ്ച് എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. പക്ഷേ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങൾ. ഓട്ടോമൊബൈൽ നിങ്ങൾക്കറിയാം, ഓട്ടോമൊബൈൽ കേവലം വെഹിക്കിൾസ് മാത്രമല്ല, അതില് വെഹിക്കിൾസ് എന്ന് പറയുന്നത് റോഡിലുള്ള വെഹിക്കിൾസ് മാത്രമല്ല, ഫ്ലൈറ്റ്സും പ്ലെയിനുകളൊക്കെ സിലബസ് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. കാരണം ഒരു ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു ഇൻഡസ്ട്രി ഉണ്ടാക്കുന്ന എഞ്ചിനീയേഴ്സ് അല്ല ഇൻഡസ്ട്രിയൽ എഞ്ചിനീയർ. ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ കുറെ ഇൻഗ്രീഡിയൻസും മറ്റു റോ മെറ്റീരിയൽസും ഒക്കെ വരും. അതൊരു പ്രോഡക്റ്റ് രൂപത്തിലായി പുറത്തേക്ക് പോകും. ആ സംഗതി എളുപ്പത്തിൽ ലാഭകരമായി എങ്ങനെ ചെയ്യാം എന്നുള്ളതിന് വേണ്ടി മാൻ മെഷീൻ, അതൊക്കെ അസംബ്ലി ലൈൻ, ഇതൊക്കെ തയ്യാറാക്കുന്ന പരിപാടികളാണ് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് മണി മാനേജ്മെന്റ്, അതുപോലെ
പേഴ്സണൽ മാനേജ്മെന്റ്, ഇതുപോലുള്ള കാര്യങ്ങളും അവർ പഠിക്കേണ്ടത് അതിൽ വരും. മെക്കട്രോണിക്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സും മെക്കാനിക്കലും ചേർന്നുള്ള ബ്ലെൻഡാണ്. കാരണം റോബോട്ടിക്സ് രംഗത്ത്, മെംസിന്റെ രംഗത്ത്, മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് മെംസ്, അതിലൊക്കെ മെക്കട്രോണിക്സ് ആവശ്യമാണ്. അതുപോലെ മെറ്റലർജി, മെറ്റൽസിനെ കുറിച്ചുള്ള പഠനമാണ്. ഓറിൽ നിന്ന് മെറ്റൽസ് വേർതിരിച്ചെടുക്കുക, വെവ്വേറെ ഒട്ടനവധി കാര്യങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ മെറ്റലുകൾ ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് മെറ്റലർജി അവിടെ ഉപയോഗിക്കുന്നു. ഈ ഓരോന്നിനെ കുറിച്ചും വളരെ വിശദമായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കണം. എന്തായാലും മെറ്റലർജിയുടെ സിലബസിൽ എന്താണുള്ളത്, അതിന്റെ കണ്ടന്റ് എന്താണുള്ളത്, ജോബ് സാധ്യതകൾ എന്താണുള്ളത്, അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇതെന്താണുള്ളത്. ഇവിടെ റിസർച്ചുകൾക്കൊക്കെ വളരെ സാധ്യത കൂടിയുള്ള ഒന്നാണ് മെറ്റലർജി. പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ മെക്കാനിക്കലും വളരെ ബന്ധമുള്ളതാണ്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ എനിത്തിങ് പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നാണ് പ്രൊഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ടൂൾസ്, ടൂൾ മേക്കിംഗ്, ഡൈ, അതുപോലെ അനവധി വ്യത്യസ്തങ്ങളായ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കേണ്ട നേരത്തെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട കോഴ്സുകളൊക്കെ തന്നെ അതിലും വരും. ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, ഇതെല്ലാം അതിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായി ഇതുകൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ബയോളജി പഠിച്ച് എഞ്ചിനീയർ എടുക്കേണ്ടി വന്ന കുറച്ച് ആളുകളുണ്ടാവും. വിഷമിക്കൊന്നും വേണ്ട. മെഡിസിന് കിട്ടിയില്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ ആ ഫ്ലേവറുള്ള ഒരു കുറച്ച് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അതിൽ ഒന്ന് ബയോമെഡിക്കൽ തന്നെയാണ്. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ബയോമെഡിക്കൽ അതിൽപ്പെട്ടതാണ്. അതിൽ ബയോടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതും ബയോ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഫുഡ് ടെക്നോളജി ഉണ്ട്, അറിയാമല്ലോ. വാല്യൂ അഡീഷനും മറ്റും, സീസണൽ ഫ്രൂട്ട്സ്, ഫുഡുകൾ, ഇതെല്ലാം പാക്കേജിങ്, ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ് ഫുഡ് ടെക്നോളജി. എന്ന് വെച്ചാൽ പുതിയ ഫുഡ് പ്രൊഡക്ഷൻ, പാക്കേജിങ്, ഇതിനൊക്കെ വേണ്ടി വരുന്ന മെഷീനുകളൊക്കെ ഡിസൈൻ ചെയ്യുക പോലുള്ള കാര്യങ്ങളാണ് ഫുഡ് ടെക്നോളജി ചെയ്യുന്നത്. അതുപോലെ ഡയറി ടെക്നോളജി, പാലുമായി ബന്ധപ്പെട്ട പാൽ ഉൽപ്പന്നങ്ങൾ. പണ്ട് പോലെ പാലിന്റെ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം, ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. പണ്ട് നമ്മൾ തൈര് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ പണ്ടേ ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷെ ഇന്ന് യോഗട്ടുകളും അധികം വ്യത്യസ്തമായ ഐസ്ക്രീമുകളും അനവധി ഡയറി പ്രോഡക്റ്റുകൾ, അത് മിൽക്കി, ന്യൂട്രി ബാർ എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളെ പലതും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം നന്നായി എന്നും അതിന്റെ ക്വാളിറ്റി നിലനിർത്തിക്കൊണ്ട് എത്ര കാലം നിലനിർത്താൻ പറ്റും, അതിന്റെ ഷെൽഫ് ലൈഫ്, ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് അതിനു വേണ്ടിയുള്ള മെഷീനറി ഉണ്ടാക്കുന്നത്. ഡയറി ടെക്നോളജിയിൽ അത് അതിന്റെ സയൻസ്, ആ ഡയറി സയൻസുകാർ നമുക്ക് പറഞ്ഞു തരും. എഞ്ചിനീയേഴ്സ് അത് അപ്ലിക്കേഷൻ ആയിട്ട് നടത്തും. ഇതാണ് സയൻസും എഞ്ചിനീയറിംഗ് തമ്മിലുള്ള വ്യത്യാസം എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ബ്രാഞ്ച് ഒരുപാടുണ്ട്. മാത്രമല്ല ഇത്തവണത്തെ സിലബസിൽ അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗും ഉണ്ട്. അഗ്രികൾച്ചറൽ AL, ഈ പറഞ്ഞത് അഗ്രികൾച്ചർ, രണ്ടും രണ്ടാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കാർഷിക കോളേജ്, തവനൂരുള്ള കോളേജിലുള്ളതാണ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. എന്നാൽ മറ്റു കോളേജുകളിൽ, പ്രത്യേകിച്ച് പ്രൈവറ്റ് മേഖലയിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ആണുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം സിലബസിൽ ഏതാണ്ട് കണ്ടന്റും അതിന്റെ എയിമൊക്കെ ഒന്നാണെങ്കിലും ജോലി സാധ്യതയെ കുറിച്ച് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അതായത് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് അതിൽ. അതായത് കൃഷി ഓഫീസർ ആകാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. അതെല്ലാം ഭാവിയിൽ അതെല്ലാം അതിന്റെ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് അംഗീകരിക്കുകയുള്ളൂ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ കൂടുതൽ IoTക്ക് പ്രത്യേക ക്രെഡിറ്റ് ഉണ്ട്. ഇൻഡസ്ട്രി ഓഫ് തിങ്സ്, ഇലക്ട്രോണിക്സ് വിഭാഗമാണ്. ഇന്ന് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് സെൻസേഴ്സ് ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് പലപ്പോഴും. ഒരു മരത്തിൽ തന്നെ 10, 32, 50 സെൻസറുകൾ ഉണ്ടാവും. കാറുകളിൽ 500 സെൻസറുകളുള്ള പോലെ മരങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ തോട്ടങ്ങളിലും ഒക്കെ അനവധി സെൻസറുകൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് നടത്തുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളാണ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് ഉള്ളത്. ഇത് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ്. അതിലാണ് ബയോ ടെക്നോളജിയും പൗൾട്രിയും വാട്ടർഷെഡ് മാനേജ്മെന്റും ഒക്കെ ഉള്ള വിപുലമായ ഒരു സിലബസാണ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിലുള്ളത്. അതോടെ ഞാൻ എൻ്റെ ടോക്ക് അവസാനിപ്പിക്കുകയാണ്. സത്യത്തിൽ ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് ആകത്തുകയായി പറഞ്ഞതാണത്. സത്യത്തിൽ ഒരുപാട് വിശദമായി പറയേണ്ട കാര്യങ്ങളാണ്. അത് നിങ്ങളൊക്കെ പിന്നീട് ഓരോന്നായി പ്രത്യേകമായി എടുത്ത് പഠിക്കുമെന്ന് കരുതുകയാണ്. കാരണം സമയത്തിനെ കുറിച്ച് ഞാൻ വളരെ കെയർഫുള്ളാണ്. കാരണം ഒരുപാട് പേര് സംസാരിക്കാനുണ്ടെന്നറിയാം. അതുകൊണ്ട് തുടക്കം വിട്ടു തരാനും ഒരു ചിന്ത ഉണർത്തിവിടാനും മാത്രമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിന് സംസാരിക്കാനുള്ള ഇങ്ങനെ ഒരു അവസരം തന്നെ, പ്രത്യേകിച്ച് ഒരു വളരെ ഉദാത്തമായ ഒരു പരിപാടിക്ക് വേണ്ടി എന്നെ ക്ഷണിച്ചതിൽ പ്രത്യേകിച്ചും ഡോക്ടർ വന്ദനയോടും പിന്നെ അതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രിയങ്കര നമ്മുടെ വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുന്നു. Thank you very much. Thank you, sir. Next, I welcome Dr. Sajesh Kumar Yu, Associate Professor of GCEK and Coordinator of Career Guidance and Placement Unit, sir, GCEK, to discuss the placements. Over to you, sir. Thank you, Aishwarya. ആദ്യമായിട്ട് ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന
ഡോക്ടർ വന്ദന മാം, അതുപോലെ തന്നെ GCKയുടെ പിന്നിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇങ്ങനൊരു നല്ലൊരു പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്യുന്നതിൽ. അതുപോലെ ഡോക്ടർ നവാസ് സാർ ഇപ്പം സംസാരിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രിൻസിപ്പൽ ജയപ്രകാശ് സാറും കുറേ കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബേസിസിൽ നോക്കാൻ തന്നെ ആദ്യം ഈ എന്തൊക്കെ കോഴ്സസ് ഉണ്ട്, പഠിക്കാൻ പറ്റിയ എന്തൊക്കെ കോഴ്സസ് എഞ്ചിനീയറിംഗിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ പ്ലേസ്മെന്റ് എന്നുള്ള കണ്ടന്റ് ഓട്ടോമാറ്റിക്കലി വന്നു കഴിഞ്ഞു. നവാസ് സാർ എന്നെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല കാര്യങ്ങളും പറയാൻ ഉദ്ദേശിച്ച പല കാര്യങ്ങളും നവാസ് സാർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ഡ്യൂട്ടി വളരെ കുറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഒന്നാമത് നവാസ് സാർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എൻ്റെ സൗണ്ട് ബ്രേക്ക് ചെയ്യുന്നിട്ട് പറയണേ. ഓക്കെ, ഷുവർ, താങ്ക് യു. അപ്പോ ഈ പാഷൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്നുള്ള കാര്യം സാർ വളരെ നന്നായിട്ട് പറഞ്ഞു. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന പലപ്പോഴും നമ്മളെ സ്വാധീനിക്കാൻ ഒരുപാട് മേഖലകളുണ്ട് ഇന്നത്തെ കാലത്ത്. വെബ്സൈറ്റ്സ്, കരിയർ കൗൺസിലേഴ്സ്, അഡ്വൈസേഴ്സ് ഉണ്ടാവും, ട്രെയിനിങ് കമ്പനീസ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, പാരൻസ്, അങ്ങനെ ഒരുപാട് നമ്മളെ സഹായിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ അറൗണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഐഡിയ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും അവർ പറയുന്നതിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. പലപ്പോഴും നമ്മുടെ മൈൻഡിൽ ഒരിക്കലും വരില്ല എനിക്ക് ഇന്ന കോഴ്സാണ് നല്ലത് എന്നുള്ള കാര്യം വരില്ല. പലപ്പോഴും അവർ പറയുന്നത് എന്താണോ, മറ്റുള്ളവർ പറയുന്നത് എന്താ, ആ ഡയറക്ഷനിലേക്ക് നമ്മുടെ തിങ്കിങ് പോവാം. അപ്പോ ചിലപ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് നമുക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കോഴ്സിലേക്കാണ്. അത് ഒരു MBBS ആണെങ്കിൽ പോലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ പോലും, രണ്ടിടത്തും അല്ലെങ്കിൽ എല്ലാ കേസിലും ഇതേ കൺസെപ്റ്റ് വരാം. MBBS ഹൈ റാങ്ക് നേടുന്ന കുട്ടികളുണ്ട്, പക്ഷെങ്കിൽ അവർ ചിലപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ളവരാവണമെന്നില്ല. മെഡിക്കൽ സയൻസിനോട് അവർക്ക് ചിലപ്പോൾ എഞ്ചിനീയറിംഗിനോട് താല്പര്യമുള്ളവരാവും, എഞ്ചിനീയറിംഗിന് വരുന്നവർ മെഡിസിനോട് ഭയങ്കര താല്പര്യമുള്ളവരാവും. അങ്ങനെ എല്ലാ തരത്തിലും വരാം. ഞാൻ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഇത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ മെഡിക്കലിൽ പോകുന്ന കുട്ടികളെ പറ്റി കേട്ടിട്ടുണ്ട്. മെഡിക്കലിൽ ഹൈ റാങ്ക് കിട്ടി എയിംസിലൊക്കെ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ പലപ്പോഴും അവർക്കൊരു സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ വരുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഏതെങ്കിലും സ്പെഷ്യലൈസേഷനിലേക്ക് ഒതുങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അധികം പ്രശ്നങ്ങളില്ല, എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ലല്ലോ, എനിക്കധികം കാര്യങ്ങൾ ചെയ്യേണ്ടല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റില് അവർ ആദ്യം സെലക്ട് ചെയ്യുന്നത് അങ്ങനത്തെ വളരെ റെസ്പോൺസിബിലിറ്റീസ് കുറഞ്ഞ അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്പെഷ്യലൈസേഷൻസ് ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ഒരിക്കലും നല്ല കുട്ടികൾ എടുക്കുന്നുമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ചും കൂടെ താഴെയുള്ള ആവറേജ് ലെവലിലുള്ള കുട്ടികളായിരിക്കും അങ്ങനത്തെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് കൂടി വരുന്നുണ്ട്. അതിന് പകരം നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഞ്ചിനീയറിംഗിലാണെങ്കിലോ മെഡിസിനിലാണെങ്കിലോ നമുക്ക് ഏറ്റവും കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ എത്തിച്ചേരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒന്നിനെയും പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ലെന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണെങ്കിലോ ഇഷ്ടമുള്ള മേഖലയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിലേക്ക് ചെന്ന് ജോയിൻ ചെയ്യുക, അത് സെലക്ട് ചെയ്യുക, പഠിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അത് പാഷൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ പറ്റി പറയുമ്പോൾ അതാണ് ശരിക്കുള്ള ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ എനിക്ക് പാസ്സാകാൻ പറ്റുമോ അങ്ങനത്തെയുള്ള കൺസെപ്റ്റ്സിനെ കാണാൻ കൂടുതൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ. നവാസ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് നമ്മളെ ശരിക്കും ഒരു സബ്ജക്റ്റ് എളുപ്പമോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടോ ആക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ഏരിയ എളുപ്പമോ ഡിഫിക്കൽട്ടോ ആക്കി മാറ്റുന്നത്. അതാണ് അതിലുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എഞ്ചിനീയറിങ്ങിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, നമുക്കിപ്പോ ഈ ലോകം മൊത്തം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് കൺസ്ട്രക്ഷൻസ് നമുക്ക് അറൗണ്ട് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, നമ്മൾ താമസിക്കുന്ന വീടുണ്ട്, നമുക്ക് അറൗണ്ട് റോഡ്സ് ഉണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്, നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തരുന്ന ഒരുപാട് കൺസ്ട്രക്ഷൻസ് നമ്മുടെ ഈ ലോകത്തുണ്ട്. ഇതെല്ലാം ഡിസൈൻ ചെയ്യേണ്ട ആൾക്കാരാണ് നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ്. അപ്പൊ സിവിൽ എഞ്ചിനീയേഴ്സ് ആണ് ശരിക്കും ഈ ലോകം മൊത്തം കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നൊരു തരത്തിൽ പറയാം. രണ്ടാമത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് വെഹിക്കിൾസ് കാണാം, നമുക്ക് എയറോപ്ലെയിൻസ് കാണാം, ട്രെയിൻസ് കാണാം, അങ്ങനെ ഒരുപാട് എൻജിൻസ്,
മെക്കാനിക്കലായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാം. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ വരുവാണെങ്കിൽ നമുക്ക് റെഫ്രിജറേറ്റർ കാണാം, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ, AC, അങ്ങനെ ഒരുപാട് മെഷീൻസ് ഉണ്ട്. ഈ മെഷീൻസ് എല്ലാം ഡിസൈൻ ചെയ്യേണ്ടതും ബിൽഡ് ചെയ്യേണ്ടതും ആൾക്കാരാണ് നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ അടുത്ത ഇതിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് വീട്ടിലേക്ക് കറണ്ട് തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്യുന്ന, റെഫ്രിജറേറ്റർ ആണെങ്കിലും AC ആണെങ്കിലും എല്ലാം വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം. നമുക്ക് രാത്രി പ്രത്യേകിച്ച് നമുക്ക് കറണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് മെഷീൻസ് എന്തും വർക്ക് ചെയ്യണം. ഇന്നത്തെ കാലത്ത് എല്ലാം ഓട്ടോമേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം ഇലക്ട്രിസിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇലക്ട്രിസിറ്റി ഫ്യൂവൽസ് എല്ലാം കൺസ്യൂം ചെയ്ത് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു ജനറേഷൻ ഒരു ഹയർ ലെവലിലേക്ക് എത്തുമ്പോഴേക്ക് ചിലപ്പോൾ നമ്മുടെ ലോകത്ത് ഫ്യൂവൽസേ ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാർ ഈ റിന്യൂവബിൾ എനർജി അങ്ങനത്തെ പുതിയ സോഴ്സസ് ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് എഞ്ചിനീയേഴ്സിന്, ക്രിയേറ്റീവായിട്ടുള്ള എഞ്ചിനീയേഴ്സിന് ആവശ്യമുണ്ട് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നമ്മുടെ മുന്നിൽ മൊബൈൽസ് ഉണ്ട്, ലാപ്ടോപ്സ് ഉണ്ട്, ഒരുപാട് ഹാൻഡ് ഹെൽഡ് ഡിവൈസസ് ഉണ്ട്, ഇപ്പം സ്മാർട്ട് വാച്ചസ്, സെൻസേഴ്സ്. ഇപ്പം നമ്മുടെ എന്താ പറയാ, ഈ പല ഇൻഡസ്ട്രീസും മാത്രമല്ല നമ്മൾ ഇപ്പം സെൻസേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിലും നമ്മുടെ ദേഹത്തുമായിട്ടൊക്കെ ഒരുപാട് സെൻസേഴ്സ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് പലരും. അപ്പൊ അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ആ ഏരിയയിൽ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ആ ഏരിയയിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും വരുന്നത്. ഒബ്വിയസ്ലി ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് എല്ലാ ഏരിയയിലും ചെയ്യാൻ പറ്റും. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ കാണുന്ന മൊബൈൽ നെറ്റ്വർക്ക്സ്, 5G 6G എന്നെല്ലാം പറയുന്ന എല്ലാ നെറ്റ്വർക്ക്സും അതെല്ലാം നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിന് ഡിസൈൻ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ മേഖലയിലും കമ്പ്യൂട്ടർ സയൻസ് കടന്നു കഴിഞ്ഞു. കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാത്ത ഏരിയ ഒന്നുമില്ല എന്ന് തന്നെ ഇന്നത്തെ കാലത്ത് പറയാം. എല്ലാവിടെയും ഓട്ടോമേഷൻ ഉണ്ട്, എല്ലാവിടെയും നമുക്ക് സോഫ്റ്റ്വെയർസ് ആവശ്യമാണ്. നമുക്ക് ഈവൻ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് സോഫ്റ്റ്വെയർസ് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ ഏരിയയിലും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും ഡിമാൻഡ് ഇന്നത്തെ കാലത്ത് വരുന്നത്. അപ്പൊ ഇതാണ് എഞ്ചിനീയറിംഗിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ. ഞാൻ പലപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസിക് കോഴ്സസ്, നമ്മൾ നവാസാർ നേരത്തെ പറഞ്ഞ ഈ 5 ബേസിക് കോഴ്സസ് സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ സ്പെഷ്യലൈസേഷൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട സ്പെഷ്യലൈസേഷൻസ് നമ്മൾ ഒരു MTech കോഴ്സായിട്ട് അല്ലെങ്കിൽ PG കോഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് നമ്മൾ നേരത്തെ BTechൽ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ ആ ഏരിയയിൽ ഒതുങ്ങിപ്പോകും. ഇപ്പോ ഒരു ഇലക്ട്രോണിക്സ് എടുത്ത ഒരാൾക്ക് വേണമെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് ടെക്നോളജി അല്ലെങ്കിൽ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ അങ്ങനത്തെ ഏരിയയിലൊക്കെ വരാൻ പറ്റും. പക്ഷെ അങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് എടുത്ത ആൾക്ക് ഒരിക്കലും തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല. അപ്പൊ അതൊരു പ്രശ്നമാണ്. പലപ്പോഴും അവർക്ക് ബേസിക്സ് നന്നായിട്ട് അറിയാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനത്തെ സ്പെഷ്യലൈസ്ഡ് കോഴ്സസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിരിച്ചു വരാൻ പറ്റില്ല, അവർക്ക് ആ കോഴ്സിൽ തന്നെ അല്ലെങ്കിൽ ആ ഏരിയയിൽ തന്നെ ഒതുങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു കോർ കോഴ്സ് പഠിച്ച ഒരു കുട്ടിക്ക് ഒബ്വിയസ്ലി മറ്റുള്ള ഏരിയസിൽ എളുപ്പം പോകാൻ പറ്റും. ബിക്കോസ് ബേസിക്സ് അവർക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെ. അപ്പൊ അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബേസിക് കോഴ്സ് പഠിക്കുക, അതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഇലക്ടീവ് കോഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ പ്രോജക്റ്റ് ആയിട്ടോ BTech തന്നെ നിങ്ങൾക്ക് സ്പെഷ്യലൈസ്ഡ് കോഴ്സസിന് പാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ MTechന് പോവുക, ഹയർ സ്റ്റഡീസിന് പോവുക, അവിടെ നിങ്ങൾക്ക് ആ കോഴ്സിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ 2 ലെവലിലുള്ള നോളജാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ബേസിക്സ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തു, അതിന്റെ മുകളിൽ നിങ്ങൾ ബിൽഡപ്പ് ചെയ്യാണ് പുതിയ ടെക്നോളജീസ്, സ്കിൽസ് പഠിക്കുന്ന രീതിയിൽ. അപ്പൊ അതിനെ അങ്ങനെ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ പറഞ്ഞു വരുമ്പോൾ നമ്മള് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒന്ന് MBBS ആണ്, രണ്ടാമത്തത് കമ്പ്യൂട്ടർ സയൻസ് ആണ് എഞ്ചിനീയറിംഗില്. മറ്റുള്ളതിലൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ഇതിന് രണ്ടിനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള പേരിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള MBBS അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ ആണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. ഇപ്പൊ ഈ രണ്ടിലും ഉള്ള പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, MBBSന് പോകുന്ന ഒരു കുട്ടി, എൻ്റെ ബ്രദറിന്റെ തന്നെ മകളുടെ ഒരു കേസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ MBBSന് അവള് MBBSന് ട്രൈ ചെയ്തു, കിട്ടിയില്ല. അപ്പൊ BDSന് ജോയിൻ ചെയ്തു അടുത്ത വർഷം. 3 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും അവള് വിചാരിക്കുന്ന ഇനി 2 വർഷം കൂടെ ബാക്കിയുണ്ടല്ലോ ഇനി എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് അവിടെ കൂടെ പഠിച്ച എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്ത കുട്ടി പറയുകയാണ്, എനിക്ക് ജോലി കിട്ടിയ, എനിക്കൊരു 5 or 6 lakhs ഉള്ള ജോലി കിട്ടി, ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോവാണെന്ന് പറയാണ്.
അപ്പൊ അത് കഴിഞ്ഞ് ഇവള് പിന്നെ ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇയർ കഴിഞ്ഞപ്പോ പിന്നെ അവരുടെ ജൂനിയർ ബാച്ചിൽ എഞ്ചിനീയറിംഗ് കുട്ടി പറഞ്ഞു എനിക്കും ജോലി കിട്ടി, ഞാനും ജോലി ജോയിൻ ചെയ്യാൻ പോകണം. ഇവളെപ്പോഴും വെയിറ്റ് ചെയ്യാണ്, ഓക്കെ നെക്സ്റ്റ് ഇയർ ഹൗസ് സർജൻസിയും കൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ എന്നെല്ലാം വിചാരിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത് ഡോക്ടർ ആവണമെങ്കിൽ ഓൾ ഇന്ത്യ ലെവൽ നടത്തുന്ന വേറൊരു ടെസ്റ്റ് കൂടി ഉണ്ട്, അതും കൂടെ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത്. പക്ഷെ അപ്പോഴും ഒരു ഡോക്ടറിന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. അപ്പം പറയും PG ചെയ്യണമെന്ന്. അപ്പൊ 2-3 വർഷം PGക്ക് വേണ്ടി പോകും. അങ്ങനെ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഒരു ഡോക്ടറിന് ഒരു ജോലി, നല്ലൊരു ജോലി കിട്ടുന്നത്. ചിലപ്പോൾ ഒരു 15 ഇയേഴ്സ് എടുക്കും, ഒരു 5 or 6 lakh സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതേ സമയത്ത് തന്നെ ഒരു എഞ്ചിനീയറിംഗിന് ജോയിൻ ചെയ്യുന്ന കുട്ടി 3rd ഇയർ കഴിഞ്ഞ് 4th ഇയറിലേക്ക് എത്തുമ്പോൾ പ്ലേസ്മെന്റ് നടക്കുകയാണ്. ആ കുട്ടിക്ക് ഒരു 5 or 6 lakhs അല്ലെങ്കിൽ 10 lakhs 15 lakhs ഒക്കെ കിട്ടുന്ന ഒരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് ശരിക്കും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആണ്. 3 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് 4th ഇയറിൽ വരുമ്പോൾ തന്നെ അത്രയും സാലറി ഉള്ള ഒരു ജോലി കിട്ടുകയാണ്. അത് ഒരു 10 or 15 ഇയേഴ്സ് കഴിയുമ്പോഴേക്ക് അതേ ആള് തന്നെ ഒരു 50 lakhs അല്ലെങ്കിൽ 1 crore ഒക്കെ സാലറി സമ്പാദിക്കുന്ന ആ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരും ഒരു എഞ്ചിനീയറിംഗിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ എഞ്ചിനീയറിംഗ് മേഖലയിലുണ്ട്. പലപ്പോഴും നമ്മളത് കാണാറില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് അറിയാറില്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഈ ഡോക്ടർ ആവുന്നത് ഞാൻ പറഞ്ഞ കുറച്ച് ഈ കമ്പ്യൂട്ടേഷനും അതുപോലെ തന്നെ ഓട്ടോമേഷനും ഒക്കെ ഒരുപാട് ഡോമിനേറ്റ് ചെയ്യുന്ന ഇന്നത്തെ കാലത്ത് നാളെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ചിലപ്പം ഈ ഡോക്ടർ എന്നുള്ള ജോബിന് തന്നെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാണ്ട് വരും. പ്രത്യേകിച്ചും ഒരു നമ്മുടെ എന്തെങ്കിലും ബ്ലഡ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സിംറ്റംസ് ടെസ്റ്റ് ചെയ്യാനോ എല്ലാത്തിനും നമുക്ക് ഇന്നത്തെ കാലത്ത് IoT സെൻസേഴ്സ് എല്ലാം ഉണ്ട്. അത് ആ സെൻസേഴ്സും അല്ലെങ്കിൽ അങ്ങനത്തെ മെഷർമെന്റ് യൂണിറ്റ്സ് ഒക്കെ വെച്ചിട്ട് രോഗിയുടെ എന്തൊക്കെ കാര്യങ്ങളാണ് മെഷർ ചെയ്യേണ്ടത് അതൊക്കെ മെഷർ ചെയ്ത് നേരെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ക്ലൗഡ് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അകലെ ഇരിക്കുന്ന US ഇരിക്കുന്ന വളരെ പ്രശസ്തനായ ഒരു ഡോക്ടർക്ക് അതിനുള്ള പ്രിസ്ക്രിപ്ഷൻസും എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു തരാൻ പറ്റുന്നതേ ഉള്ളൂ. അങ്ങനെയാകുമ്പം ചിലപ്പോൾ നമുക്ക് ഒരു ഡോക്ടറിന് നേരെ മില്യൺസ് ഓഫ് ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പറ്റും. ആ ഒരു കണ്ടീഷനിലൊക്കെ ആയിരിക്കും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ റോബോട്ടിക്സും ഓട്ടോമേഷനും എല്ലാം വരുമ്പോൾ അപ്പൊ അങ്ങനെയാകുമ്പോൾ ഡോക്ടർമാരുടെ നമ്പറും റിക്വയർമെന്റും ഒരുപാട് കുറഞ്ഞു വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഈ റോബോട്ടിക്സ് സർജറി നടത്താൻ ഇപ്പൊ റോബോട്ട്സ് ഒക്കെ മതി എന്നുള്ള ഒരു കേസൊക്കെ വരുമ്പോൾ കുറെ അങ്ങനെ ഡോക്ടർമാരുടെ ജോലി ഒരുപാട് കുറഞ്ഞു വരാനുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ പറയുന്നത് ഡോക്ടർമാരുടെ ജോലി ഒരുപാട് കുറയുന്നതല്ല. ആ സമയത്ത് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടെക്നോളജിയോ എന്തെങ്കിലും ആ ഏരിയയിൽ മെഡിക്കൽ ഏരിയയിൽ തന്നെ വേറെ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഒക്കെ വരാം. ഇപ്പൊ ഡോക്ടർമാരുടെ ആവശ്യം ആ ഏരിയയിലേക്ക് കൂടുതലായിട്ട് വരാം. അതുകൊണ്ട് കുറഞ്ഞു പോകുന്നൊന്നും പറയുന്നില്ല. പക്ഷെങ്കിൽ അങ്ങനെയുള്ള ഒരു ചാൻസ് കൂടെ വരുന്നുണ്ട്. അതേപോലെ ഈ കമ്പ്യൂട്ടർ സയൻസിനെ പറ്റി പറയുമ്പോൾ ചിലപ്പോൾ നമ്മളെല്ലാവരും പറയും എല്ലാ ജോലിയും കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്കൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമല്ല ജോലി. നമ്മുടെ ഈ അടുത്ത കാലത്തൊക്കെ ഈ ഡിജിറ്റലൈസേഷൻ ഒക്കെ വന്നപ്പോൾ ഈ സിവിലിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഉള്ള ജോലികളെല്ലാം കമ്പ്യൂട്ടർ സയൻസ് ജോലികളായി മാറി പോകുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും. എല്ലാ കമ്പനീസിനും കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് മാത്രം മതി, ബാക്കിയുള്ള കോർ എഞ്ചിനീയറിംഗിലെ സ്റ്റുഡൻസിനൊന്നും ആവശ്യമില്ല എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പേടി അസ്ഥാനത്താണെന്ന് പറയാനുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ ഓട്ടോമേഷൻ, അതുപോലെ തന്നെ ഓട്ടോമേഷൻ ചെയ്യുന്ന ചിലപ്പോൾ റോബോട്ട്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പല ഏരിയസിലും. അതുപോലെ തന്നെ ഡ്രോൺസ് ഉണ്ട് ഇന്നത്തെ കാലത്ത്, IoT ഉണ്ട്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട്. ഇതിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതാണെങ്കിൽ പോലും ഇതെല്ലാം സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് മറ്റുള്ള എഞ്ചിനീയറിംഗ് ഇല്ലാണ്ട് പറ്റില്ല. ഒരു സിവിൽ എഞ്ചിനീയർ വേണം. അത് ഇൻഫ്രാസ്ട്രക്ചറിൽ ഈ റോബോട്ടിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഡ്രോണിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ IoT എങ്ങനെ സെറ്റപ്പ് ചെയ്യണം എന്നുള്ള ഡിസൈഡ് ചെയ്യണമെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയർ വേണം. അതിനുള്ള മെഷീൻ പാർട്ട് എങ്ങനെയാണ്, റോബോട്ടിന്റെ എഞ്ചിൻ എങ്ങനെയാണ്, മോട്ടോർ എങ്ങനെയാണ്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വേണം, പാക്കേജ് ചെയ്യുന്നത് എങ്ങനെ വേണം, എല്ലാം ഡിസൈഡ് ചെയ്യേണ്ട ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അതിന് ഒരുപാട് പവർ ആവശ്യമാണ്. ഡ്രോൺ ആണെങ്കിലും അതുപോലെ തന്നെ റോബോട്ട് ആണെങ്കിലും എല്ലാം ഒരുപാട് പവർ ആവശ്യമാണ്. ആ പവർ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വേണം.
അത് ഡിസൈൻ ചെയ്യണം, അതിന് ഇലക്ട്രോണിക്സ് സെൻസർ പാർട്ടുകളൊക്കെ ഡിസൈൻ ചെയ്യണ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് വേണം. അപ്പൊ അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസിൽ ഈ ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതനുസരിച്ച് ബാക്കി എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളിലും ജോലി അതിനനുസരിച്ച് കൂടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് നമ്മുടെ ഈ അടുത്ത കാലത്ത് കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മുടെ കോളേജിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് കിട്ടിയത് കമ്പ്യൂട്ടർ സയൻസ് ഏരിയയിലാണെങ്കിലും കൂടുതൽ കമ്പ്യൂട്ടർ സയൻസ് ഇൻ ദ സെൻസ് എല്ലാ ബ്രാഞ്ചിലും കുട്ടികൾക്കും ജോലി കിട്ടുന്നുണ്ട്. പക്ഷെങ്കിൽ കൂടുതൽ ജോലികളും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലേക്കുള്ള ജോലികളാണെന്ന് ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഈ വർഷം അത് നേരെ മറിഞ്ഞു വന്നു. ഈ വർഷം കമ്പ്യൂട്ടർ സയൻസിലെ ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് കുറഞ്ഞു പോയി. ബിക്കോസ് കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയിൽ തന്നെ സ്ലോ ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഇൻഡസ്ട്രീസും ആൾക്കാരെ കുറച്ച് കൊണ്ടുവരികയാണ്, എംപ്ലോയീസിനെ കുറച്ച് കൊണ്ടുവരികയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി കമ്പ്യൂട്ടർ സയൻസിലെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടത് മറ്റുള്ള ഏരിയാസിൽ, മറ്റുള്ള ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചസിൽ, സിവിൽ, മെക്കാനിക്കൽ അടക്കം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. വലിയ വലിയ കമ്പനികളുടെ നല്ല നല്ല ഓഫേഴ്സ്, 8 lakhs 10 lakhs 18 lakhs ഒക്കെ കിട്ടിയ കുട്ടികളുണ്ട്. ഇലക്ട്രോണിക്സിൽ ഒരു കുട്ടിക്ക് നമുക്ക് 18.5 lakhs ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത്രയും വലിയ ഹൈ സാലറി അവരുടെ 3rd year കഴിഞ്ഞ് 4th yearലേക്ക് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് കിട്ടുകയാണ്. അതെല്ലാം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുന്നിലുണ്ട്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമല്ല, കമ്പ്യൂട്ടർ സയൻസിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ബാക്കി എല്ലാ എഞ്ചിനീയറിംഗ് മേഖലകളിലും അതേപോലത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ലാപ്ടോപ്സ് ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺസ് ഉണ്ട്, ടാബ്ലറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പണ്ടൊക്കെ ഞാൻ ആലോചിച്ചിട്ടുള്ളത്, ഞാൻ ബീങ് എ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ, ഞാൻ വിചാരിച്ചിരുന്നത് ഇതെല്ലാം ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആണ് ഡിസൈൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന് ഡിസൈൻ എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ ഫാബ്രിക്കേഷനും പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതെല്ലാം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിന്റെ പാർട്ടാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിന്റെ വർക്കല്ല, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിന്റെ വർക്കല്ല. അത് എല്ലാവരും അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയർ, കെമിക്കൽ എഞ്ചിനീയർ അടക്കം അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖലയാണ് എഞ്ചിനീയറിംഗ്. എല്ലാവർക്കും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോളേജിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷം നമുക്ക് 400+ ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കോളേജിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അറൌണ്ട് 350-400 സ്റ്റുഡൻസ് ആണ് നമുക്കുള്ളത്. 400 ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് തന്നെ മൾട്ടിപ്പിൾ ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്രയും നമ്പർ വന്നിട്ടുള്ളത്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 220 ആ റേഞ്ചിലായിരുന്നു. അപ്പോ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് IT കമ്പനീസിലൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, അവർക്ക് ഒരുപാട് റിക്വയർമെന്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നമ്പർ വളരെ ഹൈയിലേക്ക് എത്തിയത്, ഒരുപാട് ഉയർന്ന ലെവലിലേക്ക് എത്തിയത് അതുകൊണ്ട് മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ വർഷം ഈ വർഷം നമ്മുടെ നമ്പർ വളരെ കുറഞ്ഞു പോയി. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞു പോയി, വളരെ കുറഞ്ഞു പോയി എന്നല്ല, ഒരു 300 വരെയൊക്കെ നമ്മൾ ഇപ്പോഴും എത്തി നിൽക്കുന്നത്. 300-ന്റെ അടുത്താണ് ഓഫേഴ്സ് എത്തി നിൽക്കുന്നത്. പക്ഷെ അതിൽ കൂടുതലും കോർ കമ്പനീസ് ആണ്. IT കമ്പനീസിന്റെ കോൺട്രിബ്യൂഷൻ കുറച്ച് റിലേറ്റീവ്ലി കുറവാണ്. മറ്റുള്ള കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ IT കമ്പനീസിന്റെ കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. കോർ കമ്പനീസിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതലായിട്ട് വന്നത് ഈ വർഷം. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആ നമ്പർ 300-ന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇന്ന കോഴ്സ് എന്നൊന്നും നോക്കിയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ പാഷൻ അങ്ങനത്തെ ഡിപ്പെൻഡ്. നമുക്ക് ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന സബ്ജക്ട് ഏതാണ് അല്ലെങ്കിൽ ഏരിയ ഏതാണ് അത് വെച്ച് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചിലപ്പോൾ ജോയിൻ ചെയ്യുമ്പം IT ഇൻഡസ്ട്രിയിൽ ഭയങ്കര ബൂമായിരിക്കും. അപ്പൊ നമ്മൾ പറയും കമ്പ്യൂട്ടർ സയൻസിൽ ജോയിൻ ചെയ്യുക, അതിലാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള പ്ലേസ്മെന്റ്സ് ഉള്ളത് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. പക്ഷെങ്കിൽ അത് കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി, കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. ആ 4 വർഷം കഴിയുമ്പോഴേക്ക് ഈ IT മേഖല മേലോട്ടേക്ക് പോയിട്ട് നേരെ താഴോട്ടേക്ക് വന്നിട്ടുണ്ടാവും, സ്ലോ ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പറയും കമ്പ്യൂട്ടർ സയൻസിന് ഒരു ഓപ്പർച്യൂണിറ്റീസും ഇല്ല, അതുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ജോയിൻ ചെയ്തെന്ന്. ആ വർഷത്തെ കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലാത്ത മറ്റുള്ള ബ്രാഞ്ചസ് ജോയിൻ ചെയ്യാൻ നോക്കും. പക്ഷെ ആ കുട്ടികൾ 4 വർഷം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്ക് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ ഓപ്പർച്യൂണിറ്റി മുകളിലോട്ട് എത്തിയില്ല. അതുകൊണ്ട് എപ്പോഴും ഇതിൽ മുകളിലോട്ടും താഴോട്ടും പോകുന്ന ഒരു കാര്യമുണ്ട്.
ജോബ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ അതുകൊണ്ടൊന്നും ഭയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ പാഷനേറ്റ് ആണ്, നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവർക്കും ജോലി കിട്ടും. അത് 100% ഉറപ്പാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധികം സമയം എടുത്തില്ല എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. താങ്ക് യു സജേഷ് സർ. Now, I welcome Professor Binish KB, Department of Computer Science and Engineering, GCE Kannur, to give us clear picture about the admission process. Over to you, sir. So thank you. I think I am audible. Yes, sir. പറയുന്ന കേൾക്കാമല്ലോ അല്ലേ? Yes, sir. ഓക്കെ. ഇവിടെ ഇപ്പം നമ്മുടെ പ്രോസസ് അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെന്റ് ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ നവോഷ് സാറും സജീഷ് സാറും വളരെ വിശദമായി തന്നെ സംസാരിച്ചല്ലോ. ഇപ്പൊ എൻ്റെ അടുത്ത് പറയാൻ അല്ലെങ്കിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ അഡ്മിഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ടോട്ടൽ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം മാത്രമാണ്. ഇപ്പോ നമുക്ക് ഇന്നലെയോട് കൂടിയിട്ട് നമ്മൾ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മളെ എൻട്രൻസ് എക്സാമിൻ്റെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്തിരുന്നു നേരത്തെ. അതിൻ്റെ മാർക്ക് പബ്ലിഷ് ചെയ്തിരുന്നു. പിന്നെ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ കയ്യിലും അവരെ +2ൻ്റെ മാർക്സ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നലത്തോട് കൂടിയിട്ട് ആ മാർക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ കുട്ടികളെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മാർക്ക് ഡീറ്റെയിൽസ് അവരിപ്പം സിഇയുടെ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓരോ കുട്ടിയോടും അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന അതേ ഡാറ്റ തന്നെയാണോ ഇപ്പോൾ അതിൻ്റെ അകത്ത് ഉള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 12-ാം തീയതി വരെയാണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 12-ാം തീയതി കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഞാൻ പ്രതീക്ഷിക്കുന്നത് 20-ാം തീയതി ആകുമ്പോഴത്തേക്കും സിഇയുടെ റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. സിഇയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയും മിക്കവാറും ജൂൺ അവസാനം ഒരു ജൂൺ 30 ആകുമ്പോഴത്തേക്കും ഫസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അപ്പോൾ ജൂൺ 12 വരെ നമുക്ക് മാർക്ക് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ കറക്ഷൻസ് വരുത്താനുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ജൂൺ 12-ാം തീയതി വരെ ഇപ്പം നമുക്കുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ജൂൺ 20-ാം തീയതിയോടുകൂടി നമുക്ക് എൻട്രൻസ് കമ്മീഷണറെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനുശേഷം ഒരു 5-6 ദിവസത്തിനകത്ത് നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ കുട്ടിക്കും 100-ലധികം ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഇതിനകത്ത് എൻട്രൻസ് കമ്മീഷണർ സൈറ്റിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ ഒരു ഐഡിയ ആദ്യം വേണം. എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഏത് കോളേജിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള എല്ലാ ഐഡിയ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം വൺസ് നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻസിന്റെ ബേസിലാണ് അലോട്ട്മെന്റ് അല്ലെങ്കിൽ നമ്മൾ അലോക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതിൻ്റെ അകത്ത് വരുത്തുന്ന എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ചിലപ്പോൾ നമുക്ക് എലിജിബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കോളേജിൽ അഡ്മിഷൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യം എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ കോഴ്സിനാണ് നമുക്ക് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കണം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് പഠിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏത് കോളേജിലായാലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് കോളേജിൻ്റെ റാങ്കുകളോ അല്ലെങ്കിൽ അതിന് പല ക്രൈറ്റീരിയസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ ക്രൈറ്റീരിയ അനുസരിച്ച് ആ കോളേജുകളിൽ നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ഓപ്ഷനുകൾ മുഴുവൻ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ കോഴ്സ് വരുന്ന കോളേജുകൾ മുഴുവൻ ഞാൻ ചൂസ് ചെയ്തിട്ട് അത് എൻ്റെ ഫസ്റ്റ് ഓപ്ഷനുകളായിട്ട് ഞാൻ കൊടുക്കണം. അതല്ല എനിക്കൊരു പെർട്ടിക്കുലർ കോളേജിലാണ് പഠിക്കേണ്ടത്, ആ കോളേജിൽ പഠിച്ചാൽ മതി, ആ കോളേജിൽ ഏത് കോഴ്സായാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൈമറി ഓപ്ഷനുകൾ മുഴുവൻ ആ കോളേജിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതേപോലെ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗവൺമെന്റ് കോളേജുകളിൽ അറിയാം ഏകദേശം 6500 രൂപ 7000 രൂപയോളാണ് നമ്മളെ ഒരു നോർമൽ ഫീസ് വരുന്നത്, ആനുവൽ ഫീസ് എന്ന് പറയുന്നത്.
അതേസമയം നമ്മളൊരു ഈ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളായിട്ടുള്ള IHRD, കേപ്പ് അതേപോലത്തെ കോളേജുകളിലൊക്കെ LBSന്റെ കോളേജ് പോലത്തെ കോളേജുകളിലൊക്കെ ഏകദേശം 35,000-37,000 രൂപയാണ് ആനുവൽ ഫീസ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഈ ഗവൺമെന്റ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ തന്നെ അവരുടെ മാനേജ്മെന്റ് സീറ്റുകളുണ്ട്. അത് ഏകദേശം ഒരു 60,000-65,000 രൂപയോളമാണ് അവരുടെ ഫീസ് വരുന്നത്. ഇതൊന്നും അല്ലാതെ നമുക്കുള്ള കംപ്ലീറ്റ്ലി സെൽഫ് ഫിനാൻസ് കോളേജസ് ഉണ്ട്. അത് ഓരോ കോളേജിനും സെപ്പറേറ്റഡ് ആണ് അവരുടെ ഫീസുകളും സാധനങ്ങളും എല്ലാം. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ബൈ മിസ്റ്റേക്ക് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ കോളേജിന്റെ മുകളിലങ്ങനായിട്ട് ഇതേപോലെ തെറ്റിയിട്ടോ എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മളൊരു സെൽഫ് ഫിനാൻസ് കോളേജ് നമ്മൾ ചിലപ്പോൾ കൊടുത്തു എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മളോട് കൊടുത്തുപോയി. ആ സാധനം നമ്മൾ ശ്രദ്ധയിൽ പെട്ടില്ല എങ്കിൽ തന്നെ ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫേസ് ഓഫ് അഡ്മിഷൻ നടക്കുമ്പോൾ തന്നെ നിങ്ങൾ കൊടുത്ത ഏറ്റവും ഹയസ്റ്റ് ഓപ്ഷൻ ഏതാണോ അതിലേക്കാണ് അലോക്കേഷൻ വരുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഗവൺമെന്റ് കോളേജിൽ തന്നെ കിട്ടാൻ അർഹതയുണ്ടാവും. പക്ഷേ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് തെറ്റിപ്പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ പിന്നെ അതിൻ്റെ മുകളിൽ കൊടുത്തിരുന്ന ഏതെങ്കിലും ഒരു സെൽഫ് ഫിനാൻസ് കോളേജിലേക്കാണ് നമുക്ക് അഡ്മിഷൻ വന്നതെങ്കിൽ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ ഒരു അലോട്ട്മെന്റ് നടക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ താഴെയുള്ള എല്ലാ ഓപ്ഷനുകളും അത് ഓട്ടോമാറ്റിക്കലായി ഡിലീറ്റഡ് ആവും. ഇപ്പൊ നമുക്കൊരു മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടാണ് നമ്മൾ ഈ സെൽഫ് ഫിനാൻസ് കോളേജ് കൊടുത്തിരുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾ 100 ഓപ്ഷൻ കൊടുത്തിരുന്നെങ്കിൽ 4 to 100 എന്ന് പറയുന്ന ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ തേർഡ് അലോട്ട്മെന്റ് നമുക്ക് അലോട്ട് ചെയ്യുന്നതോട് കൂടി തന്നെ ഡിലീറ്റഡ് ആവും. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ആകെ ഫസ്റ്റും സെക്കൻഡും ഓപ്ഷൻസ് മാത്രമാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക. അപ്പൊ ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു കാരണവശാൽ പോലും നമ്മൾ ആ ഒരു ഇതിൻ്റെ അകത്ത് നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നതിന് മുമ്പേ പറ്റുമെങ്കിൽ ഒരു പേപ്പറിനകത്തോ അല്ലെങ്കിൽ ഒരു ബുക്കിനകത്തോ നമ്മൾ ഉദ്ദേശിക്കുന്ന കോളേജുകളും അതിൻ്റെ ഒരു സീക്വൻസിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു സാധനം പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത് എന്തുകൊണ്ടും നല്ല കാര്യമായിരിക്കും. അത് നമ്മുടെ ഓപ്ഷൻസ് വളരെ കൃത്യമായി കൊടുക്കാൻ നമ്മളെ സഹായിക്കും. അതേപോലെ തന്നെ വൺസ് ഈ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് ആണ് പബ്ലിഷ് ചെയ്യുക. ഫസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കോളേജിൽ അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഓപ്ഷൻ കൊടുത്തതിനനുസരിച്ച് ആർക്കും അലോട്ട്മെന്റ് വന്നിട്ടുണ്ടാവില്ല എന്നും വരാം. നമ്മൾ ചിലപ്പോൾ ഒരു നല്ല റാങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ ഗവൺമെന്റ് കോളേജിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ വേറെ പ്രൈവറ്റ് കോളേജുകളിൽ അല്ലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലൊന്നും നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ ഫസ്റ്റ് ഫേസിലോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോക്കേഷൻ ഫേസിൽ നമുക്ക് ആ ഗവൺമെന്റ് കോളേജിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അങ്ങനെ ആകുമ്പോൾ ആ അലോട്ട്മെന്റ് വരുന്ന ലിസ്റ്റിന്റെ അകത്തേ നിങ്ങളെ പേരുണ്ടാവില്ല. ആ ലിസ്റ്റിന്റെ അകത്ത് പേരില്ലാത്തത് കണ്ടിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ അലോട്ട്മെന്റ് പ്രോസസ്സിൻ്റെ അകത്ത് പുറത്തു പോയി എന്നുള്ള രീതിയിലുള്ള ചിന്തയൊന്നും വേണ്ട. അപ്പോൾ ഫൈനൽ സ്റ്റേജ് വരെ നമ്മൾ അതിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ആരോടും കോളേജുകളിൽ നേരിട്ട് പോയിട്ട് ജോയിൻ ചെയ്യാൻ പറയില്ല. പകരം ഒരു ഫീസ് അടയ്ക്കാനാണ് പറയുക. ആ ഫീസ് അടയ്ക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ എന്ന് പറയാൻ വേണ്ടി അതിന്റെ കൺഫർമേഷന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ആ ഫീസ് അടയ്ക്കുകയോ അല്ലെങ്കിൽ ആ പ്രോസസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്തു പോവുകയും സെക്കൻഡോ തേർഡ് ഫേസോ അലോട്ട്മെന്റ് വരുന്നതിൻ്റെ അകത്ത് നമ്മളെ കൺസിഡർ ചെയ്യുകയില്ല എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റ് വന്നു, നമ്മൾ ഈ പറഞ്ഞ പോലെ ഫീസോ സാധനങ്ങളൊക്കെ അടച്ചു, ഓപ്ഷൻസ് നമുക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടും. നമ്മൾ ആ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യുക. ഇനി ഫസ്റ്റ് ഫേസ് ഓഫ് അലോട്ട്മെന്റിൽ അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കുന്ന സമയത്ത് അല്ലാതെ അതിനുശേഷം ഏതെങ്കിലും കോളേജുകളിൽ ഏതെങ്കിലും കോഴ്സുകളോ സാധനങ്ങളോ പുതുതായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കോഴ്സിലേക്കുള്ള ഓപ്ഷൻസ് കൊടുക്കാൻ കൂടിയുള്ള ഒരു പ്രൊവിഷൻ അവിടെ കിട്ടും. അതിനുശേഷം ആ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് വരും. ഒരു 99% സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഏത് കോളേജിലേക്കാണോ അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടി വരും. ആ അഡ്മിഷനിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ അകത്ത് നമ്മൾ പുറത്തു പോകും. അപ്പോൾ നമ്മൾ നേരിട്ട് ഏത് കോളേജിലാണോ അലോട്ട്മെന്റ് കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള അലോട്ട്മെന്റ് അല്ലെ ബാക്കിയുള്ള ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ഇതിനുള്ള നെക്സ്റ്റ് തേർഡ് അലോട്ട്മെന്റ് ഫേസിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയും അതിന്റെ കൺഫർമേഷൻ അനുസരിച്ച് തേർഡ് അലോട്ട്മെന്റ് പ്രോസസ്സ് നടക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ആ തേർഡ് അലോട്ട്മെന്റിന് ശേഷം ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു മോപ്പപ്പ് അലോട്ട്മെന്റ് പോലെ ഒരു സാധനം ചിലപ്പോൾ ഉണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ സെൻട്രലി നടത്തുന്നതിന് ഒരു സ്പോട്ട് അഡ്മിഷൻ പോലെ നടക്കാം. ഇനി അതും അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓരോ കോളേജും നടത്തുന്ന അഡ്മിഷൻ പ്രോസസ്സ് നടക്കാം. അപ്പോൾ ഇതിങ്ങനെ അഡ്മിഷൻ പ്രോസസ്സ് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതോട് കൂടി
നമ്മൾ c-kerala.org, നോർമലി നമ്മളിപ്പോൾ ചെയ്യുന്നത് c.kerala.gov.in എന്ന് പറഞ്ഞ സൈറ്റിലാണ് കാൻഡിഡേറ്റിന്റെ ലോഗിൻസും മറ്റേ സാധനങ്ങളൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ നമ്മളെ കുട്ടികളുടെ ഡീറ്റെയിൽസ് മുഴുവൻ സാധനങ്ങൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ പറയുന്ന സൈറ്റ് വേറൊരു സൈറ്റാണ്, ce-kerala.org എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ കീം എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ആ കീമിനകത്ത് കയറി കഴിഞ്ഞാൽ 2022 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു സാധനം കാണാൻ പറ്റും. ഇപ്പം മിക്കവാറും എല്ലാം നമ്മുടെ കുട്ടികളുടെ കാൻഡിഡേറ്റ് ലോഗിൻ്റെ അകത്ത് ലോഗിൻ ചെയ്താലും ഇപ്പോൾ ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം എനിക്ക് എൻ്റെ കയ്യിൽ ആ കാൻഡിഡേറ്റ് ലോഗിൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിപ്പോൾ അത് ഫിസിക്കലി ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ തവണയൊക്കെ നമ്മളെ ce.kerala സൈറ്റിലും ആ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതുണ്ടോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ce-kerala.org സൈറ്റിനകത്ത് അത് കൃത്യമായിട്ടുണ്ട്. 2022 അഡ്മിഷനിലെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, തേർഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ ഓരോ കോളേജിലെയും ഓരോ ബ്രാഞ്ചിലെയും ഓരോ വിഭാഗത്തിൽപ്പെട്ട ലാസ്റ്റ് റാങ്ക്, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ അലോട്ട്മെന്റ് വന്നിരുന്ന ലാസ്റ്റ് റാങ്ക് ഏതാണ് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ ആ ഇൻഫർമേഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ആ ഇൻഫർമേഷൻ കാണുമ്പോൾ ഏകദേശം നമുക്ക് ഈ തവണത്തെ റാങ്ക് ലിസ്റ്റ് പ്രകാരം ഏതൊക്കെ കോളേജിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സാധനം കൂടി കൺസിഡർ ചെയ്യുന്നതിന് ശേഷം വേണം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടി. നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണ്ട. നമുക്ക് കിട്ടാൻ ആഗ്രഹമുള്ള കോളേജുകളും ആ കോഴ്സുകളും നമ്മൾ എപ്പോഴും നമ്മളെ പ്രൈം എന്താ പറയുക ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ആയിട്ട് അത് തന്നെ കൊടുക്കണം. കാരണം എനിക്ക് എൻ്റെ റാങ്ക് അനുസരിച്ച് എനിക്കറിയാം ഇപ്പോൾ CET-ൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസിന് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ റാങ്ക് ഒരു 4000 അല്ലെങ്കിൽ 5000 ആണ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ആ ഓപ്ഷൻ എനിക്ക് അവിടെ കിട്ടൂല എന്ന് തീരുമാനിച്ച് ഞാൻ കൊടുക്കാതിരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എവിടെയാണോ കിട്ടാൻ ആഗ്രഹമുള്ളത്, എന്താണോ കിട്ടാൻ ആഗ്രഹമുള്ളത്, അത് ഏറ്റവും ഹയസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ റാങ്ക് ലിസ്റ്റ് നമ്മുടെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളെ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ നമ്മളെ അലോട്ട്മെന്റ് വന്ന് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് ഓരോരോ കോളേജുകളിലും ആ അഡ്മിഷൻ പ്രോസസ്സ് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അത് അവിടെ വന്നതിന് ശേഷം അല്ലെങ്കിൽ അതത് കോളേജുകളിൽ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷനും നമ്മളെ അലോട്ട്മെന്റും പ്രോസസ്സും തമ്മിൽ നടക്കുന്ന ഒരു സ്ട്രക്ചർ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെയാണ്. ഇതിൻ്റെ അകത്ത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അഡ്മിഷൻ പ്രോസസ്സിനോ സാധനത്തിനോ പറ്റിയിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് വെച്ചാലും മതി. നേരിട്ട് ചോദിക്കുകയും ചെയ്യാം ബിനീഷ് സാറിൻ്റെ അടുത്ത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടും അറിയിക്കാം. ഇനിയല്ല ഇതിലും ഇവിടെ പെട്ടെന്ന് ചോദിക്കാനൊന്നും സംശയമില്ല വെച്ചാൽ നിങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സാറിൻ്റെ അടുത്തുള്ള ഉത്തരം ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് തരാം. അങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. ബിനീഷ് സാർ, ഏതായാലും ഇപ്പൊ ഒരു സംശയം ചോദിക്കാത്ത സ്ഥിതിക്ക് നമുക്ക് മുന്നോട്ട് പോവാം. ബാക്കി എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി വാട്സാപ്പിൽ വരുന്ന സംശയം സാറിന് ഡയറക്റ്റ് ചെയ്യാം. ശരി, കുഴപ്പമില്ല മാഡം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച് സർ. Aishwarya? Yes, sir. Thank you, sir. Now I would like to invite Ms. Diana Emanuel, alumna of QCK and the Director of Xperi Corporation, Bangalore. Tonight we are fortunate to have a speaker with over 21 years of industry experience. I welcome Diana ma'am to discuss recruitment process. Over to you, ma'am. Thanks, Aishwarya, and very nice to connect with all our respected teachers and also all the students who are the upcoming engineers. So again, when we talk about probably the recruitment process, it's something which may be very early for all of you, because you are just in the beginning of the journey. And one thing probably I would like you all to take to your mind is your whole career is a journey. So these 4 years of preparation is towards your career. So always align to what you want to do, what is your passion, what you are interested in doing. And sometimes, it could be as simple as money is my passion. So what is it that makes me earn, or research is my passion. So whichever be it, remember your career from probably the age of 22, 25, whatever it is, till 50, 60 remains the same. So work towards a career rather than only towards subjects. So because
that restricts a lot of learning process in that case. Now, how our industry, especially on the IT side, is evolving is it is moving from degree-based to more of skill-based. So what all the companies are looking for in the engineers who are coming out are about what skills do you have. And the most key skill which any engineer has to build is how to learn. So as probably a few people said, maybe now computer science is a demand, it just goes down, next industry comes up. So it's just a very dynamic industry because if you see most of the developments in the world is happening in this specific industry. So it's a very dynamic industry, and what is the biggest skill you learn as an engineer is how to learn. So you may have to probably learn every 2 years something new, and that's the whole beauty, and that is the whole I would say challenge plus something which keeps this industry kicking. So from a recruitment perspective, one very key criteria which we see is the skill, and the first skill which we see is whether a person can learn well. So how adaptable you are, how is your attitude towards learning, how is your attitude towards something which is ambiguous and giving it a shape. So it's a very interesting, I think there's very interesting course in Coursera, learning how to learn. So I always like that course as a beginner course. And so that's something which is a very important skill with respect to your recruitment. And of course, the skill has to be built from, if you're a 12th standard student now, even now, you could start on it. And this industry, as you see, it is very open. So you have all the courses in open platforms. You have all the knowledge in open platforms. You can learn from probably the top universities in the world in open platforms. And you could even build skills through different hackathons, different online events which happen, and which is irrespective of you are a 12th grader or you are an engineering student. So it's a very, very open industry that way if you see on the recruitment on the IT side. Another key, I would say, learning process is through internships, which you would be doing. And as you always know, if you see doctors, they are associated with some, when a medical student is learning, they are associated with some hospital because they get live learning. But many of the engineers don't get that. So for that, your internships are very essential. And internships probably bring you closer to what the industry looks like, what your work looks like. So try to incorporate internships in your career, in your 4 years of engineering journey. And there are always hackathons, as I said, hackathons and a lot of online events. So these events give you a lot of exposure. With respect to it, could be even building products. So utilize those events, utilize the online platforms. And so these are few of the things which kind of lay a good foundation towards recruitment. Again, you're in the beginning of your journey, so don't have to become overwhelmed with that. But keep your career in your mind. When I say career, it's about what do I want to do as which would be my day-to-day passion. Because once you start working, right, it is not like student life where, once the college finishes, then it is a complete break. And then, so there is much more clearer definitions in your lifetime timetable when you're a student, but you may not have when you're working. So when you start working, you need to do what is the career you want to align to. So that is another thing which I keep telling. Work towards a career, not just a degree. These are the few things which I wanted to tell from the recruitment perspective. And be it a self company or be it a product company, these are basic skills probably which you can keep in mind. So right now I'm not getting into details of what technical things you should know after 4 years because that's too early for you to know. But as long as you know that you're working towards your career, you will enjoy your journey. So, yeah.
Thank you, Diana. Thank you so much. If there are any queries towards the session by Diana, we'll take it up in the WhatsApp box or the chat box here, and we'll get back with the answers soon. So, moving forward, Aishwarya. Thank you, ma'am. Okay, ma'am. Thank you, ma'am. Now I would like to invite Ms. Liana Sahib, MTech student, IISc Bangalore. She is also an alumna of GCE Kannur 2016 to 20 batch, who scored All India Rank 10 in GATE exam. She is currently doing her MTech in AI. She will talk about GATE preparation and opportunities after GATE. So I welcome you, Ms. Liana Sahib. Thanks, Aishwarya. Thanks for the invite. വെൽക്കം എവ്രി വൺ. സോ എനിക്കറിയാം നിങ്ങൾ ജസ്റ്റ് ഒരു എൻട്രൻസ് എക്സാം എഴുതി കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ ഞാൻ നെക്സ്റ്റ് എൻട്രൻസ് എക്സാമിനെ പറ്റി ബിഫോർ യു ഈവൻ സ്റ്റാർട്ട് എഞ്ചിനീയറിംഗ് വാട്ട് ഡസ് ഇറ്റ് മേക്ക് സെൻസ്, വാട്ട് ഈസ് ദി പോയിന്റ് ഓഫ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. സോ ഐ ഗെറ്റ് ഇൻ ടു ഇറ്റ്. അപ്പം എത്ര പേർക്ക് ഗേറ്റിനെ പറ്റി അറിയുമെന്ന് എനിക്കറിയില്ല. സോ ഗേറ്റ് ഇസ് ബേസിക്കലി ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ്. സോ നിങ്ങൾ ആസ് എൻ എഞ്ചിനീയർ വെൻ യു ഗ്രാജുവേറ്റ്, how good are you as an engineer from a national perspective? So നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി റാങ്കിങ് ഉണ്ടാവും, നിങ്ങളുടെ ക്ലാസ്സിലെ റാങ്കിങ്സ് ഒക്കെ ഉണ്ടാവും. ബട്ട് ബേസിക്കലി നിങ്ങൾ 4 വർഷം കൊണ്ട് ആസ് എൻ എഞ്ചിനീയർ ആർ യു എ കേപ്പബിൾ വൺ ഇൻ ദ ഫീൽഡ് ദാറ്റ് യു ചോസ്? അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് മാത്രമാണ് ഗേറ്റ്. ബട്ട് ത്രൂ ഗേറ്റ് ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് യു ഗെറ്റ് ആർ സോ വാസ്റ്റ്. അപ്പം you can write this exam at the end of your 3rd or 4th year, and unlike the engineering entrance exams that you already prepared for, നിങ്ങൾ എന്തൊക്കെയോ പഠിച്ച് ഏതെങ്കിലും ഒരു അൺറിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ പോകുന്നതിന് പകരം it's basically just testing what you have learned in the last 2 years. So why should you write GATE? So GATE എഴുതുന്നതുകൊണ്ട് there are primarily 2 main objectives that can be met. ഒന്ന്, ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യുക എന്നുള്ളതിൻ്റെ ലൈക്ക് ബേസിക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് റൈറ്റിംഗ് ഗേറ്റ്. സോ എന്തുകൊണ്ട് ഹയർ സ്റ്റഡീസ് ചെയ്യണം? ലൈക്ക് വൈ ഷുഡ് യു പെർസ്യൂ എ മാസ്റ്റേഴ്സ് ഓർ എൻ MTech ആഫ്റ്റർ യു ഫിനിഷ് BTech? അപ്പം BTechൽ തന്നെ യു കൈൻഡ് ഓഫ് ഗെറ്റ് എ ലോട്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ്. സോ ദ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ദറ്റ് യു ഗെറ്റ് ആഫ്റ്റർ മാസ്റ്റേഴ്സ്, സ്പെഷ്യലി ഞാൻ പഠിക്കുന്ന സമയത്ത് ദർ വാസ് എ ഹ്യൂജ് മിസ്കൺസെപ്ഷൻ എമംഗ് മൈ പിയേഴ്സ് ദറ്റ് മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യുന്നത് അക്കാഡമിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്, ടീച്ചിങ്ങിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണ്. മാസ്റ്റേഴ്സ് പെർസ്യൂ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞേക്കാം, ബിക്കോസ് യു ബിക്കം മോർ തിയറി ഓറിയന്റഡ്, പ്രാക്ടിക്കൽ സ്കിൽസ് ഇല്ല എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഫോർ സം റീസൺ ലോട്ട് ഓഫ് പീപ്പിൾ യൂസ് ടു അസ്യൂം ദാറ്റ് ഡൂയിങ് മാസ്റ്റേഴ്സ് ഇസ് ആക്ച്വലി നോട്ട് യൂസ്ഫുൾ. പിന്നെ then it's like you're spending 2 more years on education when you can start working, and if you get a good job already, then it's like if you can get some sort of employment and financial independence early, പിന്നെ എന്തിന് like spend more time on masters etc. സോ ഇതിന് മുന്നേ പ്രൊഫസേഴ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ദാറ്റ് നിങ്ങളുടെ പാഷൻ ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ചാണ് ബാക്കി ഡെസിഷൻസ് എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ വൺസ് യു ഡിസൈഡ് an engineering stream and you feel like you understand what is happening, you have an aptitude for what is being taught, and you enjoy studying that subject, then higher studies is something that you should definitely pursue. Once you become specialized in a particular field, നിങ്ങൾക്ക് കിട്ടുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ വെറൈറ്റിയും ഡിഫറെന്റ് ആവുന്നു. So the job opportunities that you get directly after BTech, which is pretty good even now, if you do your BTech pretty well and you are practically good at what you're doing and you really understand the concepts, it's pretty good. പക്ഷെ സ്പെഷ്യലൈസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു ജോബ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ഇസ് ഹ്യൂജ്ലി ബെനിഫിഷ്യൽ. And a lot of companies directly hire for roles expecting you to have certain specializations which will only be provided by a master's. പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല, സോ ബേസിക്കലി വാട്ട് ഐ വാണ്ടഡ് ടു സേ വാസ്, നിങ്ങൾ മാസ്റ്റേഴ്സ് എടുക്കുന്നത് കൊണ്ട് ദി എമൗണ്ട് ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ദറ്റ് യു വിൽ ഗെറ്റ് വിൽ നെവർ റെഡ്യൂസ്, ഇറ്റ് ജസ്റ്റ് എക്സ്പാൻഡ്സ് ദ പൂൾ. ദ സെക്കൻഡ് തിങ് ഇസ് മോസ്റ്റ് പീപ്പിൾ ടേക്ക് എ മാസ്റ്റേഴ്സ് ടു ഫർദർ പെർസ്യൂ റിസർച്ച്. അപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് 4 years പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ യു മൈറ്റ് ഹാവ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് സർട്ടൻ ടോപ്പിക്സ് ഇൻ യുവർ ഏരിയ. അപ്പം നിങ്ങൾ ക്ലാസ്സിൽ എടുക്കുമ്പം മേ ബി ഇറ്റ്സ് പാർട്ട് ഓഫ് വാട്ട് ഇസ് ബീങ് ടോട്ട് ഇൻ ക്ലാസ്, അത് നിങ്ങൾക്ക് ഇഷ്ടമായി, അല്ലെങ്കിൽ യു സീ ദ അഡ്വാൻസ്മെന്റ്സ് ഇൻ യുവർ ഏരിയ which requires that you keep up with the advancements in your area, news വായിക്കുക, research papers ഒക്കെ ഒരു not now but by the time you're in 3rd or 4th year ഒക്കെ വായിച്ചു തുടങ്ങുമ്പോൾ you kind of know എവിടെയൊക്കെയാണ് നിങ്ങളുടെ ഫീൽഡിലെ കാര്യങ്ങൾ നടക്കുന്നത്. So then if you want to contribute to that and do research, അപ്പോൾ അതിന് നിങ്ങൾ മാസ്റ്റേഴ്സ് എടുത്ത് PhD എടുത്ത് you can move forward and be an active person in academia.
Even then, PhD എടുത്താൽ തന്നെ you can either join as a professor somewhere in India or outside, but also on top of that, even after PhD, especially I'm a computer science graduate, so especially in areas like computer science where you think everyone is just programming, PhD kondum a lot of so almost all the big companies that you know, say Google or Microsoft or Intel or almost any single company that you can think of is currently investing huge amounts in research on top of their development work. You might not know them as a research company, like even companies like TCS has a huge TCS research wing. They directly look for people who have a PhD who can contribute to the particular area and work forward. So these are some of the practical benefits of doing higher studies. Now then again, there is a question of, say, research eduthadukondu, it's like say some people might think that it's 2 more years of studies, maybe you don't want to burden your family or you want to start contributing and so forth. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന്, the opportunity that you get or the amount of salary bracket to which you will be going into, that will be much higher. That could be much higher if you go, write GATE and get into a good institute and then, apply for a job after your master's. The second thing is, while you're studying here or in any top institute in India, government institutes in India, centrally funded technical institutes, already you have a fixed amount of fellowship that every student will get. On top of that, girls in incentivize cheyan vendite ningalku pursue cheyan vendite additional fellowships under. For example, I myself am a recipient of the Sony India Fellowship, which government therunadinte, like they give a double amount per month, which is almost the same as the amount that you get as a direct graduate joinee after BTech. That is one thing. Pinne IITs already had a supernumerary quota, so it's like on top of the additional existing number of seats, you have say 20% additional seats reserved just for girls. So master students in the kedayil, the amount of gender imbalance is so huge that in the class, for example, out of 40 people who joined in my year, I'm the only girl in my class. So even in the ECS division, so electrical electronics divisions like Ayatane, the maximum percentage of girls is just 20. And these institutes want to bridge that gap. So even this year, IISc has started this program where 20% additional seats are given for girls. So if you decide to write GATE and go for higher studies, it's also something that's maybe more easy to get into now that all these incentives are there. വേറൊരു കാര്യം അഡ്രസ് ചെയ്യാനുള്ളത്, നിങ്ങൾക്ക് ഇനി പഠിക്കാൻ താല്പര്യമില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡൊക്കെ ഇഷ്ടമാണ്, യു ഫീൽ ലൈക്ക് യു വോണ്ട് ടു ഡയറക്ട്ലി ഗെറ്റ് ഇൻ ടു എ ഗുഡ് ജോബ് ഇൻ യുവർ ഏരിയ, ഇൻ യുവർ കോർ ഫീൽഡ്. സോ അതിനും ഗേറ്റ് ഇസ് ഹൈലി യൂസ്ഫുൾ. അപ്പോൾ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ്സിലേക്ക് ഡയറക്റ്റ് എൻട്രി ആണ് ഗേറ്റ് വരുന്നത്. So if you get a good rank, you can apply for so many public sector undertakings, PSUs, ONGC, BHEL, like so many government jobs are there for which you can apply to with your engineering credentials, with your GATE rank. So for example, even ISRO, DRDO, ഇവരൊക്കെ ഗേറ്റ് റാങ്ക്സ് വഴി എടുക്കുന്നുണ്ട്. ജസ്റ്റ് ലാസ്റ്റ് വീക്ക് സം ഓഫ് മൈ എൻ്റെ ബാച്ചിലുള്ള കുറച്ച് പേര് അവരുടെ ഗേറ്റ് റാങ്ക്സ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ISROയുടെ റിക്രൂട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. സോ like 4 to 5 people that I know here in campus got into ISRO just based on their GATE rank, and then they were called for shortlisting interviews, and then based on how well they performed in the interviews, which was not that difficult also if you have cleared GATE, they are now in a position to enter ISRO as a scientist engineer. So these are opportunities that you have if you even don't want to pursue higher studies, if you write something like GATE. So now quickly on to the question of how do you prepare for GATE. You're already tired after preparing for KEAM and all the other entrance exams that you gave. So GATE is not like the entrance exams that you already gave. I just want to highlight that quickly. So ningal padichondirikkunna samayathu basically the subjects in your second and third year, they are very crucial for GATE. അപ്പോൾ അതിന് നിങ്ങളുടെ എക്സാംസിന് പഠിക്കുന്നതിന്റെ സൈഡ് ബൈ സൈഡ് തന്നെ ഗേറ്റിനോട് താല്പര്യം ഉണ്ടെങ്കിൽ if you go through quizzes, so basically you know how entrance exams are. So if you find for the particular subject that you're studying right now and for a particular topic that is being taught in class right now, if you look for gate questions in that particular area, I feel if you adinte side by side cheyidondirikkumbo, it also becomes easier for you to understand the subject. For me, I felt that when I was preparing for GATE, എനിക്ക് ആ സബ്ജക്ട്സിനെ
ലൈക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് മനസ്സിലാക്കാൻ പറ്റിയെന്ന് മാത്രമല്ല, ഐ കൈൻഡ് ഓഫ് fell more in love with the subjects. So I feel regardless of whether you are planning to write GATE or not, preparing, going through GATE questions and, getting an understanding of how they ask, what they test in you, what they test in your understanding of a subject, that will be really useful. And you can do this side by side when you're studying, and it will help you in your studies as well. So as an ending note, just because you're thinking of, writing GATE doesn't mean you have to completely focus only on studies and you can't do anything else and so forth. Like Diana ma'am just told right before I did, you can explore internships and, all sorts of opportunities, workshops I okay. I feel like idakke cheyyunnathu kude you kind of know what to choose by the end of your fourth year. And you also kind of know which area to specialize in, and it all helps in each other. So preparing for GATE is something that you can do side by side, and it's not at all something that you have to see with the sort of apprehension or dislike that you might have for the entrance preparation that you just went through. So if you have any questions, I'll be here to take them in the message box. But yeah, that's it from my end. Thank you. Thanks, Liana. Thank you, Ms. Next, I would like to invite Ms. Shilpa Rajiv, Associate Development Engineer in Test, XPD Corporation. She is an alumna of GCE Kannur, and she will talk about the role of programming in engineering and hackathons. Over to you, Ms. Hi, everyone. Yeah, okay. So, first of all, thank you for this opportunity. പിന്നെ ഞാൻ എൻ്റെ ഒരു ഓവർവ്യൂ തരാം. ആസ് ഐശ്വര്യ പറഞ്ഞ പോലെ ഞാൻ 2022 പാസ് ഔട്ട് ആണ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരിൽ. സോ ഇപ്പൊ ഞാൻ എക്സ്പെറിയിൽ ടെസ്റ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ശരിക്കും 11th 12th കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ എഞ്ചിനീയറിംഗ് എടുക്കുന്ന ഉറപ്പിച്ച് വന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഫസ്റ്റ് ഒരു കാര്യം പറയാനുള്ള, ഇപ്പോൾ ഇവിടെ ആരെങ്കിലും ബയോളജി ഒക്കെ പഠിച്ചിട്ട് ലൈക്ക് 11th 12th ബയോളജി പഠിച്ച് ഇനി എഞ്ചിനീയറിംഗിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലൈക്ക് നെവർ ഫീൽ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു ബി ആൻ ഇഷ്യൂ. അതായത് എനിക്ക് ഈ ഓൾറെഡി ഇവർക്കൊക്കെ CS അറിയാം, കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് നോളജസ് ഉണ്ട്, പക്ഷെ എനിക്കതില്ല, അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. കാരണം നമ്മൾ 11th 12th പഠിച്ച കമ്പ്യൂട്ടർ സയൻസും എഞ്ചിനീയറിംഗിലേക്ക് വരുന്നതും ഡിഫറൻസ് ഉണ്ട്. ഓൺലി അഡ്വാൻറ്റേജ് വിൽ ബി ലൈക്ക് പ്രോഗ്രാമിംഗിൽ കുറച്ച് ബേസിക്സ് അറിയാം, പക്ഷെ ബാക്കി ഇപ്പൊ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്താലും ലൈക്ക് യു വിൽ ബി ഹാവിങ് ബേസിക് പ്രോഗ്രാമിംഗ് ലെസൺ. അതായത് ആസ് യു നോ ലൈക്ക് ഫുൾ ടെക്നോളജി ഡേ ബൈ ഡേ ഇവോൾവ് ആവാണ്, നമ്മൾ കാണുന്നുണ്ട്. ഒരു 10 year ഡിഫറൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൗ മച്ച് തിങ്സ് ഹാവ് ചേഞ്ച്ഡ്. ലൈക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് സ്മോൾ തിങ്സ് ആയാലും, ലൈക്ക് ഈവൺ ഇൻ ആ ഹോം ഓൾ ദ ഇലക്ട്രോണിക് ഐറ്റംസ് ലൈക്ക് ബൾബ്, TVs, എവറിഥിങ്. അതുപോലെ കാർസ്, എവറിവെയർ. ഇപ്പം ഹാർഡ്വെയർ ഇൻഡസ്ട്രി ആയാലും കൺസ്ട്രക്ഷനിലായാലും എവിടെ ആയാലും സോഫ്റ്റ്വെയർസ് ആൻഡ് ലൈക്ക് തിങ്സ് ആർ ബിക്കമിങ് സ്മാർട്ടർ. അപ്പോ ഒബ്വിയസ്ലി പ്രോഗ്രാമിംഗ് ഹാസ് എൻ ഇമ്പോർട്ടൻസ് എവറിവെയർ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് പ്രോഗ്രാമിംഗിന്റെ ഒരു എഞ്ചിനീയറിംഗിൽ പ്രോഗ്രാമിംഗ് എങ്ങനെ ഇമ്പോർട്ടന്റ് ആവുന്നു ആൻഡ് ബേസിക് ഐഡിയ അബൌട്ട് ഹാക്കത്തോൺസ് ആണ് ജസ്റ്റ് തരുന്നത്. സോ ഞാൻ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗ് ഇസ് ബിക്കമിങ് ഇമ്പോർട്ടന്റ് എവറിവെയർ. ലൈക്ക് ഇപ്പൊ നിങ്ങൾ മെക്കാനിക്കൽ എടുത്താലും സിവിൽ എടുത്താലും ഇലക്ട്രിക്കൽ എടുത്താലും ഇലക്ട്രോണിക്സ് എടുത്താലും എവറിവെയർ യു വിൽ ഹാവ് ടു സ്റ്റഡി ലൈക്ക് C++, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് സെക്കൻഡ് ഇയർ ഓർ തേർഡ് ഇയറിൽ എന്തായാലും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി കമ്പ്യൂട്ടർ സയൻസിൽ കുറച്ചും കൂടി മെജോറിറ്റി ടൈം ഇതിലേക്ക് പോകും. ആൻഡ് ഐ ഫീൽ ലൈക്ക് നിങ്ങൾക്ക് ബേസിക്കലി ഒരു സ്കിൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് a good skill, definitely good to have one right now in this era. Like programming in ഒരു സ്കിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജോബ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോ ലൈക്ക് സ്മോൾ തിങ്സ് നിങ്ങൾക്ക് എന്താ പറയാ, ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് അറിയുന്ന വെച്ചാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് കോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അപ്പൊ ഒരു ഇൻട്രസ്റ്റിംഗ് ഹോബി ആയിട്ട് നിങ്ങൾക്ക് ഇത് കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഫൈനലി ജോബ്, എനിക്ക് ഇതിൽ ജോബ് ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഇൻഡസ്ട്രിയിലാണ് എനിക്ക് താല്പര്യം, അങ്ങനെ ഇപ്പൊ ലിയാന പറഞ്ഞ പോലെ മേ ബി നിങ്ങൾക്ക് അതിന് ഹയർ സ്റ്റഡീസിന് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്കില്ല് കയ്യിൽ വെക്കുന്നതിനെ കൊണ്ട് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഏത് ബ്രാഞ്ച് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഓൾറെഡി CS ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, 11th 12th CS ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതില്ല അങ്ങനെ. പക്ഷെ ഇത് ആർക്കും ഭയങ്കര ടഫാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണോ, ഭയങ്കര ലോജിക് പ്രോഗ്രാമിംഗ് അങ്ങനെ ഒരു വറി വേണ്ട എവിടെ ആയാലും. കാരണം കുറച്ച് നമ്മൾ ഒന്ന്
എന്താ പറയാ കുറച്ച് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റുന്നതിലും ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും. ഏത് ടൈമിലായാലും ലൈക്ക് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു മാസ്റ്റർ ഇറ്റ്. ഇപ്പം പ്രോഗ്രാമിംഗ് ഈസ് സിമ്പിൾ. പക്ഷെ നിങ്ങൾ ഇനി കോളേജ് കയറി ഇപ്പൊ ഫസ്റ്റ് ഇയർ അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ ഒക്കെ നിങ്ങൾ പ്രോഗ്രാമിംഗ്, കോഡിങ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റ്, അത് ഇത് അങ്ങനത്തെ കുറെ വർക്ക്ഷോപ്പ്, ബൂട്ട് ക്യാമ്പ്സ് ഇതെല്ലാം കേൾക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ നെവർ ബി ടെൻസ്ഡ്. അതായത് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും എത്ര പെട്ടെന്നും. ലൈക്ക് അത് പ്രോഗ്രാമിംഗിന്റെ ഒരു പോസിറ്റീവ് പാർട്ടാണ്. എനിവൺ ക്യാൻ ഡു ദിസ്. പിന്നെ ഞാൻ ഒരു ബേസിക് ഐഡിയ ലൈക്ക് ഹാക്കത്തോൺസ്, ഇവന്റ്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് കേൾക്കും. അതായത് കുറെ എന്താ പറയാ വർക്ക്ഷോപ്സ് ഉണ്ടാവും, ഹാക്കത്തോൺസ് ഉണ്ടാവും. ഒരു ഹാക്കത്തോൺ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ലൈക്ക് സൊസൈറ്റിയിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ അത് അഡ്രസ് ചെയ്യാൻ വേണ്ടി ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇറ്റ് ഡസന്റ് മീൻ ദാറ്റ് അതൊരു കംപ്ലീറ്റ്ലി പ്രോഗ്രാമിംഗ് സൊല്യൂഷൻ ആവണം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കോഡ് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആവണം എന്ന് ആരും പറയുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഐഡിയാസ് പിച്ച് ചെയ്യാൻ പറ്റിയ ഹാക്കത്തോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു തീം തന്നു, അതോ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ, അങ്ങനെ എന്തെങ്കിലും ഒരു തീം തന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക്, അതിപ്പോ ജസ്റ്റ് ഐഡിയ നിങ്ങൾക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് അത് യൂസ്ഫുൾ ആവും, അങ്ങനത്തെ ഐഡിയ കൊടുക്കാം. അല്ലെങ്കിൽ സം ഹാക്കത്തോൺസ് ഓർ ഇവന്റ്സ് വിൽ ബി ദർ വേർ യു വിൽ ഹാവ് ടു കോഡ് ദ തിങ്സ്. കംപ്ലീറ്റ്ലി കോഡ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയർ, ഒരു ചെറിയ പ്രോട്ടോടൈപ്പ് ഓഫ് ദ സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ടി വരും. അങ്ങനെ ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഇനി കോളേജിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലേക്ക് എന്താ പറയാ എക്സ്പോഷർ കിട്ടും. അപ്പോ ഇതൊക്കെ യൂസ് ചെയ്യാം. കാരണം ഹാവിങ് ആൻ എക്സ്പീരിയൻസ് ഡൂയിങ് ഹാക്കത്തോൺസ് ആൻഡ് അതർ ഇവന്റ്സ് വിൽ ബി ഒബ്വിയസ്ലി ഹെൽപ്ഫുൾ ഇൻ യുവർ കരിയർ ജേർണി. ആൻഡ് ഇപ്പൊ എന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ കോളേജിൽ സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഒക്കെ ഇങ്ങനെ ഓരോ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് പുതിയ പുതിയ ടെക്നോളജിയിലേക്ക് പരിചയപ്പെടുന്നത്. പുതിയ ടെക്നോളജീസ് ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ഇവോൾവ് ആവുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അറിയുന്നത്. അപ്പോ വാട്ട് ഐ ഫീൽ ഇസ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിംഗ് സ്കിൽസ് ഉണ്ടാവുന്നത് ഈസ് യൂസ്ഫുൾ ഫോർ എനി വൺ. ലൈക്ക് ഇന്ന പെർട്ടിക്കുലർ ബ്രാഞ്ച് ആണ് ഞാൻ, അപ്പൊ എനിക്ക് ഇത് ആവശ്യം വരില്ല. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞു വേൾഡ് ഇസ് ചേഞ്ചിങ്, ടെക്നിക്കലി ഭയങ്കര ഇവോൾവ് ആവുന്നുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി വൺ ഓഫ് ദ അതർ ഡേ ഇറ്റ് വിൽ ഹെൽപ്പ് യു. ആൻഡ് ഹാവിങ് എ സ്കിൽ ലൈക്ക് ദിസ് ഇസ് ഓൾവേസ് ഗോയിങ് ടു കൗണ്ട്. പിന്നെ അടാക്കാനുള്ളത് ഞാൻ പറഞ്ഞു, യെസ്, അതായത് നിങ്ങൾ വേരിയസ് ഇവന്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് ഇപ്പൊ ഹാക്കത്തോൺസിന്റെ കൂടെ തന്നെ ഇത് പഠിച്ച് ട്രെയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്സ് തരുന്ന കുറെ ഇവന്റ്സ് ഉണ്ടാവും. ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. ഇറ്റ് വിൽ ഓൾവേസ് ബി ഹെൽപ്ഫുൾ ഫോർ യു. സോ having a skill like programming or coding is going to be very important for you people. So yeah, that's it from my part. എന്തെങ്കിലും doubt ഇത് related ആയിട്ടുണ്ടെങ്കിൽ anyone can ask. You can ask in the chat box. Thank you. Thank you, Shilpa. Thank you. ഡൗട്ട്സ് ഉള്ള ആൾക്കാർ ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ എഴുതുക, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങളുടെ സംശയങ്ങൾ അവിടെ നിങ്ങൾ സ്പീക്കേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആൻസേഴ്സ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നതായിരിക്കും. Thank you, Ms. As our next speaker, we have Ms. Sharanya Shamdas, Strategy Consultant at Monitor Deloitte. She did her BTech in ECE from GCE Kannur and did her post-graduation from IIM Kozhikode. So today she is here to speak about higher studies after BTech and CAT exam. Over to you, Ms. Thank you. Yeah, hi everybody, good evening. So my name is Sharanya. I was an alumni of GCK from 2012 to 2016, and 2017 I went on to do my MBA. So MBA was from 2017 to 2019. So I won't take more than 7 minutes. I would like to give you as many details as possible about CAT, which is Common Admission Test, which people who want to pursue higher studies in management usually take. So CAT is not the only exam that you can take for higher studies in management. There are other exams like MAT or a CMAT or a XAT, XAT, there's something else for IIFT. So there are a lot of exams, but CAT is the most common and most widely accepted exams if you want to prepare for management studies.
And CAT usually has 3 sections in which it is divided. There is one section for quantitative aptitude, which is your basic mathematics skill set, the same things that you study in your 10th standard or your 12th standard. Second section is that of data interpretation and logical reasoning. So logical reasoning is pretty much simple, small riddles, some things that test your logics, relationships, etc. And data interpretation is you will be given a lot of data sets and you'll be asked to analyze percentages, what percent of this is that. So that is data interpretation section. And there is a third section, which is verbal ability, which is basic English. So they check your reading comprehension skills, which is they give a paragraph and ask questions about that paragraph. And then there will be few other questions which check your verbal abilities, your grammar, your nouns, pronouns, things like that. So CAT is fairly a very easy exams. If you look at some of the past question papers from CAT, you'll see that anybody can pretty much solve CAT. But the catch here is that you'll have around 100 questions in a typical CAT exam, but you'll hardly have 120 minutes for the exam. So it's not possible to actually attempt all the questions. So it's like who can do the maximum number of questions correct in a given point of time. So that is the whole point of CAT, and the best strategy for that is to take as many exams as possible, mock exams, and then identify where you're weak, which section is weak for you, and then prepare more on those skills, and then start taking mocks again to see if you've improved your score in those sections, and then take CAT exam. So my reason for going for an MBA is that MBA usually offers you a very high growth trajectory. The salaries are bigger, the positions are better. Mostly MBA just we call it an exponential curve because it is pretty much like that. The career progression after engineering would be something like a linear graph, but then if you see a career progression after MBA, it's pretty much exponential. So people who want faster growth and higher packages, they usually opt for CAT, and CAT is very competitive exam. So people all around India take it, and there are around 20 IIMs, which are the most reputed colleges for management. So if you have to get a good college, you have to score somewhere greater than 90 percentile in a CAT. So anywhere between 90 to 100 percentile can help you get a seat in some of the reputed colleges in India. And because you all are still in college, I want to emphasize on this point about what are some of the things that you can do now to prepare yourself for a CAT exam or a management role if you are interested in pursuing one. So some of the things that MBA colleges look for is how well-rounded are you as an individual. So if they not just look at your grades, so they don't want everybody who's like very studious. They also want students who participate in other activities, who contribute to society, who contribute to their colleges, who contribute to any other activity, like and some of the other things that they look for is individuals who have leadership skills, individuals who are good team players, etc. So if there is anything that you can do in your college years to tell them that you are someone who's a good team player or a good leader, that will actually help in your MBA interviews, and even after you join an MBA college, to land you a good job. Because once you get a job, the kind of roles that you do is managing other people or working together as a team to achieve some collective goals or being a leader, right? So if you get a chance to be the class representative or a batch representative, take it with open arms. If you get a chance to join an NSS or a IEEE or anything that shows that you're someone who's willing to take responsibility, please grab all those opportunities and make sure that you have a decent grade all along. You don't need all 9, we call it 999, 90% in 10th standard, 90% in 12th, and 90% in graduation. So you don't have to be a 999 to get into an MBA. You just need to have decent scores, somewhere around 70-80%,
and then make sure that you have also focused on other things there. Another advantage of going for an MBA is that you have a lot of career paths after your MBA. So usually, if you know, after MBA, you pretty much go into some 5 roles, like a marketing role or a finance role or a human resources role or a operations role. So these are some of the very common roles, right? And the advantage about doing an MBA is that in your first year of MBA, you are taught basics of all these subjects. And second year, it's called an elective system. You can choose which subjects to learn. So there will be a list of some 20 to 40 subjects that are there. So according to your interest areas, if you're interested in marketing, you can choose courses from marketing, 5 courses from marketing and maybe 2 from finance. So you can choose all your subjects from second year, which kind of makes you a specialist in that area, right? But because you've studied all these subjects in your first year, it means that you know basics of everything. So even after you land a job, let's say for example, I got a marketing job right after my MBA. And after working in the job for 1 year, I realized that I'm not a great fit for a marketing role and I'm not really interested in this. I want to pursue some other opportunity. And because I had learned basics of an operations or a finance, there is always a opportunity for me to apply for another finance role and go to a finance job, right? Even take my example. I first worked for Citibank, which is a financial institution. And within Citi, I've done 2 roles. My first role was in credit risk management, which is more of a finance and ops kind of a role. So it was very ops heavy. Every day you had to do a certain set of tasks and it was getting pretty much mundane. So I wanted to do something different. So within Citi, I moved to a different role called customer experience, which was more in line with marketing and understanding your customers, right? So first I did an ops role, then I moved to customer experience, which is a marketing role. And later on, when I decided I want to switch from this company to another company, I joined Deloitte as a strategy consultant. So strategy is another specialization you get from your MBA. So you have all these open opportunities to jump between different things and actually figure out which is the stream that suits you the best and which you are interested in, right? So that I would say is the best thing about an MBA. And one small thing about an MBA is that you can do an MBA in India or you can do it abroad. Both make sense. Both has great value. And if anybody is interested in pursuing your MBA abroad, you have to take this exam called GMAT. And you have to score somewhere more than 700 or a 720 to get a good seat abroad, right? And CAT exam usually happens in November, last week of November or first week of December every year. So if anybody wants to apply for it, you have to start looking at CAT websites around August, September, and then start applying around October, pay the fees. So it has a small fee of 1,500 or 2,000 rupees, which you have to pay to take the exam. And then you'll be allotted a center, you go there and you take the exam, right? So if anybody is genuinely interested in MBA, I would suggest that you can write your first CAT exam when you're in the 3rd year of engineering. So you don't need to prepare, just go and write the exam just to see the kind of questions that are there and just to evaluate your own performance. So you can understand your weak areas and strength areas. And then you can actually prepare during your last final year and write the exam again, right? So start preparing as early as possible in parallel and make sure you're also involved in other activities. Like I said, that will help build a great brand for yourselves and pitch yourself for a management role. So that's it about MBA. So if anybody wants to get into deep sessions and 1-to-1 talks, you can hit me up on LinkedIn and book a call with me. So this was only 7-10 minutes, right? So I've told as much as I can, as much information I could share. So for other things, you can always hit me up on LinkedIn. So thank you, team. Thank you, Sharanya. Thank you. Thanks a lot.
Thanks for the extended support of allowing the participants to get back to David. I'm sure the participants will take this opportunity because it's a rare opportunity that you can interact one-on-one, and she's so really agreed to do that. So thank you, Sharanya, for that. Thanks for everything. Thank you, Ms. As our next speaker, we have Ms. Aishwarya Sukumar, Software Development Engineer, Amazon. She is one of our reputed alumni who is here with us today to speak about the placement process and preparation. Hi everyone. First of all, thank you so much for inviting me to this event. ഇപ്പോൾ പാസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കോളേജിന്റെ ഒരു ഇവന്റിലേക്ക് വരുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ 2019 പാസ് ഔട്ട് ആയിരുന്നു GCK-ന്ന്. പിന്നെ അതിനുശേഷം കോളേജ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ത്രൂ ക്യൂബേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവിടെ എൻ്റെ റോൾ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ടായിരുന്നു. ഒരു 3 years മേലെ അവിടെ വർക്ക് ചെയ്തു. പിന്നെ ആമസോണിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എഞ്ചിനീയർ ആയിട്ട് കിട്ടി. അപ്പൊ അങ്ങോട്ടേക്ക് മാറി. അപ്പോ പ്ലേസ്മെന്റ് പ്രോസസ്സിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ അത് ഭയങ്കര ഏർലി ആയിട്ട് അതുപോലെ പേടിപ്പിക്കുന്ന പോലെ ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ജേർണി പറയാം. അതിൽ എനിക്ക് വർക്കായ കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പം അയ്യോ അങ്ങനെ ചെയ്യണ്ടായിരുന്നു അല്ലെങ്കിൽ ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളും പറയാമെന്ന് വിചാരിക്കുന്നത്. അപ്പോ ഫസ്റ്റത്തെ കാര്യം, ഇവിടെ ഇപ്പം നവാസ് സാർ ആയാലും ബാക്കി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഫോളോ യുവർ പാഷൻ. അതായത് ഇപ്പം എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡാണ് ഇഷ്ടം എന്ന് എനിക്ക് മുമ്പേ അറിയായിരുന്നു. പക്ഷെ ഞാൻ +1 +2 എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പോയിട്ട് കമ്പ്യൂട്ടർ സയൻസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്നെ എല്ലാവരും കൂടെ പറഞ്ഞു ഇല്ല ബയോളജി എടുക്കുന്നതാണ് നല്ലത്, അപ്പൊ എനിക്ക് 2 എൻട്രൻസ് എഴുതാൻ പറ്റും അങ്ങനെ പറഞ്ഞ് കുറെ കൺഫ്യൂസ് ചെയ്തു. എന്നിട്ട് ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള അഡ്മിഷൻ മാറ്റിയിട്ട് ബയോളജിയിലേക്ക് മാറി. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രിൻസിപ്പൽ ആയിരുന്ന സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്നോട് എല്ലാവരും പറഞ്ഞത് ലൈക്ക് എഞ്ചിനീയറിംഗ് ഗേൾസിന് പറ്റിയൊരു ഫീൽഡ് അല്ല, കുറെ പ്രോബ്ലംസ് ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്നെ പ്രിൻസിപ്പൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊന്നും ഇല്ല, നിനക്ക് ആലോചിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എഞ്ചിനീയറിംഗ് അങ്ങനെ ഗേൾസിന് പറ്റില്ല എന്നൊന്നുമില്ല, അങ്ങനെ കുറെ പറഞ്ഞു. പക്ഷെ ഞാൻ ബാക്കി എല്ലാവരും പറയുന്നത് കേട്ടു, ബയോളജി എടുത്തു. അതിനുശേഷം കോളേജിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പോഴും എനിക്ക് ലൈക്ക് ഞാനിപ്പം ബയോളജിയാണ് പഠിച്ചത്, അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ആവുമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോണിക്സ് എടുത്തു. അപ്പം ഞാൻ ഇപ്പൊ ആലോചിക്കുമ്പം എനിക്ക് ഓൾറെഡി അറിയായിരുന്നു കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടം. അപ്പം എനിക്ക് കമ്പ്യൂട്ടർ സയൻസും അതുപോലെ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ഹോൾ ജേർണി എനിക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോ ഞാൻ എന്റെ കരിയറിൽ ഫേസ് ചെയ്ത കുറെ നോളജ് ഗ്യാപ്പ് അത് എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പോ ഫസ്റ്റത്തെ കാര്യം ലൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ ബാക്കി ആരെന്ത് പറഞ്ഞാലും ഇഷ്ടമുള്ള സബ്ജക്ട് പഠിക്കാനായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം. ഇപ്പോ കോളേജിൽ അപ്പോ ഞാൻ എന്താ പറയുക, എനിവേ ഇലക്ട്രോണിക്സ് എടുത്തു. അപ്പോ നമുക്ക് ഇലക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, നോൺ ഡിപ്പാർട്ട്മെന്റൽ ഇലക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈസിയിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഉള്ളിൽ തന്നെ ഇലക്ടേഴ്സ് വരുന്ന സമയത്ത് ഞാൻ എപ്പോഴും എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടം, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ടേഴ്സ് വരുമ്പോൾ അത് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് എന്തായാലും ലൈക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ബ്രാഞ്ച് ഇഷ്ടമാണെങ്കിൽ പിന്നെ അതെന്തായാലും എടുക്കുന്നതായിരിക്കും ഏറ്റവും ഈസി. പിന്നെ അത് സപ്പോസ് ഇപ്പം വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് അത് കിട്ടിയില്ലെങ്കിലും വൺസ് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം സ്കിൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പം എന്തൊക്കെ പറഞ്ഞാലും യൂഷ്വലി എപ്പോഴും മൈൻഡ് ട്യൂൺ ആയിരിക്കുന്നത് പഠിക്കുന്നത് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻട്രൻസ് പാസ്സാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ആ ഒരു കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ലൈക്ക് ഇപ്പം നമുക്ക് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് എന്തിനാണ് അല്ലെങ്കിൽ അതിന്റെ ബിഹൈൻഡ് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് ജസ്റ്റ് അറിയാൻ വേണ്ടി പഠിക്കുന്നത് നമുക്ക് പിന്നെ അതെന്തായാലും മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒരു മാർക്കിന് വേണ്ടി എന്തെങ്കിലും ബൈഹാർട്ട് പഠിച്ച് അവിടെ പോയി എഴുതാണ്ട് അത് ആക്ച്വലി എന്താണെന്ന് അറിയാനും അതെങ്ങനെ എവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അറിയുന്ന രീതിയിൽ പഠിക്കാൻ നോക്കുന്നതും. അതുപോലെ തന്നെ നമുക്കിപ്പം കുറെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം കോഡിങ്ങിൽ തന്നെയാണെങ്കിൽ ഇപ്പം ബാക്കി എന്താ പറയുക ബ്രാഞ്ചിലുള്ളവർക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്റേൺഷിപ്സ് ആയാലും കോഴ്സ് ആയാലും പിന്നെ അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് തന്നെ പ്രോജക്ട്സ് ഉണ്ട്. അതല്ലാണ്ട് തന്നെ നമുക്ക് ഹോബി പ്രോജക്ട്സ് ആയിട്ടായാലും പിന്നെ ഇപ്പം ഏത് കോളേജ് എടുത്താലും അവിടെ കുറെ ക്ലബ്സ് ഉണ്ട്, റോബോട്ടിക്സിന്റെ ക്ലബ് ഉണ്ട്, IEEE, അതുപോലെ തന്നെ കുറെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, ക്ലബ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ ജോയിൻ ചെയ്യുന്നത് നമുക്ക് നമ്മളെ പോലെ തന്നെ സെയിം പാഷനുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാനും
അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാനും പിന്നെ അവരുടെ അടുത്ത് പഠിക്കാനും പറ്റും. അപ്പോ ഞാനിപ്പോ കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് ആക്ടിവിറ്റി പോയിന്റ്സ് കിട്ടും. ഈ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ചെയ്താൽ. അപ്പം ആക്ടിവിറ്റി പോയിന്റ്സ് കിട്ടാൻ വേണ്ടി മാത്രം കുറെ കോഴ്സിന് ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പഠിച്ചോ ചോദിച്ചാൽ ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ പോവാണ്ട് ടൈം മാക്സിമം യൂസ് ചെയ്തിട്ട് നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഇന്റേൺഷിപ്പ്, നമുക്ക് ആക്ച്വലി അത് ചെയ്താൽ എന്തെങ്കിലും വേർത്തി ആയിട്ട് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റും അങ്ങനെ തോന്നുന്ന കോഴ്സും ഇന്റേൺഷിപ്സും ഇപ്പം നമുക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമല്ല, വെക്കേഷൻസ് ഉണ്ടാവും, അപ്പൊ ചെയ്യാൻ പറ്റുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറ്റിയ വേറൊരു പ്രശ്നം എന്ന് വെച്ചാല് എന്തെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഫെയിൽ ആവുന്ന സമയത്ത് അത് വളരെ പേഴ്സണലി എടുക്കുന്നതും, അതുപോലെ തന്നെ ഇതിൽ ഫെയിൽ ആയി അപ്പൊ ഇനി എനിക്ക് ഫ്യൂച്ചർ ഇല്ല അങ്ങനെ തിങ്ക് ചെയ്യാതെ, ഇപ്പം ഒരു ഇന്റർവ്യൂല് ഫെയിൽ ആയാല് അല്ലെങ്കിൽ ഒരു എക്സാമില് ഫെയിൽ ആയാല് ഓക്കെ, എനിക്ക് നെക്സ്റ്റ് ടൈം എന്താ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നേ, അല്ലെങ്കിൽ എനിക്ക് അവിടെ എന്തായിരുന്നു എനിക്ക് ലാക്ക് ആയത്, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, അത് ഒരു ലോജിക്കലി ആലോചിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. അതിനും പറ്റിയ സമയത്ത് കോളേജ് ആയിരിക്കും. എനിക്ക് ഈ ഒരു റിയലൈസേഷൻ വന്നത് ഞാൻ പിന്നെ ജോലിക്ക് കയറി പിന്നെ ബാക്കി ഇന്റർവ്യൂസ് എടുക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ഫെയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എന്റെ കുഴപ്പമൊന്നുമല്ല, ഇന്റർവ്യൂ പ്രോസസ്സിന്റെ പ്രശ്നമാണെന്നൊക്കെ. പിന്നെ ഞാൻ അത് ഓക്കെ, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആവുമായിരിക്കും അങ്ങനെ തോന്നി സ്വയം കറക്റ്റ് ചെയ്തപ്പോൾ പിന്നെ ഇന്റർവ്യൂസ് കുറേയും കൂടെ ഈസി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കോളേജിൽ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കുറെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ചുറ്റുമുണ്ട്, കുറെ റിസോഴ്സസ് ഉണ്ട്. അതിപ്പം ടീച്ചേഴ്സ് ആയാലും വളരെ നോളജബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ സീനിയേഴ്സ് ഉണ്ട്. പിന്നെ അവരൊക്കെ നെക്സ്റ്റ് ലൈക്ക് കുറച്ചു കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യും അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകും, അങ്ങനെ ഓൾറെഡി പോയ ആൾക്കാരുണ്ടാവും. അപ്പോ അങ്ങനെ നമുക്ക് ചുറ്റും ഉണ്ടാവുന്ന റിസോഴ്സസിനെ മാക്സിമം യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. അവരുടെ അടുത്ത് ജസ്റ്റ് ഒരു കണക്ഷൻ പോലെ ഉണ്ടാവും. ഇപ്പം കോളേജിൽ പഠിക്കുമ്പം എനിക്ക് കംപ്ലീറ്റ് കോളേജ് ആയിരുന്നു വേൾഡ്, അതിന് പുറത്ത് ഇൻഡസ്ട്രിയിൽ എന്താ നടക്കുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. അവിടെ ഇപ്പം പോയി കഴിഞ്ഞാൽ ഞാൻ അവിടെ ആപ്റ്റ് ആയിരിക്കുമോ ഒരു ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഇതിനു മുമ്പ് തന്നെ ടീച്ചേഴ്സ് പറഞ്ഞ പോലെ നമുക്ക് ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റും ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ ടീച്ചേഴ്സിന്റെ അടുത്ത് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ടീച്ചിങ് പ്രൊഫഷൻ, അവർക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലം, അവരെങ്ങനെ അവിടെ എത്തി, അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കും. പക്ഷെ ജസ്റ്റ് നമുക്ക് പോയി ചോദിക്കേണ്ട ഒരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഇപ്പം ഒരുപാട് ഇവന്റ്സ് നമ്മുടെ കോളേജിൽ തന്നെ ഉണ്ടാവാറുണ്ട്. ഇപ്പം പുറത്തുനിന്നുള്ള പ്രൊഫഷണൽസിനെ വെച്ചിട്ട് അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാനായാലും, അല്ലെങ്കിൽ എന്താ പറയാ ഇതിനു മുമ്പുണ്ടായ നമുക്ക് ഗ്രാജുവേറ്റ് ആയി പോയ ആൾക്കാരുടെ അടുത്തായാലും, അങ്ങനെ കുറെ ആൾക്കാരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം ഗ്രാബ് ചെയ്യുന്നതും, അതുപോലെ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും ആയിരിക്കും. പിന്നെ കാരണം നമുക്കറിയാലോ ഭാവിയിൽ ഒരു റെഫറൽ ചോദിക്കേണ്ടെങ്കിലായാലും അങ്ങനെ, അല്ലെങ്കിൽ ജസ്റ്റ് അവിടെ എന്താ നടക്കുന്നത്, കമ്പനി നല്ലതാണോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു, അങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടായാലും ഈ നെറ്റ്വർക്ക്സ് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്റേൺഷിപ്സ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബ് നമുക്ക് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വെക്കേഷന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ജോബ് സൈറ്റ്സ് ഉണ്ട്. ഇന്റേൺശാല, നൗക്കരി അങ്ങനെ. അപ്പം ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കുറെ പാർട്ട് ടൈം ആയിട്ടുള്ള ഇതുപോലെ ഇന്റേൺശാല ത്രൂ കുറച്ച് ജോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് നമ്മൾ എൻറ്റയർലി ഒരു വർക്കിലേക്ക് പോകുന്നതല്ല, നമുക്ക് ആ ഒരു പ്രൊഫഷണൽ വർക്കിംഗ് സെറ്റപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഒരു കാര്യം, റെസ്യൂമെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക, പ്രൊഫഷണൽ ആയിട്ട് വെക്കുക. അതിപ്പം നിങ്ങൾ ഭയങ്കര ഏർലിയാണ് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ജസ്റ്റ് എന്താ പറയാ, പ്രോഗ്രസ് ചെയ്യുന്നതിന് സമയത്ത് ജസ്റ്റ് അത് പ്രൊഫഷണൽ ആയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ലിങ്ക്ഡിൻ ത്രൂ കുറെ ആൾക്കാരെ പരിചയപ്പെടാനും സംസാരിക്കാനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വേറെ എനിക്ക് തോന്നിച്ചാൽ ഞാൻ പ്ലേസ്മെന്റിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് എന്റെ ലാസ്റ്റ് ഇയറിലായിരുന്നു. അത് വളരെ ലാസ്റ്റ് മിനിറ്റ് ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോ നിങ്ങൾക്ക് കോളേജിൽ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ പ്ലേസ്മെന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം അങ്ങനെയല്ല, പക്ഷെ അവർ പോകുന്നതിന്റെ ആ ഒരു എൻറ്റയർ ജേർണി ത്രൂ കൂടുതൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും കമ്പനീസിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനും, അല്ലെങ്കിൽ ഇങ്ങനെ ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കൾച്ചർ എങ്ങനെയാ, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണോ അൾട്ടിമേറ്റ്ലി ഇവിടെ വർക്ക് ചെയ്യാൻ. ഇപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എനിക്ക് കോഡിങ് ഇഷ്ടമല്ല പക്ഷെ എനിക്ക് IT ഇതിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ. പക്ഷെ IT മോസ്റ്റ്ലി കോഡിങ് തന്നെയാണ് അവിടെ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ കോഡിങ് കുറവുള്ള റോൾസ് വേറെ ഉണ്ട്. അപ്പോൾ ആ ഒരു റിസർച്ച് എന്തായാലും നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ താല്പര്യമുള്ളത്, ഇപ്പം തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം അതിനെ കൊണ്ട് യൂസ്ഫുൾ ആയിരിക്കില്ല. പിന്നെ
അതിപ്പോ തന്നെ നമ്മൾ പ്ലേസ്മെന്റ് പ്രോസസ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളും പ്രൊജക്ട് ചെയ്യുന്നതിനും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്ലേസ്മെന്റ് പ്രോസസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അത് യൂഷ്വലി ഓരോ കമ്പനി ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇപ്പം ഞാൻ ഒരു സജഷൻ ചെയ്യുക, നിങ്ങൾക്ക് പറ്റുന്ന പോലെ കൂടുതൽ ഇന്റർവ്യൂസ് എടുക്കുന്നത്, ഈവൻ ദോ നിങ്ങളിപ്പോ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും സ്വയം സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോ കുറെ പേർക്ക് നമുക്ക് ഇംഗ്ലീഷ് അത്രയ്ക്കും ഫ്ലുവന്റ് അല്ല, അപ്പം എങ്ങനെയായിരിക്കും അത് പറയാനുള്ള ഒരു മടി. പക്ഷെ അങ്ങനെ ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഇപ്പം ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആവണം അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല ശരിക്കും ഇൻഡസ്ട്രിയിൽ, അൺലെസ് ഇംഗ്ലീഷ് അത്രയും ക്രിട്ടിക്കൽ ആയിട്ട് ആവശ്യമുള്ള ഒരു റോൾ അല്ലെങ്കിൽ. അപ്പം യൂഷ്വലി ഇപ്പം നിങ്ങളിപ്പോ ഏത് ബ്രാഞ്ച് ആണെങ്കിൽ എടുക്കുന്നതെന്ന് വെച്ചാലും ആ ഒരു കോളേജിലേക്ക് ആ ഒരു ബ്രാഞ്ചിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് ഇപ്പം സജസ്റ്റ് സാർ മുന്നേ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അതുപോലെ പ്ലേസ്മെന്റ് ഓഫീസറായിട്ട് ആരാണെങ്കിലും അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയാൻ പറ്റും. അപ്പോൾ ആ കമ്പനീസ് അവർ എങ്ങനത്തെ സ്കിൽസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും പ്രോസസ് ഉണ്ടാവുക, അതിന് മുമ്പ് അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ അടുത്ത് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദിക്കാം, അവർക്ക് എന്തായാലും അറിയായിരിക്കും. പിന്നെ അപ്പം അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ എന്താ പറയുക, ക്യൂബേഴ്സിലേക്ക് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് അവിടെ ബേസിക്കലി 3 റൗണ്ടാണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ ഈസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് കമ്പ്യൂട്ടർ സയൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു. ഞാൻ കോഡിംഗ് ടെസ്റ്റ് ആയിരുന്നില്ല എടുത്തത്, നോൺ കോഡിംഗ് ടെസ്റ്റ് ആയിരുന്നു, ഈവൻ ദോ റോള് കോഡിംഗ് ആയിരുന്നെങ്കിൽ. പിന്നെ നെക്സ്റ്റ് റൗണ്ട് എന്ന് വെച്ചാൽ ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ ആയിരുന്നു. അതിൽ അവര് കോഡിംഗ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ കോളേജിൽ ചെയ്ത പ്രോജക്ട്സിനെ പറ്റിയിട്ട്, പിന്നെ മാനേജീരിയൽ ഒരു റൗണ്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ മാനേജീരിയൽ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമസോണിന്റെ ഇന്റർവ്യൂ പ്രോസസ് എടുക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ടോട്ടൽ 6 ഇന്റർവ്യൂ റൗണ്ട്സും ഒരു ഓൺലൈൻ ടെസ്റ്റും ഉണ്ടായിരുന്നു. അപ്പം ഓൺലൈൻ ടെസ്റ്റിന്റെ അകത്ത് മോസ്റ്റ്ലി അവര് ഒരു 2 കോഡിംഗ് ക്വസ്റ്റൻ എങ്ങനെ അത് ഫിൽ ചെയ്തിട്ട് ഔട്ട്പുട്ട് ടെസ്റ്റ് കേസ് പാസ്സാവുന്നത് പോലെയായിരുന്നു. പിന്നെ അതുകൂടാണ്ട് സിസ്റ്റം ഡിസൈൻ അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള റൗണ്ട്സ് ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ ആയിരുന്നു. ഒരു ഹാഫ് ആൻ അവർ ലൈവ് കോഡിങ്ങും പിന്നെയുള്ള ഹാഫ് ആൻ അവർ നമുക്ക് പ്രോജക്റ്റിൽ എന്തായിരുന്നു ചെയ്തത് അതിനെ കുറിച്ചായിരുന്നു. സ്റ്റെം അപ്രോച്ച് എന്നാണ് പറയുന്നത്. നമ്മളെ സിറ്റുവേഷൻ എന്തായിരുന്നു, അതിൽ ഞാൻ എന്ത് ആക്ഷനാണ് എടുത്തത്, അതുകൊണ്ടുണ്ടായിരുന്ന റിസൾട്ട് എന്താണ്, അങ്ങനെ കുറച്ച് ഇതായിരുന്നു. അപ്പോ അത് അവരുടെ ഒരു മെക്കാനിസം, അത് റിലേറ്റഡ് ആയിട്ടായിരുന്നു അവരുടെ ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾസ്. അപ്പം അതിൽ അവര് ഒരു ഫോക്കസ് ചെയ്ത കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്തായാലും നമ്മൾ ഫെയിലിയേഴ്സ് ഉണ്ടാവുമല്ലോ, ആ ഫെയിലിയേഴ്സ് അഡ്മിറ്റ് ചെയ്തിട്ട് അതിൽ എന്ത് കറക്റ്റീവ് ആക്ഷൻ ആണ് നമ്മുടെ സൈഡിൽ നിന്ന് എടുത്തത്, അങ്ങനെ കുറച്ച് മാനേജറിയൽ ആയിട്ടുള്ള കാര്യങ്ങളും ലീഡർഷിപ്പ് സ്കിൽസും നോക്കാൻ വേണ്ടിയിട്ടും. അതുപോലെ ഹാഫ് ആൻ അവർ അതിനായിരുന്നു, പിന്നെ ഹാഫ് ആൻ അവർ ടെക്നിക്കൽ സ്റ്റഫിന്. അങ്ങനെ ഒരു 5 റൗണ്ട്സ് ഉണ്ടായിരുന്നു. ഇതാണ് ബേസിക്കലി പ്ലേസ്മെന്റ് പ്രോസസ്സ് ഞാൻ ഫേസ് ചെയ്തത് ഉണ്ടായിരുന്നത്. പിന്നെ ഇത് എന്തായാലും ഓരോ കമ്പനി ഡിപ്പെൻഡ് ആയിരിക്കും. പിന്നെ ഇപ്പം ഞാൻ എടുത്തിട്ട് കുറച്ച് ഒരു 3 years അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം ക്യൂബേഴ്സിന്റെ എടുത്തിട്ടാണെങ്കിൽ ആമസോൺ റീസെന്റ് ആയിരുന്നു. എന്തായാലും ഇതിപ്പം ഓരോ ഇയർ അവർ റിവൈസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബേസിക്കലി ഓൾമോസ്റ്റ് ഈ ഒരു ഇതിലായിരിക്കും മാനേജറിയൽ റൗണ്ട് ഉണ്ടാവാം, ടെക്നിക്കൽ റൗണ്ട് ഉണ്ടാവാം, പിന്നെ ചില കമ്പനീസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടാവാം. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ ഓക്കെ എനിക്കിപ്പം ഗ്രൂപ്പ് ഡിസ്കഷനിലാണ് സ്കില്ല് കുറവെന്ന് തോന്നുന്നെങ്കിൽ അത് കൂടുതൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് യൂട്യൂബിൽ എടുത്ത് കേൾക്കോ, അങ്ങനെ ലാക്കായ സ്കിൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ വണ്ടി വർക്ക് ചെയ്താൽ മതിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ലൈക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇപ്പം നമ്മൾ യൂഷ്വലി വിചാരിക്കും ഓക്കെ 10th എക്സാം കഴിഞ്ഞാൽ ഫ്രീ ആയി, പിന്നെ 12th എക്സാം വരും, പിന്നെ എൻട്രൻസ് എക്സാം വരും, പിന്നെ കോളേജിൽ പഠിക്കുമ്പോൾ ഗേറ്റ് കാറ്റ് അങ്ങനെ കുറെ എക്സാംസ് അല്ലെങ്കിൽ വരും. അപ്പം ഓക്കെ ഇത് കഴിഞ്ഞാൽ പഠിക്കുന്ന നിർത്തി ഫ്രീ ആവാം, അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ ലേണിംഗ് എന്ന് പറയുന്നത് ലൈക്ക് എനിക്ക് ഫീൽ ചെയ്തത് കരിയറിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് എപ്പോഴും. ഇപ്പം എഞ്ചിനീയറിംഗ് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏത് ബ്രാഞ്ച് റിലേറ്റഡ് ആയാലും പുതിയ ടെക്നോളജീസ് വരും. നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഇരുന്നില്ലെങ്കിൽ നമ്മൾ അവരെ പുറത്താക്കും. അപ്പം ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നെ എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ലെങ്കിൽ അത് അറിയില്ല എന്ന് പറയുന്നതിനെ കൊണ്ട് ഇന്റർവ്യൂസിലായാലും പുറത്തായാലും ഒരു കുഴപ്പമില്ല. ഇപ്പം നോളജ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്തിരിക്കുന്ന ആളുടെ അടുത്തായിരിക്കും കിട്ടുന്നതായിരിക്കും, ടീച്ചേഴ്സിന്റെ അടുത്തായിരിക്കും. അപ്പോൾ ആരുടെ അടുത്ത് കിട്ടുന്നതായാലും അത് മാക്സിമം ഗ്രാബ് ചെയ്തിട്ട് സെൽഫായി ഡെവലപ്പ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് നല്ലതായിരിക്കും. പിന്നെ എവിടെയായാലും ലൈക്ക് റിസൾട്ട് ചിലപ്പം നമുക്ക് ഫേവറബിൾ ആയിരിക്കാം, ചിലപ്പോൾ അൺഫേവറബിൾ ആയിരിക്കാം. ചില ഇന്റർവ്യൂസ് ക്ലിയർ ആവും, ചിലപ്പോൾ ക്ലിയർ ആവാതിരിക്കാം. അത് ലൈക്ക് പേഴ്സണലി എടുക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് ഒരു ഫെയിലിയറിന് എന്താ പഠിക്കാൻ പറ്റുന്നതെന്ന് നോക്കുക. പിന്നെ എല്ലാ സ്ഥലത്തും അവനവന്റെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക. ഇപ്പം
ലൈക്ക് ആഫ്റ്റർ കോളേജ് കുറെ കരിയർ പാത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ചെയ്യണം എന്നായിരിക്കും, അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകണം എന്നായിരിക്കും. അപ്പോൾ അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് ഏർലി ആയിട്ട് ആ ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് ലൈക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പെർസ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും റിസോഴ്സസ് ഉണ്ടാവും, ജസ്റ്റ് പോയിട്ട് അന്വേഷിച്ചാൽ മതി. ഇപ്പം ഞാൻ കോളേജ് പഠിക്കുന്ന ടൈമിൽ തന്നെ എനിക്ക് ആൾക്കാരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയായിരുന്നു. ടീച്ചേഴ്സ് ആയാലും അവരുടെ അടുത്ത് പോയിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിക്കുക, അവരുടെ നോളജിന് എനിക്ക് കൂടുതൽ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അതൊന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ലൈക്ക് അങ്ങനെ ആവാണ്ട് മാക്സിമം നിങ്ങൾക്ക് ചുറ്റും ഉള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് മാക്സിമം എങ്ങനെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ആ റിസോഴ്സസിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ സ്ഥലത്തും അവന്റെ ബെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് തന്നെ ഉണ്ടാവും. ഇതാണ് എനിക്കെന്റെ ഒരു ജേർണിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. അപ്പോ ഇതല്ലാണ്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ once again thank you so much for inviting. It's like back to college feeling. So thank you so much. Thank you, Aishwarya. Thank you, ma'am. Thank you, Ms. Pradiksha. Do you have any doubts? I saw your hand raised in your profile. Moving on, Aishwarya, can we have the next speaker? Yes, ma'am. Our next speaker, Ms. Rachna Srishan, Senior Manager Software Engineering, GE Aerospace and an alumna of GCEK. She has about 20 years of IT experience in software engineering and consulting. She will discuss about research jobs in the engineering field. Over to you, ma'am. Ma'am, mic unmute ചെയ്തിട്ടില്ല. Dana, you are on mute, Dana. Mr. Rachna? Unmute ചെയ്തു മാം. I hope you can hear me now. Yes. ഞാൻ രചന 99 GCK പാസ് ഔട്ട്. 25 വർഷമായി കോളേജ് വിട്ടെങ്കിലും ഇപ്പോഴും വെരി ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് GCK ആൻഡ് എസ്പെഷ്യലി ദ CE പ്രോഗ്രാം. ഇറ്റ്സ് എ പ്രൗഡ് ആൻഡ് ഹാപ്പി മൊമെന്റ് ടു ബി ടോക്കിംഗ് ആസ് പാർട്ട് ഓഫ് ഇഗ്നൈറ്റ്. ഞാനിപ്പം GE എയറോസ്പേസിൽ സീനിയർ മാനേജർ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് വർക്ക് ചെയ്യുന്നു. GE പറ്റി അറിയോന്ന് അറിയില്ല എല്ലാവർക്കും. തോമസ് എഡിസൺ, ദ പേഴ്സൺ ഹു ഇൻവെന്റഡ് ബൾബ്, ഫൗണ്ട് ചെയ്ത കമ്പനിയാണ്. ഇറ്റ് ഇസ് എ 130-year-old കമ്പനി. GE ഇപ്പം ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ എയറോസ്പേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ ഷെയർ സം ഡീറ്റെയിൽസ് ഓഫ് വാട്ട് ഐ ഡു ഓൾസോ. നൗ എന്റെ ടോപ്പിക് ഇന്ന് എന്താണ് റിസർച്ച് എഞ്ചിനീയറിംഗും അതിൽ എന്തൊക്കെയാ ജോബ്സ് ഉള്ളതെന്നാ. ഒരു റിസർച്ച് എഞ്ചിനീയർ എന്ന് പറഞ്ഞാല് ഇന്നത്തെ പ്രോബ്ലംസ്, നമ്മുടെ ജനങ്ങളോ ആൾക്കാർ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് നോക്കി അതിനെ ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിച്ച് അതിന് കണക്കായിട്ട്, അതും ഇന്നത്തെ പ്രോബ്ലത്തിന് ഇന്നൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമല്ല, ഒരു ഫാസ്റ്റ് ഫോർവേഡ് വ്യൂ വെച്ചിട്ട് പുതിയ പ്രോഡക്റ്റ് ഐഡിയ, പുതിയ പ്രോസസ്, പുതിയ ടെക്നോളജി എന്താന്ന് വെച്ചാൽ അതാണ് ഒരു റിസർച്ച് എഞ്ചിനീയർ വർക്ക് ചെയ്യുന്ന ഫീൽഡ്. അവർ അതിനു വേണ്ടി ഒരുപാട് ഡേറ്റ, ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്തിട്ടാണ് ഈ റിസർച്ചും ചെയ്യുന്നത്. ആൻഡ് ദേ കം അപ്പ് വിത്ത് innovative solutions. So generally there will be research R&D teams or R&D organizations, both private, government, academic, adilellam undavu ingante field. That's where they get a job. And one thing I have to say is this is a very very coveted role. Oru നമ്മുടെ ലോകം തന്നെ മാറ്റിമറിക്കാൻ പറ്റിയ ഒരു ഫീൽഡാണ്. They are the ones who look forward. എന്താണ് ലോകത്തിന് വേണ്ടതെന്ന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫീൽഡ് ഒരു 10 അല്ലെങ്കിൽ 20 വർഷം മുമ്പേ നമുക്കൊന്നും ആലോചിക്കാൻ പോലും വയ്യാത്ത ഒരു ചേഞ്ചസ് ആണ് ടെക്നോളജിയും പലതരം ഇന്നോവേഷനും ഇൻവെൻഷൻസും ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ ഫീൽഡിൽ ജസ്റ്റ് ഒരു മൊബൈൽ ഡിവൈസിലൂടെ വന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മുടെ മൊബൈലിനുള്ളിലാക്കി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 25 വർഷം മുമ്പേ എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പം അവിടുത്തെ CEO അയാള് ഇയർഫോൺസിലിട്ട് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നടക്കുമ്പോൾ നമ്മൾക്ക് അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ഇയാളിത് എന്താ ഇങ്ങനെ, ആരോടാണ് അയാള് വായുവിൽ സംസാരിച്ച് നടക്കുന്നത്? അന്നൊന്നും നമുക്കൊന്നും മൊബൈലില്ല. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് എന്റെ സ്വന്തം മൊബൈൽ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കറിയാം ഈ ഓഡിയൻസിലെ 30-40 ആൾക്കാർക്ക് മൊബൈൽ ഇല്ലാത്തൊരു ലോകത്തിനെ കുറിച്ച് അറിയ പോലും ഉണ്ടാവില്ല. അത്രയ്ക്ക് ഫാസ്റ്റ് ആണ് ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നത്. വേ ദ വേൾഡ് ഇസ് ചേഞ്ചിങ് ഇസ് so fast. And it's a very getting into research is probably one of the most enjoyable, coveted, but it's not easy, and that is what I want to talk about. ഒരുപാട്
എക്സ്പ്ലോറേറ്ററി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് വേണം. ആൻഡ് ഐ തിങ്ക് ദിസ് ജോബ് ഇസ് റെലവെന്റ് ഇൻ എ ലോട്ട് ഓഫ് ഇൻഡസ്ട്രീസ്, ബിഗിനിങ് ഫ്രം ഹെൽത്ത് കെയർ, where I think a lot of changes and new things are coming today. Biomedical, biotech, genetic എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചേഞ്ചസ്. I think there is this SMA as a ഒരു ന്യൂ ബോൺസിന് ഉണ്ടാവുന്ന ഒരു കണ്ടീഷനും അതിന്റെ പേരിൽ ഒരുപാട് we've been hearing about that. So medical healthcare is a field where there's a lot of research going on. Then in transportation, automobile, I am a part of aerospace and I can share some details. In a military defense, cutting edge breakthrough technology related research നടക്കുന്ന ഒരു ഫീൽഡാണ് അത്. Then obviously in the computer hardware and software areas, computer scientist, data scientist, റിസർച്ച് എഞ്ചിനീയർ, റിസർച്ച് അസോസിയേറ്റ്, ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്ന ടേംസ് ആയിരിക്കും. ഒരുപാട് ഹയറിംഗ് ഇന്നിപ്പോ നടക്കുന്ന ഒരു ഫീൽഡാണ് അത്, കമ്പ്യൂട്ടർ റിലേറ്റഡ് റിസർച്ച്. ദെൻ ഇൻ ഇൻഡസ്ട്രി, അഗ്രികൾച്ചറൽ, സ്പേസ്, ഐ തിങ്ക് all of us as part of our growing up, when we first got a interest towards engineering, NASA അല്ലെങ്കിൽ DRDO അല്ലെങ്കിൽ ISRO, space ആണ് would have been one of the first areas where we initially wanted to be part of. ഇന്നും scientist എന്ന് പറയുമ്പോൾ it is NASA or space which comes to our mind, and there's still a lot of research which happens there. അതൊക്കെ വെരി കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഓർ കട്ടിംഗ് എഡ്ജ് റിസർച്ച് വിച്ച് ഹാപ്പൻസ്. പിന്നെ എനർജി ഫീൽഡിൽ ടു മേക്ക് എനർജി മോർ എഫിഷ്യൻറ്റ്. ഐ തിങ്ക് സജേഷ് സർ ഓൾസോ സ്പോക്ക് അബൌട്ട് ദാറ്റ് എ ലോട്ട് ഇൻ ഡീറ്റെയിൽ. സോ ദർ ആർ ലോട്ട് ഓഫ് ഏരിയാസ് ഓർ industries where research applies. In fact, I don't think there is any area where it is not there. Now, what does a research engineer actually do? So research engineer is somebody who looks into problems today and comes up with സൊല്യൂഷൻസ്. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് കെയറിൽ ഐ തിങ്ക് ഒരു റിസർച്ച് നടന്ന പ്രകാരം ഇന്ത്യയിലെ റൂറൽ ഏരിയാസിൽ ന്യൂ ബോൺ ബേബീസ് ആൻഡ് ഡെത്ത് വാസ് എ rising number. There was a lot of deaths happening. And as part of that, I think GE only came up, GE Healthcare, അവര് ഈ നാനോ ഇൻക്യുബേറ്ററിൽ ന്യൂ ബോൺ ബേബീസിന് ടേക്ക് കെയർ ചെയ്യാനുള്ള ഇൻക്യുബേറ്റർ കെയിം ആസ് എ solution. It was a very huge invention, probably 20 years back. But അത് കഴിഞ്ഞിട്ടുള്ള data proved that the newborn deaths was not solved. It was still there. And further research, people who were doing research in that field was able to get to a root cause that girls in an adolescence age, ഒരു 10 മുതൽ അല്ലെങ്കിൽ ഒരു 12 മുതൽ 18 വരെയുള്ള പെൺകുട്ടികൾ in the rural areas are malnutritioned. They are not getting enough nutrition as part of their daily life. So there is a research which went behind it to identify this root cause. And then there were what do I say? There were precautionary measures or countermeasures which was put in by government and other agencies, private agencies, NGO agencies to take care of it. After that, this newborn deaths, the number of newborn deaths really came down. I wanted to share this example to say that it is very important in a research job to make sure that you really get into the depth of the problem. And you cannot design something which works for the problem today. It is very essential to have a view at least 20 years down the line. Not 20 years, it could depend upon the industry and the problem that you're working on. But it is very essential to have that forward view. അത് കഴിഞ്ഞാൽ വൺസ് ആ ഒരു പ്രോബ്ലം ആയി കഴിഞ്ഞാൽ, പ്രോബ്ലം ഡെപ്തിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഐഡിയ വന്നു, പിന്നെ അതിനുവേണ്ടി ഡിസൈൻ ചെയ്ത് അതിന്റെ പ്രോഡക്റ്റ് ഇതാക്കി, പിന്നെ അതിന് എഞ്ചിനീയേഴ്സ് ബിൽഡ് ചെയ്ത് കുറെ വലിയൊരു പ്രോസസ്സാണ്, ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി, പിന്നെ അതിന്റെ ആക്ച്വൽ ഇംപ്ലിമെന്റേഷൻ വന്ന്, പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് there are many people who go into taking a patent around it. എന്റെ കമ്പനിയിൽ തന്നെ ഏറ്റവും അധികം പേറ്റൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് പേറ്റൻസ് ജി വഴി പോയിട്ടുണ്ട്. സോ essentially now in എൻ്റെ സ്വന്തം ടീമിൽ I have data scientist. Now I want to give you an example of where data a scientist or a research job applies in a computer field. So, and I will say that with an example of my own space. So I work on in the aerospace, and what I do is we work on aeroplane engines. Or engine എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു റൂമിന്റെ അത്ര വലിപ്പമുണ്ട്, and there are around 1,500 parts in the engine. ഓരോ പ്രാവശ്യം എഞ്ചിൻ എയർപ്ലെയിൻ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാലും we cannot open up the engine and look at the wear and tear of it.
എന്നാലേ അതിന്റെ സർവീസിങ് ചെയ്യാൻ പറ്റൂ. അത് പക്ഷേ ഓരോ പ്രാവശ്യം നമുക്ക് ഈ എഞ്ചിനെ തുറന്നെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ടീം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീവ് ഗോട്ട് ഈ എഞ്ചിന്റെ ഓരോ പാർട്സിലും സെൻസേഴ്സ് വെച്ചിട്ട് അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യും. ഇപ്പൊ ആഫ്രിക്കയിൽ പറക്കുവാണെങ്കിൽ അതിന്റെ ഡേറ്റ വേറെ ആയിരിക്കും. എന്നാൽ ഇപ്പൊ ഒരു ഭയങ്കര കോൾഡ് കൺട്രിയിൽ പറക്കുവാണെങ്കിൽ അതിന്റെ ഡേറ്റ വേറെ ആയിരിക്കും. അപ്പൊ ആ ഡേറ്റ കളക്ട് ചെയ്തിട്ട് എന്തായിരിക്കും ഈ എൻജിൻ പാർട്സിന്റെ വെയർ ആൻഡ് ടയർ, അത് അനലൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ഉണ്ട് എനിക്ക്. ആൻഡ് ദേ ആർ ദ ഡേറ്റ സയന്റിസ്റ്റ് ഹു ലുക്ക് അറ്റ് ദിസ് ഡേറ്റ ആൻഡ് ബേസ്ഡ് ഓൺ ദ ഡേറ്റ ഐ ഹാവ് അനദർ ടീം ഹു ബിൽഡ്സ് എ മോഡൽ, ഒരു AI മോഡൽ ഉണ്ടാക്കിയിട്ട് ദേ പ്രെഡിക്റ്റ് when should an aeroplane go for a servicing or a shop repair and maintenance. So that is what we do in my team, and it's a very interesting field. I enjoy my work. I enjoy leading this. I have a team of 50-60 people, and it is a very absolutely satisfactory job. I should say ഒരു റിസർച്ച് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറെ ടൈം എടുക്കും. യു ഷുഡ് ബി റെഡി ടു ഫെയിൽ മൾട്ടിപ്പിൾ ടൈംസ് ആൻഡ് ഈച്ച് ടൈം ലേൺ ആൻഡ് കം ബാക്ക് സ്ട്രോങ്ങർ. I'm really looking forward for many more girls to get in that field. പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു BTech ഡിഗ്രി മിക്കവാറും മതിയാവില്ല. Most of the time you have to go for a master's, and probably depending upon the specialization or the field that you want to go ahead, you will have to take an advanced PhD or അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതിന്റെ ഇടയിൽ ഒരു ജോബ് എക്സ്പീരിയൻസ് എടുക്കുവാണെങ്കിൽ you will also get an idea of whether this is a field that you want to pursue. So that is how you will have to go ahead. I am very, very happy to share my experience however you want. I'm available in this chat also. You can post any questions. I'm also available on LinkedIn. You can connect with me, and I'm ready to share any information with you. Rachna, thank you. Thank you so much, Rachna. As always, a good support from your side. And I'm sure that the kids here who are planning to come into engineering will definitely get benefited with the support of all these seniors over here, because they've got so much of experience. So please do use these contacts and try to pose your questions. എന്തൊക്കെയാണ് മനസ്സിൽ വരുന്നത്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഇവരുമായിട്ട് ഷെയർ ചെയ്യുക. കാരണം അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത് തന്നെ. So thank you, Rachna. Hope we'll get the questions in the chat box or in the WhatsApp group. Thank you. Aishwarya? Yes, ma'am. Now, I would like to invite Ms. Salina Shashidharan, Planning Director of Arkin Project Management Services. She is an alumna of GCEK, experienced in planning in the construction and project management industry. Today, she is going to speak about managerial roles. Very good evening to one and all here. Thank you, Aishwarya, for that introduction. As always, I'm so happy to be part of Ignite again. And I believe the events like this are obviously helping the new engineering aspirants, particularly female candidates, to know more about engineering and career options. Now that you have already listened to our eminent speakers here today about various options after graduation, I would like to take you a little bit further and explain you something about managerial roles. You'll be wondering why this topic. Maybe it's a chair that you will be sitting after 10 or 12 years if you're just stepping to an engineering college. But I would say every employed person enjoys a career move. And when it is from an engineer, or let's say from a senior engineer to a managerial role, you feel more happy, you feel motivated, more satisfied, and obviously that role is more rewarding. Now, every managerial role requires certain years of experience and multiple skills that you earn during your learning, whether it is graduation or post-graduation, and during your internship or your early practicing years. As you might be knowing, our country, India, is one of the countries that supplies the greatest number of engineers per year in this world. And that number is, don't be shocked, it's in lakhs. I believe you already know that. And that shows the love of this country towards engineering. On the contrary, that also poses a major question about the quality and quantity of engineering graduates that comes out from
that comes out every year. And I believe, if not all, unlike what we had in the past, the technical universities and the colleges have started addressing these issues. That's by arranging various options for skill development along with the basic and core engineering education. And also some of the colleges are mandating internship, which is a good move towards industry development. As many speakers mentioned here already, this is something that's really important. I'm not denying technical writing skills and memorization are good, but suitable technical skills and training is certainly needed for every graduate to fulfill a senior role in every organization. Particularly for female graduates, this is because you're competing with a world where gender imbalance is still an issue. Now, when you move to the next step in your career, your responsibilities obviously increase. Here is where your previously earned technical skills will help you to do more. And apart from technical skills, you must also acquire some interpersonal and decisional skills for being best suited for a managerial position. When you're working as an engineer, you're only interacting with a limited number of people. And when you're working as a manager, you're not only managing in your role, but you lead your team, you lead a department, perhaps you lead a whole organization. And when you look at a good manager, or when you define a good manager, I would like to say she identifies the problems and she finds the opportunities for growth. And a good manager should communicate effectively with the team members, and she should share only relevant information with her team. Like if a manager is only passing the puzzle, or she's doing a passing the puzzle job, she's not suited for it. In many occasions, this manager represents the company by becoming, what should I say, a spokesperson for that company itself. And that is through the work she does being a manager. So this is something that's very important, I would say. And another additional skill for a managerial role, I think it applies to every engineering branch, in my opinion. That is having a knowledge about interfacing engineering branches. I don't know, if you compare it with civil engineering or construction industry, your skill and knowledge about other branches, you manage your work more effectively, because your project or your constructed building does not go live without interfacing with the other engineering branches. Now, all these things you can learn while working with a good manager or with a good team during your early career experience. At the same time, you can utilize your early years by doing part-time studies or certifications in management or skills development, which will reward you with a good promotion. So there are a lot of options available for management certifications, both online and offline, that you can do when you are doing an early job. Now, many people have asked me in the past, like, how do you manage stress? Or are you less stressed than your peers being a female manager? And my answer is always simple. You have to find happiness in what you do and what you work for and what you deliver. If you find that happiness, then you can easily manage any stressful situation. I don't want to talk more, as we have already passed the time limit. So before I conclude, I would like to say something. Before 23 years, that's when I stepped into the gates of GCEK, or before, when I appeared for the entrance exam, I had no clue of what I would be doing after completing engineering. But looking back is always a truly rewarding experience, and it pushes me to do more every day. It's like, if I compare, delivering every project of mine is like delivering a baby. That's so close to my heart. So I hope that this short session has imparted some insights of how you can perform a managerial role. And if you have any questions, I'm more than happy to help anytime.
through any platforms, WhatsApp or LinkedIn or anything. Wishing all the best to all new engineers, and thank you, Shi and Vandana ma'am, for this opportunity. Good night. Thank you. Selena, again, thanks a lot, because you have always encouraged She and also all the programs under She. And I'm sure that Selena, who has been in a senior manager position, is the right person to impart the pros and cons and all the I should say the nuances of this particular position, because she has been a student of mine and I've seen her growing to this topmost position. So she has crossed all the hurdles, and I'm very confident that she'll be the right person for you to contact, especially for those who are planning to join civil engineering. So thank you, Selena, and I hope the participants will post the questions and we'll get back to you with the questions. Aishwarya? Yes, ma'am. As our next speaker, we have Ms. Angela Jose, co-founder VMC. She did her BTech in Computer Science and Engineering from GCE Kannur. Today, she is going to share her entrepreneurial journey with us. I welcome you, ma'am. Angela, I think you're on mute, Angela. Hi, ma'am. Can you hear now? Yeah, it's better now. Thank you. Okay, yeah, sorry. So, as Aishwarya mentioned, ഞാൻ 2015 pass out ആണ്. 2015 തന്നെ ഞാൻ മാരേജ് കഴിഞ്ഞ് കുവൈറ്റിലേക്ക് മൂവ് ഓൺ ചെയ്തു. So, as soon as my BTech, I started self-learning. So, അതായിരുന്നു എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. എനിക്ക് TCS ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് പോയിട്ടില്ല. പകരം ഞാൻ സെൽഫ് ലേണിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ഫ്രീലാൻസർ ആയിട്ടായിരുന്നു എൻ്റെ വെരി ഫസ്റ്റ് ബിഗിനിങ്. സോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ ഞങ്ങളുടെ കമ്പനി ഒരു 5 years ഇപ്പം 5 years കംപ്ലീറ്റ് ആയി. സോ എൻ്റെ ആ ഒരു ചെറിയ എക്സ്പീരിയൻസ് ആൻഡ് അഡ്വൈസ് ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് തരാൻ പോകുന്നത്. So 5 years ago, when I started, it was like a bit blank for me, because ഞാൻ സെൽഫ് ലേണിംഗ് ആയിട്ട് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് കിട്ടിയ കുറച്ച് ക്ലയൻസിനെ വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ആസ് യൂഷ്വൽ കുറച്ചൊരു പെർസെൻറ്റേജ് കുട്ടികൾക്ക് ബിടെക് കഴിയുമ്പം ഒരു സ്റ്റാർട്ടപ്പിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റിയുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ഇതിന്റെ ഒരു പ്രോസ് ആൻഡ് കോൺസ് പറയാമെന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ ഇതിലിപ്പം ഓന്റർപ്രണർ ആവണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഡ്രീം ഉണ്ട്, ബട്ട് അത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. സോ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ആ ഒരു ഐഡിയ, ഇറ്റ് മേ ബി എ പ്രൊഡക്റ്റ്, ഇറ്റ് മേ ബി എ സർവീസ്, എനിത്തിങ്. സോ ആ ഒരു ഐഡിയ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഒരു മെന്റർ ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ എന്റെ കേസിൽ ദി സെക്കൻഡ് വൺ ആയിരുന്നു. അതായത് ഞങ്ങളുടെ വ്യാംസയുടെ കോഫൗണ്ടർ ഓൾറെഡി ഒരു 10 years എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ അവരുടെ ഒരു മെന്റർഷിപ്പ് എനിക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിരുന്നു. അപ്പോൾ ടെക്നിക്കൽ, അതായത് ഞാൻ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എനിക്കില്ല. ഞാൻ ബിടെക് കഴിഞ്ഞ് ആ വെരി സെയിം ഇയറിലാണ് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഇല്ല. ബട്ട് ഈ ഒരു ടൈമിൽ ഇപ്പൊ ഒരു 5 years ഞാനൊരു 300-400 ക്ലയൻസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെന്ന് വെച്ചാൽ അതിൽ ഓരോ ക്ലയൻസും ഓരോ അതായത് ബിസിനസ് പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഓരോരുത്തർ എല്ലാം ഒന്നിനൊന്ന് യുണീക്ക് ആണ്. ഒന്നും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് അവിടെ വരുന്നില്ല. അപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസ് ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടി. അതിന്റെ കൂടെ എനിക്ക് മെന്റർ ചെയ്യാൻ ഞങ്ങളുടെ കോഫൗണ്ടർ ഉള്ളതും കൂടിയാണ് അത്രയും ഒരു സക്സസ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത്. സോ യു ഷുഡ് ഹാവ് എ ക്ലിയർ ഐഡിയ, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് either you should have a good experience to bring this dream up. Otherwise, you should have someone who is very much experienced to help you to bring your dream up. So, പിന്നെ പറയാനുള്ളത്,
നിങ്ങൾ ഒരുപാട് ലേണിംഗ് പ്രോസസ്സിലൂടെ വരണം. നിങ്ങൾക്ക് ജസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഓക്കെ ഇതെനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അത് നമ്മൾ ആ ഒരു ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് മേ ബി നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാം. ബട്ട് അത് മാത്രം പോരാ, അതിനെ പറ്റി നിങ്ങൾക്ക് അതിന്റെ ഡെപ്ത് അറിയണം. അതായത് എങ്ങനെ ഇതിപ്പോ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ബിസിനസ് റിലേറ്റഡ് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മാർക്കറ്റിൽ എത്തിക്കാം, അതിനെ എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. പിന്നെ നെക്സ്റ്റ് തിങ് എന്ന് വെച്ചാൽ ഇപ്പം എക്സ്പെഷ്യലി ഇവിടെ ഗേൾസ് ഇരിക്കുന്നത് കൊണ്ട് ഇതൊരു ഈസി പ്രോസസ് അല്ല. നമുക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് അത് എന്തായാലും ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ എത്തുമ്പോൾ, നിങ്ങളിപ്പോൾ എല്ലാവരും ചെറിയ കുട്ടികളാണ്, അപ്പോൾ നിങ്ങളുടെ ഒരു മാരേജ് ആയി നിങ്ങൾക്ക് കുട്ടികളായി ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഇറ്റ് വോണ്ട് ബി ലൈക്ക് എൻ ഈസി പ്രോസസ്. അത് നിങ്ങൾ ഈസി ആണ്, നിങ്ങൾക്ക് അതിൻ്റെതായ നിങ്ങൾ ഫ്രീ ആയല്ലോ, നിങ്ങൾക്ക് വേറെ നോക്കണ്ടല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഒഴിവാക്കണം. യു ഷുഡ് ബി വെരി മച്ച് അവെയർ ദാറ്റ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി പ്രോസസ്. ഇതിലൂടെ നിങ്ങൾ മീൻസ് യു വിൽ ഹാവ് ടു വെയർ എ ലോട്ട് ഓഫ് ഹാറ്റ്സ്. സോ അതിനൊക്കെ നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എന്റർപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു മെയിൻ ഫാക്ടറാണ് ബിൽഡിംഗ് എ നെറ്റ്വർക്ക്. സോ നിങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഇനി വരുന്ന ഒരു 4 വർഷം ഓൾറെഡി നിങ്ങൾക്ക് ഒരുപാട് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാനും ഒരുപാട് മീറ്റപ്സ് ജോയിൻ ചെയ്യാനും അങ്ങനെയുള്ള ചാൻസസ് നിങ്ങൾക്കുണ്ട്. ഇന്റേൺഷിപ്സ്, സോ ആസ് ഐശ്വര്യ മെൻഷൻ, ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടു ലേൺ, ടു ബിൽഡ് നെറ്റ്വർക്ക്സ്, ടു ബിൽഡ് റിലേഷൻഷിപ്സ്. സോ അതിനൊക്കെ ഈ ഒരു ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു കോളേജിന്റെ ഒരു സെമ്മിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ IV അല്ലെങ്കിൽ ഈ ഇന്റേൺഷിപ്പ് നിങ്ങൾ അതിന് വേണ്ടി കാണരുത്. ഇപ്പൊ ഞങ്ങളുടെ അടുത്തായാലും ഇപ്പൊ ഓൾറെഡി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയേഴ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്, ഓൺലൈനായും ഓഫ്ലൈനായും ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം അവർക്കായാലും ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് ഫോർ എ സേക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഞങ്ങൾ തരില്ല. നിങ്ങൾ പഠിച്ച് ഞങ്ങൾ ചെയ്ത് കാണിച്ച് മാത്രമേ സർട്ടിഫിക്കറ്റ് തരൂ. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് എന്നുള്ള ഒരു സേക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്റേൺഷിപ്സിനെ കാണരുത്. പിന്നെ വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, നിങ്ങളൊരു ബിസിനസ് ഓണർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇതിലൊരു എന്റർപ്രണർഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഡോണ്ട് ജസ്റ്റ് കൺസിഡർ ഇറ്റ് ആസ് എ മണി മേക്കിംഗ് പ്രോസസ്. സോ അതല്ല, സോ ഇറ്റ്സ് ജസ്റ്റ് എ ബിസിനസ്. ഓക്കെ, നിങ്ങളൊരു മണി മേക്കിംഗ് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ അതൊരു ബിസിനസ് മാത്രം. ബിസിനസ് നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ, നമുക്ക് അതിനെ ഒരു എന്റർപ്രണർഷിപ്പിന് പറയാൻ പറ്റില്ല. അപ്പോ ഇപ്പം ഞങ്ങളുടെ വ്യാംസേനെ സംബന്ധിച്ചിടത്തോളം 300 ക്ലയൻസ് ആണെങ്കിൽ അതിൽ ഓരോ 300 ആളുമായിട്ട് എനിക്ക് ഒരു ഓണർ എന്നുള്ള നിലയിൽ, കമ്പനിയുടെ ഒരു കോഫൗണ്ടർ എന്നുള്ള നിലയിൽ എനിക്ക് നല്ലൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കിംഗുമായിട്ട് ഇതിന് കംപ്ലീറ്റ്ലി ലിങ്ക്ഡ് ആണ്. അപ്പോ ആ ഒരു കണക്ഷൻ, ആ ഒരു പേഴ്സണൽ കണക്ഷൻ പല രീതിയിലും ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് whenever they want a help, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ടിന് ഒരു ഹെൽപ്പ് വേണം, they just come to us. അതിൽ പിന്നെ അവർക്ക് വേറെ ഒരു ബിസിനസ്സിലേക്ക് പോയി അവിടെ പോയി റിക്വയർമെന്റ് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. So if you are looking to become an entrepreneur, just don't think it's as a business. Just consider try to keep personal relationship with your clients. And so finally, very important thing is, even though ഒരു entrepreneurന് different hats wear ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് different roles ചെയ്യേണ്ടി വരും, but you should have a very good team. സോ നിങ്ങളിപ്പം മേ ബി ഇഫ് സപ്പോസ് നിങ്ങളുടെ ബിടെക് കഴിഞ്ഞ് നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി നിങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ, യു ഷുഡ് ഹാവ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ആസ് യുവർ പാർട്ട്നേഴ്സ്. എങ്കിൽ മാത്രമേ നമുക്കത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സോ either it could be like a good partners, or you can build a very good team. ഇപ്പം ഓൾറെഡി ഇവിടെ വന്നിരിക്കുന്ന ബാക്കി സ്പീക്കേഴ്സ് ഒക്കെ പറഞ്ഞ പോലെ അവർക്കൊക്കെ മിക്കവാറും എല്ലാവർക്കും നല്ലൊരു എഫിഷ്യന്റ് ടീം ഉള്ളത് കൊണ്ടാണ് അവർക്ക് അവരുടെ ആ ഒരു ജോബ് റോൾ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. സോ ഇറ്റ്സ് ദ സെയിം തിങ് ഫോർ യു. ജസ്റ്റ് നമ്മളൊരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് നല്ലൊരു എഫിഷ്യന്റ് ടീം വേണം.
ആൻഡ് അഗെയിൻ അവിടെയാണ് ഇപ്പം സലീന മാം പറഞ്ഞ പോലെ നമ്മുടെ ലീഡർഷിപ്പ് മാനേജറൽ റോൾസിനൊക്കെ അവിടെയാണ് കറക്റ്റായിട്ട് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഇത് എല്ലാം സക്സസിനുള്ളതാണ്. ഇനി ഇൻ കേസ് നമുക്ക് എനിക്ക് തന്നെ പേഴ്സണലി എനിക്കറിയാം, ഇപ്പോൾ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടി ഇതുപോലെ അവർ ഇത് സെയിം ആയിരുന്നു, ബിടെക് കഴിഞ്ഞു. അവര് 2-3 ഫ്രണ്ട്സ് കൂടി, അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു, അവരൊരു ആപ്ലിക്കേഷൻ മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ടീമിനെ ബിൽഡ് ചെയ്തു. അവർ നന്നായിട്ട് ടാലന്റഡ് ആയിട്ടുള്ള ഡെവലപ്പേഴ്സിനെ ഹയർ ചെയ്തു, അവർ ചെയ്തു. ബട്ട് ഒരു 1 ഇയറിനുള്ളിൽ തന്നെ അവരിത് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു, വൈ, നിങ്ങൾ എന്താ ഇത്രയും, കാരണം അവർ ഓൾമോസ്റ്റ് ഇത്രയും നന്നായിട്ട് ഫണ്ടിങ് ഒക്കെ ചെയ്ത് ബിൽഡ് ചെയ്ത് വന്നു, പക്ഷെ അത് അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. സോ അത് റീസൺ പറഞ്ഞത്, ഫസ്റ്റ് തിങ് അവരുടെ ഫണ്ടിങ് ആയിരുന്നു. അവർ പറഞ്ഞത് അവർക്ക് വേറെ ഒരു ഇൻവെസ്റ്ററിനെ ഒന്നും കിട്ടിയില്ല, കാരണം ഇവരുടെ ആപ്ലിക്കേഷൻ അത് മീൻസ് പകുതിക്ക് വെച്ച് അവർക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, ബാക്കി അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. അപ്പോ അത് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമുക്കൊരു സാധനം തുടങ്ങി വെക്കാൻ എളുപ്പമാണ്, ഓക്കെ, പക്ഷെ അതിനെ നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുപോകാന്നുള്ളത് ഡെഫിനറ്റ്ലി അത് കുറച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതും അഗെയിൻ ഒരു ഈസി പ്രോസസ് ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു ഇവൻ ദോ ഇറ്റ്സ് സ്ലോ, ജസ്റ്റ് ബി സ്റ്റഡി, കൺസിസ്റ്റന്റ് ആയിരിക്കുക, നമ്മൾ ഡിറ്റർമിൻഡ് ആയിരിക്കുക. അപ്പോൾ ഫെയിലിയേഴ്സ് വരാം, ഫെയിലിയേഴ്സിൽ നിന്ന് നമുക്ക് ലേൺ ചെയ്ത് ആ ഒരു ഫെയിലിയേഴ്സ് എന്താണോ അതിനെ മോഡിഫൈ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോവാം. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ചാറ്റ് ബോക്സിൽ ഇടാം. I will be available. Thank you so much, everyone, for this opportunity. Thank you, Angela. Angelina പറ്റി പറയുകയാണെങ്കിൽ I can very well tell you that she is one of the confident entrepreneurs from GC Kannur, especially among the ladies. അപ്പം എന്തുകൊണ്ടും ഒരു എഞ്ചിനീയറിംഗ് ജോലിക്ക് ശേഷം സ്വന്തമായി സംരംഭകത്വത്തിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്കുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു മാർഗദർശിയായിരിക്കും ആഞ്ചല. അപ്പൊ തീർച്ചയായും ആഞ്ചലയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നു ചേരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയണ്ടാവില്ല, പക്ഷെ ഭാവിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്ന സമയങ്ങളിലും ഈ ഒരു കോൺടാക്ട് യൂസ് ചെയ്തുകൊണ്ട് ആഞ്ചലയുടെ ഗൈഡൻസ് എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സോ താങ്ക്സ് വൺസ് അഗെയിൻ. ആൻഡ് പാർട്ടിസിപ്പൻസ് അടുത്ത് ഇനി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതിവിടെ പ്ലീസ് പോസ്റ്റ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ് ഓർ use the link in the WhatsApp group and join the group and then post it there. So in Aishwarya? Yes, ma'am. The feedback form is available in the WhatsApp group and there you can share your doubts. So here we come to the end of Ignite 4.0 and I welcome Ms. Amita Babu from our SHE team to propose a vote of thanks. Very good evening, one and all. Today, as we come to the close of this remarkable event, I stand before you with heartfelt gratitude and sense of profound appreciation. On behalf of SHE GCK, I would like to extend my sincerest thanks to each and every one of you who have graced us with your presence and contributed to the success of this occasion. First of all, I would like to express my deepest gratitude to our beloved Principal Jaiprakash sir, esteemed keynote speakers Dr. K. Nawaz sir, Dr. Sajay sir and Bini sir for enlightening the group. Not to mention, I thank Dr. Vandana Sridharan for always guiding us through the path. Ms. Diana Emmanuel, Ms. Liana Sahir, Ms. Shilpa Rajiv, Ms. Aishwarya Sugumar, Ms. Sharanya Shamdas, Ms. Rajana Srishan, Ms. Selina Shashidharan and Ms. Angela Jose. I truly appreciate you for motivating the young and vibrant group of inspiring engineers with your words. I would also like to extend my heartfelt thanks to all the students and faculty. Once again, on success. Thank you one and all and have a good night. ഈ പ്രോഗ്രാം ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അഗെയിൻ പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് വൺസ് അഗെയിൻ, ഇവിടെ നമുക്ക് ചാറ്റ് ബോക്സിൽ ക്വസ്റ്റൻ ഒന്നും വന്നിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സ് ഒരുപാട് ഉണ്ടാവും. അഡ്മിഷനെ സംബന്ധിച്ചും കരിയർ ബ്രാഞ്ച് ചൂസ് ചെയ്യുന്ന സംബന്ധിച്ചും ഒക്കെ ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് വരും. അപ്പൊ അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഏത് സമയത്താണെങ്കിലും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ബാക്ക് ടു യു വിത്ത് ദി ആൻസേഴ്സ്. സോ ഇതൊരു റെയർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്, കാരണം വളരെ ഇൻഫോർമൽ ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. മാത്രമല്ല ഇതിൽ ഞങ്ങളുടെ പരമാവധി കഴിവിനനുസരിച്ച് എല്ലാ വാക്സ് ഓഫ് ലൈഫ്, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, റിസർച്ചേഴ്സ്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് മാനേജ്മെന്റിന് പോയ ആൾക്കാർ, ഇങ്ങനെ
ഇങ്ങനെ എല്ലാ വാക്സ് ഓഫ് ലൈഫ് എന്നുള്ള ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ല പ്ലാറ്റ്ഫോം, നല്ലൊരു തുടക്കവുമാകും എന്ന് ആഗ്രഹിച്ചും ആശംസിച്ചും കൊണ്ട് നമുക്ക് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കാം. സോ once again, thanks to all the speakers and to all my beloved students and alumni from the bottom of my heart, and to all the speakers who have taken out time, Nawaz sir, Sajesh sir, Binish sir, and also to our principal. Thank you one and all. Wish you all a very successful engineering days ahead. Ma'am, I think we have queries. Are there any queries coming up? Just one query, no? Yes. Can a science student join BSc Economics? Can science student join BSc Economics? ബേസിക്കലി നമ്മളിവിടെ ഇന്ന് എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ BSc എക്കണോമിക്സിനെ പറ്റി പറയാൻ, ആധികാരികമായിട്ട് പറയാൻ എനിക്ക് അവകാശമുണ്ടെന്ന് തോന്നില്ല. ഞാനൊരു 10-24 കൊല്ലമായിട്ടൊരു എഞ്ചിനീയറിംഗ് അധ്യാപികയാണ്. അപ്പൊ BSc എക്കണോമിക്സിനെ പറ്റി പറയാൻ എനിക്കിവിടെ ഉള്ളൊരു പരിജ്ഞാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എഞ്ചിനീയറിംഗിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ ടേക്കപ്പ് ചെയ്യാം. എഞ്ചിനീയറിംഗ് കോഴ്സിനെ സംബന്ധിച്ചോ അഡ്മിഷൻ പ്രൊസീജിയറിനെ സംബന്ധിച്ചോ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള കാര്യങ്ങളെ പറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ഇവിടെ പോസ് ചെയ്യാം. വേറെ ഏതെങ്കിലും കോളേജിൽ കിട്ടിയാൽ ട്രാൻസ്ഫർ കൊടുത്ത് ഇഷ്ടമുള്ള കോളേജിൽ പോകാൻ പറ്റുമോ? അതാണ് നേരത്തെ സംസാരിച്ചത്. അതായത് നമുക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഓപ്ഷൻ ലിസ്റ്റ് വളരെ കൃത്യമായിട്ട്, ബിനീഷ് സാർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ബിനീഷ് സാർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അത് ക്ലിയർ ആക്കി തരും. അതായത് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ചോയ്സ് അനുസരിച്ച് തന്നെ കൊടുത്തിരിക്കണം. അതായത് നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജ് തന്നെയായിരിക്കണം നമ്മൾ ആദ്യം കൊടുക്കുന്നത്. അതിനനുസരിച്ച് വേണം കൊടുക്കാൻ. അതായത് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ വരണമെങ്കിൽ തന്നെ നമുക്ക് മുകളിലോട്ട് കയറാനുള്ള സെക്കൻഡ് ഓപ്ഷനിലോ തേർഡ് ഓപ്ഷനിലോ പോകണമെങ്കിൽ നമ്മൾ ഓപ്ഷനിൽ അത് അവിടെ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് നിങ്ങൾ ആ ഓപ്ഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്ക് സീറ്റിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ സീറ്റിൽ ഇലക്ട്രോണിക്സ് വേണം, പക്ഷെ അതിന്റെ ഓപ്ഷൻ അതിന് മുന്നേ ഞാൻ കണ്ണൂരിൽ കൊടുത്തു, എനിക്ക് കണ്ണൂർ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ മകളിൽ സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അത് അഡ്മിഷന്റെ സമയത്ത്. അഡ്മിഷനൊക്കെ കിട്ടി നിങ്ങൾ പഠിക്കാൻ തുടങ്ങി, ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെയും നിങ്ങൾക്ക് ഒരു കോളേജ് മാറാനുള്ള അവസരമുണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ S3 എത്തുന്ന സമയത്ത് കോളേജ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു സംഭവം KTUവിൽ പെർമിറ്റഡ് ആണ്. KTU ആണ് നിങ്ങളുടെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജ്, കേരളത്തിലെ ഏതാണ്ട് 150ഓളം എഞ്ചിനീയറിംഗ് കോളേജസ് വരുന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പൊ ഈ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പെർമിറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ നടക്കുന്നത് S3യിലാണ്. പക്ഷെ അതിന് വേക്കൻസി വരണം. ഇപ്പൊ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഒരു വേക്കൻസി ഉണ്ട്. എന്റെ ഹയർ ഓപ്ഷനിൽ ഞാനത് കൊടുത്തൊരു സാധനമായിരുന്നു എങ്കിൽ ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും കോളേജ് തൃശ്ശൂർ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ എനിക്ക് ആ വേക്കൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യാം. പക്ഷെ അത് വളരെ വളരെ കുറഞ്ഞ ഒരു ചാൻസസ് മാത്രമുള്ള ഒരു സാധനമാണ്. അത് തേർഡ് സെമസ്റ്ററിൽ നടക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എന്ത് കോളേജ് മാറ്റം നടക്കണമെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻ സമയത്ത് മാത്രമേ നടക്കുള്ളൂ. പ്രതീക്ഷ, എന്റെ ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മാം, സ്പോട്ട് അഡ്മിഷന്റെ കാര്യം കൂടി. അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ അമൃതത്ത് ഓർമ്മപ്പെടുത്തിയ മാതിരി ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ് വരെയാണ് സാധാരണ പോവാറ്. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും കോളേജിൽ തേർഡ് അലോട്ട്മെന്റിന് ശേഷവും വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. സ്പോട്ട് അഡ്മിഷൻ എടുക്കാം. പക്ഷെ അതിലുള്ള സ്പോട്ടിന് പോവുകയാണെങ്കിൽ നിങ്ങൾ, അതായത് നിങ്ങൾക്ക് ഇപ്പൊ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അഡ്മിഷൻ കിട്ടി, നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തു. പക്ഷെ അതേസമയം നിങ്ങൾക്ക് സീറ്റിൽ ഒരു അഡ്മിഷൻ ഉണ്ട്, സീറ്റിൽ ഒരു വേക്കൻസി ഉണ്ട്. വേക്കൻസി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അവിടെ ആ വേക്കൻസി നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. അപ്പൊ അവിടെ ചെല്ലും, കാരണം നിങ്ങളെ മുകളിൽ റാങ്കുള്ള ആൾക്കാർ അവിടെ വരുമോ ഇല്ലയോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് റാങ്ക് 512 അല്ലെങ്കിൽ 612, നിങ്ങളെ തൊട്ട് മുതൽ 412 ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്കായിരിക്കും ഇത് കിട്ടുക, നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷെ അതേസമയം നിങ്ങൾ ഇവിടുന്ന് TC വാങ്ങിയിട്ടായിരിക്കും അങ്ങോട്ട് പോകും. അപ്പൊ സ്പോട്ടിന് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം TC ഇവിടുന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ തിരിച്ചു വരാൻ പറ്റില്ല. അപ്പൊ ഒരുവിധം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള കേസസിൽ മാത്രം ചാൻസ് എടുത്ത് സ്പോട്ടിന് പോകാം. അത് വളരെ വളരെ റെയർ ആയിട്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അധികം ആരും ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റിലും തന്നെ കാര്യങ്ങൾ ചെയ്യാണ് സാധാരണ ചെയ്യാറ്. ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കൂടുതലായിട്ട് സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം. വോളണ്ടിയേഴ്സ് അത് കളക്ട് ചെയ്തിട്ട് കൺസേൺ സ്പീക്കേഴ്സിന് റൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും.
ഒന്നും ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ, കാരണം നമ്മൾ ഒരുപാട് സമയം എടുത്ത് ഏതാണ്ട് 3 മണിക്കൂറോളായി. 6:30 മണിക്ക് തുടങ്ങി, ഇപ്പം 9:30 മണിയായി. സോ താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് വിഷ് യു ഓൾ ഗുഡ് സക്സസ് അഹെഡ്. Thank you, ma'am. I'm sure this system has benefited a lot of engineering aspirants out there. I think we have attained our goal of inspiring people to engineering. Once again, thanking everyone. See you soon. Good night. So we are closing the meeting. Thank you all.